السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ ഭവനമായ ഈ മസ്ജിദിൽ ഈ സമയത്ത് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട ഇൽമ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. മതം ദീൻ പഠിക്കുക എന്നത് കൂലിയുള്ള കാര്യമാണ്, അനിവാര്യമായ കാര്യമാണ്. അതോടൊപ്പം അത് അള്ളാഹുവിന്റെ മസ്ജിദിൽ കൂടിയാകുമ്പോൾ അതിന് ഏറെ പ്രതിഫലം ഹദീസുകളിലൊക്കെ പറയപ്പെട്ടത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ പ്രതിഫലം ലഭിക്കണമെന്നും അതുപോലെ തന്നെ ക്ലാസ്സിൽ പറയുന്ന കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖിനായി അള്ളാഹുവിനോട് തേടിക്കൊണ്ടായിരിക്കണം നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ മാത്രമേ നമ്മൾ ഈ ചെലവഴിക്കുന്ന സമയത്തിന്, അധ്വാനത്തിന് അതിന്റേതായ ഫലം നമുക്ക് ഇഹത്തിലും പരത്തിലും ലഭിക്കുകയുള്ളൂ. വിജയത്തിന് ആത്മസംസ്കരണം എന്ന ഒരു വിഷയമാണ് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാനസിക സംസ്കരണവുമായി ബന്ധപ്പെട്ട ചില പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള ഒന്നിലധികം പുസ്തകങ്ങളും ഖുർആൻ, ഹദീസ്, അതിന്റെ വിശദീകരണങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നോട്ടാണ് ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയും അതുപോലെ തന്നെ ഹൃദയം, നഫ്സ്, മനസ്സ്, ഇതൊക്കെ അള്ളാഹു നൽകിയതാണ്. ബുദ്ധിക്ക് ബുദ്ധിയുടേതായ പരിമിതിയും അതിന്റേതായ കഴിവുകളുമുണ്ട്. ഇതല്ലാത്ത മറ്റു ചില മേഖലകൾ ഹൃദയത്തിനുണ്ട്. അത് ഖൽബ് എന്ന് ഖുർആനിൽ ഹദീസിലുമൊക്കെ പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഖുർആനിൽ ഹദീസിലും പല സ്ഥലങ്ങളിൽ സന്ദർഭങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നഫ്സ്, മനസ്സ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ 3 തരത്തിലുള്ള നഫ്സിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒന്ന് ശാന്തപൂർണമായ മനസ്സ്, രണ്ടാമത്തേത് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സ്, 3 കുറ്റപ്പെടുത്തുന്ന മനസ്സ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നാസിയാത്ത് എന്ന് പറയുന്ന അധ്യായത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള നഫ്സിനെ കുറിച്ച്, എവിടെയാണ് വിജയം, എങ്ങനെയാണ് വിജയം കിട്ടുക എന്ന് പറയുന്ന 40 അതിന് മുമ്പുള്ളതും ശേഷം വരുന്ന ആയത്തുകളും കൂടി ചേർന്നു. വനഹൻ നഫ്സ അനിൽ ഹവ, ഇച്ഛയിൽ നിന്ന്, നമ്മൾ ദേഹേച്ഛ എന്ന് പറയുന്ന നമ്മുടെ മനസ്സിന്റെ താൽപര്യങ്ങളിൽ നിന്ന് മനസ്സിനെ തടയുകയും ചെയ്താൽ രക്ഷക്കുള്ള വഴി പറയാം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ ഖുർആന്റെ തഫ്സീറിൽ അതിന് വിശദീകരണമായി അദ്ദേഹം പറയുന്നത്, മനസ്സിന്റെ താൽപര്യമെന്തോ ആ താൽപര്യത്തിൽ നിന്ന് മനസ്സിനെ തടയുക. മനസ്സ് തെറ്റ് ചെയ്യാൻ വേണ്ടി മനുഷ്യനെ ധാരാളമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തിന്മ ചെയ്യാനല്ലാതെ മറ്റൊന്നിനും അത് കൽപ്പിക്കുകയില്ല. അങ്ങനെ ഒരു മനസ്സുണ്ട്. എന്നാൽ അതിന്റെ നേരെ അഭിമുഖമായി മറ്റൊരു മനസ്സും മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് ശാന്തമായ മനസ്സാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ശാന്തി, സമാധാനം നൽകുന്ന ശാന്തപൂർണമായ മനസ്സ്. ഇത് കൂടാതെ ലവ്വാമ, ആക്ഷേപകരമായ ഒരു മനസ്സ് എന്നതും മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഈ 3 നഫ്സുകളെക്കുറിച്ചും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പരാമർശിച്ചിട്ടുണ്ട്. അതിൽ ശാന്തിയടയുന്ന മനസ്സ് എന്ന് പറയുന്നത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സൂറത്തുൽ ഫജ്റിന്റെ അവസാന ഭാഗത്തിലായതാണ്. ശാന്തമായ മനസ്സിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇവിടെയാണ്. അല്ലയോ ശാന്തിയടഞ്ഞ, ശാന്തിയുള്ള മനസ്സേ, നീ നിന്റെ റബ്ബിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും മടങ്ങിക്കൊള്ളുക. എന്റെ അടിമകളുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചോ, എന്റെ സ്വർഗത്തിൽ നീ പ്രവേശിച്ചുകൊള്ളുക എന്ന് ആ നഫ്സിനോട് അള്ളാഹു പറയുന്ന വാക്കുകളാണ്. അപ്പൊ സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു അനുവാദം കൊടുക്കുന്ന അള്ളാഹുവിന്റെ തൃപ്തിയും ഈ നഫ്സിന് അള്ളാഹുവിനെ സംബന്ധിച്ച തൃപ്തിയും ലഭിക്കുന്നതോടൊപ്പം ഈ സ്വർഗീയ സുഖം ലഭിക്കുന്നത് ശാന്തി അടഞ്ഞ മനസ്സിനാണ്. രണ്ടാമത്തേത് തിന്മ ചെയ്യുന്ന മനസ്സ്. സൂറത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കൊട്ടാരത്തിൽ താമസിച്ചതും ഭരണാധികാരിയുടെ അസീസിന്റെ ഭാര്യ വ്യഭിചാരത്തിന് പ്രേരിപ്പിച്ചതും ജയിലിലടച്ചതുമൊക്കെയായ സംഭവങ്ങൾ പറയുന്ന കൂട്ടത്തിൽ 53-ാമത്തെ ആയത്ത് കാണാം. യൂസുഫ് നബി പറയാണ്, വമാ ഉബർരിഉ നഫ്സി, എന്റെ മനസ്സിനെ ഞാൻ അതിന് ബറാഅത്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മുക്തമാക്കുന്നില്ല. എന്റെ മനസ്സ് നിരപരാധിയായി ഞാൻ പ്രഖ്യാപിക്കുന്നില്ല.
കാരണം ഇന്ന നഫ്സല അമ്മാറത്തും ബിസു, തീർച്ചയായും മനസ്സ് അത് തിന്മ ചെയ്യാൻ ധാരാളമായി കൽപ്പിക്കുന്നത് തന്നെയാകുന്നു. ഇല്ലാ മാ റഹിമ റബ്ബി, ഏത് മനസ്സൊഴികെ എന്റെ റബ്ബ് അനുഗ്രഹിച്ച മനസ്സേതോ റഹ്മത്ത് ചെയ്ത മനസ്സേതോ ആ മനസ്സല്ലാത്ത മനസ്സ് തീർച്ചയായും തെറ്റ് ചെയ്യാൻ ധാരാളമായി കൽപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ മനസ്സിനെ ഞാൻ കുറ്റമുക്തമാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സും എന്നോട് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് എന്റെ നഫ്സ് തീർത്തും കുറ്റമുക്തമാണ് എന്ന് ഞാൻ പറയുന്നില്ല. മൂന്നാമത്തെ നഫ്സ് അല്ലവ്വാമ, ആക്ഷേപിക്കുന്ന മനസ്സ് എന്നതാണ്. സൂറത്തുൽ ഖിയാമയുടെ 2ാമത്തെ വചനം, വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ, വലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്തു പറയുന്നു. അള്ളാഹ് പറയാണ് ബിൻ നഫ്സിൽ ലവ്വാമ, ധാരാളമായി ലാമയലൂം എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക, ധാരാളമായി ആക്ഷേപിക്കുന്ന കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഇങ്ങനെ 3 സൂറത്തുകളിലായി 3 നഫ്സുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ശേഷം വീണ്ടും ഈ 3നെ കുറിച്ചും ശൈഖ് ഉസൈമീൻ വിശദീകരിക്കുന്നത്, മനുഷ്യന് അവന് സ്വന്തം ഈ 3 നഫ്സുകളെയും അനുഭവിച്ചറിയാൻ പറ്റും. ഒന്ന്, ചിലപ്പോൾ അവന്റെ മനസ്സിൽ നന്മ ചെയ്യാനുള്ള പ്രേരണ, നന്മയോടുള്ള ഇഷ്ടം, അല്ലെങ്കിൽ നന്മ പ്രവർത്തിക്കുന്നതിനോടുള്ള ഇഷ്ടം അവന്റെ മനസ്സിൽ ഒരാൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതാണ് ശാന്തപൂർണമായ മനസ്സ് എന്ന് പറയുന്നത്. നന്മ ചെയ്യാനുള്ള പ്രേരണയും നന്മയോടുള്ള ഇഷ്ടവും അത് പ്രവർത്തിക്കാനുള്ള താല്പര്യവുമൊക്കെ ഏതൊരുത്തന്റെ മനസ്സിൽ എപ്പോൾ അനുഭവപ്പെടുന്നുവോ ആ മനസ്സാണ് ശാന്തിയുള്ള മനസ്സ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന, അതിലൂടെ സമാധാനം കണ്ടെത്തുന്ന മനസ്സാണ്. എന്നാൽ മറ്റു ചിലപ്പോൾ നഫ്സിൽ തെറ്റ് ചെയ്യാനുള്ള പ്രേരണയും തെറ്റിനോടുള്ള താല്പര്യവും ഉണ്ടാകാം. ആ തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന നഫ്സേതോ അതാണ് തിന്മ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു, അമ്മാറത്തും ബിസു എന്ന് പറഞ്ഞത്. എന്നാൽ ഇത് രണ്ടിനും ശേഷം, ഒന്ന് നന്മക്ക് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ശാന്തമായ മനസ്സ് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നത്, മറ്റൊന്ന് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇതല്ലാത്ത മൂന്നാമത്തെ നഫ്സ് ധാരാളമായി കുറ്റപ്പെടുത്തുന്ന മനസ്സ് എന്ന് പറഞ്ഞാൽ ആ മനസ്സ് ചെയ്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് ചിലപ്പോൾ കുറ്റപ്പെടുത്തും. ചെയ്ത കാര്യം തെറ്റായിപ്പോയി, അത് ചെയ്യേണ്ടിയിരുന്നില്ല, അത് പാപമാണല്ലോ, എന്തിനാണ് ചെയ്തത് എന്ന് നമ്മോട് കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സ്. അതേ മനസ്സ് തന്നെ ചിലപ്പോൾ ഖൈർ, നന്മ ചെയ്താൽ അതിനെയും കുറ്റപ്പെടുത്തും. തിന്മ ചെയ്ത് അതിനെ കുറ്റപ്പെടുത്തും, ഇത് ചെയ്ത് ശരിയായില്ല, എന്തിനാ ചെയ്തത്, എന്തിനാ അങ്ങോട്ട് പോയത്, ഇത് വേണ്ടിയിരുന്നില്ലല്ലോ എന്ന് നമ്മോട് കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സുണ്ടാവുമ്പോ എന്തുണ്ടാവും? തിന്മയിൽ നിന്ന് ഖേദിച്ചു മടങ്ങും, പശ്ചാത്തപിക്കും. എന്നാൽ അതേ നഫ്സ് തന്നെ എന്തിന്റെ പേരിലും കുറ്റപ്പെടുത്തും, ഒരു നന്മ ചെയ്താലും കുറ്റപ്പെടുത്തും. എന്തിനേപ്പാ നന്മ ചെയ്തത്, എന്തിനേപ്പാ കാര്യം ചെയ്തത്, എന്തിനാ അവനോട് സംസാരിക്കാൻ പോയത്, എന്തിനാണ് അവരുമായി സഹകരിക്കാൻ പോയത്, എന്തിനാണ് നല്ല ആളുകളുമായി കൂട്ടുകൂടിയത്, എന്തിനാണ് ഈ തിന്മ ചെയ്യാതിരുന്നത്, എന്തിനാ നീ കള്ളു കുടിക്കാതിരുന്നത്, ഇതൊക്കെ ദുനിയാവിൽ ആളുകൾക്കുള്ള സുഖസൗകര്യങ്ങളല്ലേ, അതിൽ നിന്നൊക്കെ നീ വിട്ടുനിന്നത് നിനക്കൊരുപാട് നഷ്ടമുണ്ടായില്ലേ എന്നിങ്ങനെ നന്മ ചെയ്തതിനെ ആക്ഷേപിക്കുന്ന മനസ്സിനെയും നിനക്ക് കാണാം. അപ്പൊ ആക്ഷേപിക്കുന്ന മനസ്സ് എന്നാൽ രണ്ടിന്റെ പേരിലും ആക്ഷേപിക്കാം. തിന്മ ചെയ്താൽ അതിനെയും കുറ്റപ്പെടുത്താം, ചില ആളുകൾ നേരെ തിരിച്ചയക്കും, നന്മ ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്താം. ഇങ്ങനെ 3 മനസ്സുകൾ എല്ലാ വ്യക്തികൾക്കും മനുഷ്യരിലും ഉണ്ടാകും. എന്നിട്ട് അദ്ദേഹം വീണ്ടും വിശദീകരിക്കാൻ, ഈ കുറ്റപ്പെടുത്തുന്ന മനസ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ 2 സ്വഭാവം കാണിക്കും. ചിലപ്പോൾ തിന്മ ചെയ്താൽ അതിനെ കുറ്റപ്പെടുത്തും, ചിലപ്പോൾ നന്മ ചെയ്താൽ അതിനെയും കുറ്റപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഈ ആക്ഷേപകരമായ മനസ്സ് എന്ന് പറയുന്നത് മറ്റ് 2 നഫ്സുകൾക്കും ഇടയിലാണ്. ശാന്തമായ മനസ്സിന്റെയും തിന്മ ചെയ്യാൻ കൽപ്പിക്കുന്ന മനസ്സിന്റെയും ഇടയിലാണ് ഈ ആക്ഷേപിക്കുന്ന മനസ്സ് എന്ന് പറയുന്നത്. കാരണം എന്താ? നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സിനെയും അത് കുറ്റപ്പെടുത്തും, ചിലപ്പോ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സിനെയും കുറ്റപ്പെടുത്തും. ഇത് രണ്ടിനും ഇടക്കാണ് ഈ പറയുന്ന ലവ്വാമ എന്ന് പറയുന്ന നഫ്സുള്ളത്. ഇതാണ് അദ്ദേഹം വനഹൻ നഫ്സ അനിൽ ഹവ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഈ വാചകത്തിൽ ശൈഖ് തന്നെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഇത് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. നന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു, നന്മ ചെയ്യാനുള്ള തോന്നലുണ്ടാകുന്നു, നന്മയെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ മനസ്സിന് സമാധാനവും ശാന്തിയും തോന്നുന്നു. അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിന്റെ നിയമത്തായി മനസ്സിലാക്കുന്നു,
അപ്പൊ ആ നേഴ്മത്ത് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് നമ്മൾ നന്ദി കാണിക്കണം, അവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്ത മറ്റാരെയും ആരാധിക്കാൻ പാടില്ല, ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കുകയും അതുകൊണ്ട് മറ്റെന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും ശാന്തമായി നിലകൊള്ളുകയും ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. എന്നാൽ അതിന്റെ നേരെ വിപരീതമായി തിന്മയിലേക്ക് മാത്രം പോവുകയും എപ്പോഴും തിന്മ ഇഷ്ടപ്പെടുകയും പാപങ്ങളും തിന്മകളും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരായി അത് ശിർക്ക് മുതൽ താഴോട്ടുള്ള എന്തെല്ലാം തിന്മകളുണ്ടോ അതൊക്കെ ചെയ്യുന്നവരുണ്ടാകും. ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്നും ഖുർആനിന്റെ ആയത്തുകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ദുനിയാവിലുള്ള പരീക്ഷണം എന്ന് പറയുന്നത് ഈ മനസ്സിനിടയിലുള്ള പരീക്ഷണമാണ്. നന്മ ചെയ്യാനുള്ള മനസ്സിന്റെ കൂടെ പോകണമോ, തിന്മ ചെയ്യാനുള്ള മനസ്സിന്റെ കൂടെ പോകണമോ, അതല്ല ഈ ലവ്വാമന്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കണമോ, ഇത് മനുഷ്യന് അള്ളാഹു നൽകിയത് നിനക്ക് ഏതിനെയും സ്വീകരിക്കാം, അല്ലെങ്കിൽ തിന്മ ചെയ്യുന്ന നഫ്സിനെ പരാജയപ്പെടുത്തി നല്ലവനായി ജീവിക്കാം, അതല്ലെങ്കിൽ തിന്മയുടെ ഭാഗത്തേക്ക് പോകാം. ഇത് രണ്ടിനുമുള്ള പാകതയിലാണ് അള്ളാഹു മനുഷ്യനെ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അവന്റെ മനസ്സിനെക്കുറിച്ച് മനസ്സിലാക്കുകയും എന്നിട്ടതിൽ ഇവിടെ വിശദീകരിച്ചിട്ടുള്ള മുത്മഇന്നായ നഫ്സ് എന്നതിലേക്ക് പോകാൻ മനുഷ്യൻ ശ്രമിക്കുകയും അതിനെ തെരഞ്ഞെടുക്കുകയും അത് നേടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ എന്ന ശാന്തമായ അല്ലെങ്കിൽ സമാധാനം കണ്ടെത്തുന്ന മനസ്സിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ആ നഫ്സിനെ വിശദീകരിച്ചതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: അള്ളാഹുവിലേക്ക് സമാധാനം കണ്ടെത്തുന്ന, അള്ളാഹുവിനെ അനുസരിക്കുകയും അവന്റെ കൽപ്പനകൾ പാലിക്കുകയും അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുന്ന മനസ്സ്. ഇതല്ലാത്ത ഒന്നും ആ നഫ്സിന് ശാന്തമായി തോന്നുകയില്ല. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായ ഒരു കാര്യവും ഈ മുത്മഇന്നായ ശാന്തമായ മനസ്സിന് ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക, അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി ജീവിക്കുക, അതിനുവേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുക, അതിനുവേണ്ട കാര്യങ്ങളെന്ന അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുകയും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നതിൽ സമാധാനവും ശാന്തിയും കണ്ടെത്തുക. നാളെ പരലോകത്ത് അള്ളാഹുവിനെ ഞാൻ കണ്ടുമുട്ടേണ്ടി വരും. അവിടെ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗീയമായ സുഖങ്ങൾ എനിക്ക് ലഭിക്കണം. അവിടെ എനിക്ക് ഇതിനേക്കാൾ പരിപൂർണമായ ഒരു ശാന്തി കിട്ടും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ പേരുകൾ, അള്ളാഹുവിന്റെ പേരുകളിലടങ്ങിയ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിനെയൊക്കെ സത്യപ്പെടുത്തുന്നതിൽ സമാധാനം കണ്ടെത്തുകയും ചെയ്യുന്നു. അതുമൂലം അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുകയും അങ്ങനെ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുകയും ഇസ്ലാമിനെ ദീനായി അംഗീകരിക്കുകയും മുഹമ്മദ് നബിയെ അള്ളാഹുവിന്റെ ദൂതനായി തൃപ്തിപ്പെടുകയും ചെയ്യുന്ന, അതിൽ സമാധാനം കണ്ടെത്തുന്ന ഒരു മനസ്സ്. അങ്ങനെ വരുമ്പോൾ അള്ളാഹു എന്താണോ എനിക്ക് വിധിച്ചത്, എനിക്ക് വേണ്ടി എന്താണോ അള്ളാഹു കണക്കാക്കിയത്, അതൊക്കെ എനിക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനപ്പുറത്തേക്ക് പോകാൻ എനിക്ക് സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ തീരുമാനത്തിനും നിശ്ചയത്തിനും അനുസരിച്ചാണ് എന്റെ ജീവിതം ഇവിടെ കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടത്, എനിക്ക് മതിയായത്, എനിക്ക് വേണ്ട മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനത്തിനും അവൻ ഏർപ്പെടുത്തിയ സംവിധാനത്തിനും കീഴ്പ്പെട്ടുകൊണ്ട് അനുസരിച്ച് ശാന്തമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലും അവനെ ആരാധ്യനായും അവനെ എല്ലാറ്റിന്റെയും രാജാധിപനായും എല്ലാറ്റിന്റെയും ഉടമസ്ഥനായും അങ്ങനെ ആ അള്ളാഹുവിലേക്കാണ് എനിക്ക് നാളെ മടങ്ങിപ്പോകാനുള്ളത് എന്നും ആ അള്ളാഹുവിന്റെ നോട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാഴ്ച, കേൾവി, അറിവ് എന്നീ കാര്യങ്ങളിൽ നിന്ന് ഒരു കണ്ണ് ഇമവെട്ടുന്ന സമയം പോലും ഒഴിഞ്ഞു മാറാൻ എനിക്ക് സാധ്യമല്ലെന്ന ബോധ്യത്തോടുകൂടി ജീവിക്കുക. ഇതിൽ ബന്ധപ്പെട്ടു ഞാൻ ഒരു വിശദീകരണവും പറയില്ല. ഇതാണ് ഇങ്ങനെ മനസ്സിലാക്കി അള്ളാഹുവിൽ അഭയം തേടി അവനിൽ വിശ്വസിച്ച് അവന്റെ കൽപ്പനകൾ പാലിച്ച് അതിൽ സംതൃപ്തി അടയുന്ന ശാന്തി കണ്ടെത്തുന്ന ഹൃദയം. ഈ ഹൃദയത്തിന് ദുനിയാവിൽ എന്ത് മലക്കം പറഞ്ഞാലും, എല്ലാം ഉരുൾപൊട്ടലിൽ നശിച്ചാലും, എല്ലാം അപകടത്തിൽപ്പെട്ടാലും, രോഗം ബാധിച്ചാലും, ദാരിദ്ര്യം ബാധിച്ചാലും, കഷ്ടപ്പാടുകൾ ഉണ്ടായാലും, എന്തായാലും അവന്റെ മനസ്സിൽ ശാന്തി ഉണ്ടാവും. കാരണം എന്താ? ഈ
അള്ളാഹുവിലാണ് അവൻ വിശ്വസിക്കുന്നത്. ഇനി വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പരിശോധിച്ചാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന ശാന്തമായ മനസ്സുണ്ടാകും, അള്ളാഹു മനസ്സിൽ ശാന്തി നൽകും എന്ന് ഖുർആനിലും ഹദീസിലും പല സ്ഥലത്തും പ്രതിപാദിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫതഹിലെ 4-ാമത്തെ അധ്യായം. സൂറത്തുൽ ഫതഹ് എന്ന് പറയുന്നത് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട വിജയം എന്ന് പറഞ്ഞത് സാധാരണ മക്കം ഫതഹ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഖുർആനിൽ പറയുന്ന സൂറത്തുൽ ഫതഹ് എന്ന് പറയുന്നത് ഖുറൈശികൾ മക്കയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി വന്ന നബിയെയും സഹാബത്തിനെയും തടഞ്ഞപ്പോൾ അവരുമായി ഒരു കരാറുണ്ടാക്കുകയും ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉംറ ചെയ്യാതെ കൂടെയുള്ള മൃഗങ്ങളെ അറുത്ത് വിതരണം ചെയ്ത് തിരിച്ചു പോരുകയും ചെയ്തു നബി സഹാബത്ത്. അടുത്ത വർഷം കരാറിന്റെ അടിസ്ഥാനത്തിൽ പിറ്റത്തെ വർഷം ഈ നഷ്ടപ്പെട്ട ചെയ്യാതെ പോന്ന ഉംറ നിർവഹിക്കാൻ വേണ്ടി അടുത്ത വർഷം പോകുന്നു. പിന്നീട് മുശ്രിക്കുകളുമായി പരസ്പരം ഉണ്ടാക്കിയ ഈ കരാർ അവർ തന്നെ ലംഘിക്കുന്നു. ആ ലംഘനം ശരിയായ നിലയിൽ മക്കം ഫതഹിനുള്ള കാരണമായി മാറും. അപ്പോ വിജയത്തിലേക്കുള്ള കാരണമായി വന്നത് ഈ ഹുദൈബിയ സന്ധിയാണ്. അതുകൊണ്ടാണ് ആ സന്ധിയെക്കുറിച്ച് ഖുർആൻ അൽ ഫത്ഹ് വിജയം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ അധ്യായത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ ഹുവല്ലദീ അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീന ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം. അപ്പോൾ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. മക്കയിലേക്ക് അടുക്കാൻ സമ്മതിക്കുന്നില്ല, ഇബാദത്തിന് വരാൻ സാധിക്കുന്നില്ല, മസ്ജിദുൽ ഹറാമിലും തടയുന്നു, പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാമുണ്ട്. വേറൊരു ഭാഗത്ത് ജൂതന്മാരുടെ ആക്രമണമുണ്ട്. ഈ സന്ദർഭത്തിൽ അള്ളാഹു പറയാൻ, വിശ്വസിച്ചവരുടെ ഹൃദയങ്ങളിൽ സമാധാനത്തെ ഇറക്കിക്കൊടുത്തവനാരോ അവനാകുന്നു അള്ളാഹു. എന്തിനാണ് വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു ശാന്തിയെ ഇറക്കിയത്? കൊടുത്തുന്നല്ല, അൻസല സക്കീന. കാരണം അള്ളാഹ് മേലെയാണ്. മേലെയുള്ള അള്ളാഹു ശാന്തിയെ അവന്റെ പക്കൽ നിന്ന് വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇറക്കിക്കൊടുത്തു. അള്ളാഹു മേലെ നിന്ന് പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് ശാന്തിയെ അള്ളാഹു ഇറക്കിക്കൊടുത്തു. ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം. അള്ളാഹുവിൽ അല്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർക്ക് എന്തൊരു ഈമാനാണോ നിലവിലുള്ളത്, ആ ഈമാനിലേക്ക് വീണ്ടും ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി പ്രയാസത്തിൽ അള്ളാഹു സമാധാനം നൽകുന്നു. എന്തുകൊണ്ട് അവർക്ക് സമാധാനം കിട്ടി? അള്ളാഹുവാണ് സമാധാനം നൽകുന്നവൻ. ഈ പ്രയാസം സൃഷ്ടിച്ച അള്ളാഹു തന്നെ സമാധാനം നൽകും എന്നവർ മനസ്സിലാക്കുന്നു. അള്ളാഹിന്റെ പക്കൽ സമാധാനം കിട്ടുന്നു. ആ സമാധാനം കിട്ടുമ്പോൾ നേരത്തെ അള്ളാഹുവിലും പരലോകത്തിലുമൊക്കെ ഉണ്ടായിരുന്ന വിശ്വാസത്തോടൊപ്പം വീണ്ടും അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നു. അത് വർദ്ധിക്കാനാണ് വിശ്വാസികളായ ആളുകളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു ശാന്തി ഇട്ടുകൊടുത്തത് എന്നാണ്. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, അൽ ബിർറു മത്മഅന്ന ഇലൈഹിൽ ഖൽബു. ഒരാളുടെ ഹൃദയം ഏതൊരു കാര്യത്തിലേക്ക് ശാന്തമാകുന്നുവോ അതാണ് ബിർറ്. അപ്പൊ ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുറ്റബോധം ഉണ്ടാവും, ഇത് തിന്മയാണ്, ചെയ്യാൻ പാടില്ലാത്ത, പിന്നെ അവന്റെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാൻ. എന്നാൽ ഇവിടെ എന്താ നബി വരുന്നത്? ഹൃദയം എന്തിലേക്ക് സമാധാനം കണ്ടെത്തുന്നുവോ അതിനാണ് പുണ്യം എന്ന് പറയുക. മനസ്സ് അതിലേക്ക് ശാന്തമായി തീരുന്നു. എന്നാൽ ഹൃദയത്തിൽ എന്തിനെക്കുറിച്ച് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുവോ, കുത്ത് അനുഭവപ്പെടുന്നുവോ അതാണ് പാപം എന്ന് പറയുന്നത്. മനസ്സിന് ഒരു തോന്നലുണ്ട്, ഇത് ശരിയാണ്, മോൻ തിന്മ ചെയ്താലും ശരി, ഇന്നതാണ് ശരി എന്ന് മനസ്സിന് തോന്നുന്നതെന്തോ അതാണ് ഖൈർ, ബിർറ്, പുണ്യം എന്ന് പറയുന്നത്. മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന ചെയ്താൽ അത് വേണ്ടിയിരുന്നില്ല, ഇത് ചെയ്യേണ്ടിയിരുന്നോ, അത്ര കടുങ്കയ്യല്ലേ എന്നൊക്കെ പാപം ചെയ്തവന് മനസ്സിലുണ്ടാകുന്ന തോന്നൽ, ആ മനസ്സിൽ ചൊറിച്ചിലുണ്ടാകുന്നതെന്തോ അതാണ് തിന്മ. അപ്പൊ അതിൽ എന്താ മനസ്സിലാകുന്നത്? നേരത്തെ പറഞ്ഞ ഹൃദയത്തിൽ എന്തുണ്ട്? മുത്മഇന്നായ ഖൈറിനെ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം ഹൃദയത്തിലുണ്ട്. അതോടൊപ്പം തന്നെ തിന്മയെ വെറുക്കുകയും ചെയ്യുന്നു. എന്നാൽ അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അവസ്ഥയും മനസ്സിലുണ്ടാകും. നന്മ തോന്നുക എന്നത് അള്ളാഹു മനസ്സിൽ സംവിധാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മുസ്ലിമിന്റെ ഹൃദയത്തിൽ മാത്രമല്ല, എല്ലാവരുടെ ഹൃദയത്തിലും നന്മയുടെ വശവും തിന്മയുടെ വശവും അള്ളാഹു തന്നെ സംവിധാനിച്ചിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിലേക്ക് അടുക്കുന്നവന് അവന്റെ ജീവിതത്തിൽ ഈ ഹൃദയത്തിൽ ശാന്തി കണ്ടെത്താൻ സാധിക്കും. സൂറത്തുൽ അംഫാലിലെ 9-10 വചനങ്ങളിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളാണ്. ബദർ യുദ്ധം, ആ യുദ്ധത്തെക്കുറിച്ച്, യുദ്ധത്തിന്റെ പശ്ചാത്തലവും വിശ്വാസികളായ ആളുകൾ യുദ്ധകളത്തിലേക്ക് പോയ രംഗങ്ങളും ഇതൊക്കെ പറഞ്ഞതിന് ശേഷം 9-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തി, അടിയന്തര സഹായം തേടി. കാരണം യുദ്ധക്കളം മുസ്ലിങ്ങൾ കുറച്ചേ ഉള്ളൂ, ആയുധം കുറവാണ്, വാഹനം കുറവാണ്, ശത്രുഭാഗത്ത് എണ്ണവും അതുപോലെ തന്നെ വണ്ണവും എല്ലാം കൂടുതലുണ്ട്. അപ്പൊ ഈ അടിയന്തര ഘട്ടത്തിൽ സത്യവിശ്വാസികൾ അവരുടെ റബ്ബിനോട് സഹായം തേടി. എന്നിട്ട് അല്ലാഹു പറയാൻ, അള്ളാഹു നിങ്ങൾക്ക് തുടർച്ച
തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന മലക്കുകളിൽ നിന്നുള്ള 1000 പേരെ കൊണ്ട് സഹായിക്കാം എന്ന് അള്ളാഹു ബദറിലുള്ള വിശ്വാസികൾക്ക് ഉത്തരം നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വാർത്തയെ അതൊരു സന്തോഷ വാർത്തയല്ലാതെ മറ്റൊന്നുമാക്കിയിട്ടില്ല. എന്തിനാണ് ഈ സന്തോഷ വാർത്ത അള്ളാഹു കൊടുത്തത്? ഇത്രയും മലക്കുകളെ അള്ളാഹു അയക്കാം. ലിതത്മഇന്ന ബിഹി ഖുലൂബുഹും. ഈ വാർത്ത കേൾക്കുമ്പോൾ ഇതൊരു വ്യാജ വാർത്തയല്ല, കള്ളവാർത്തയല്ല, വെറുതെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് ഇത് റബ്ബാണ് പറയുന്നത്. ആ റബ്ബ് ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾ യുദ്ധത്തിന് വന്നത് റബ്ബിന്റെ മാർഗത്തിലാണ്. അതുകൊണ്ട് വലിതത്മഇന്ന ബിഹി ഖുലൂബുകും, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമാകാൻ വേണ്ടി അള്ളാഹു ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് അറിയിച്ചു. സഹായമെന്ന് പറയുന്നത് അസീസും ഹക്കീമുമായ, പ്രതാപവാനും യുക്തിമാനുമായ അള്ളാഹുവിന്റെ പക്കൽ നിന്നല്ലാതെ മറ്റെവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന ഒരു വാർത്ത കൂടി അള്ളാഹു അവിടെ അറിയിക്കുന്നു. ഇവിടെ എന്താണ്? സത്യവിശ്വാസികളായ ആളുകൾക്ക്, അള്ളാഹുവിൽ സമാധാനം കണ്ടെത്തുന്നവർക്ക് അള്ളാഹു സമാധാനം നൽകുന്നു. ആ മനസ്സ് ശാന്തമാകുന്നു. സൂറത്ത് റഅദിലെ 28-29 വചനങ്ങളിൽ വിശ്വസിക്കുകയും എന്നിട്ട് ഹൃദയങ്ങൾ ശാന്തമാവുകയും ചെയ്യുന്നവർ. ഹൃദയം ശാന്തമാകാനുള്ള വഴി എന്താ? ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ ഏതൊരുത്തന്റെ ഹൃദയം ശാന്തമാവുകയും ചെയ്യുന്നുവോ അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ ആദ്യം എന്താ അള്ളാഹു പറഞ്ഞത്? വിശ്വസിച്ച ആളുകൾ. ഈ വിശ്വാസം ഉൾക്കൊള്ളേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ വിശ്വസിക്കുകയും, എന്നിട്ട് ആ ആരിൽ വിശ്വസിച്ചുവോ, ഏത് അള്ളാഹുവിൽ വിശ്വസിച്ചുവോ, ഏത് ഗ്രന്ഥത്തിൽ വിശ്വസിച്ചുവോ, ഏത് അള്ളാഹുവിന്റെ പ്രവാചകനെ വിശ്വസിച്ചുവോ ആ അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ ഹൃദയം ശാന്തമാവുകയും ചെയ്യുന്ന ആളുകൾ. അപ്പൊ അത് വിശ്വാസികളുടെ ഈമാനിന്റെ ഭാഗമായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകേണ്ട കാര്യമാണ് ഹൃദയം ശാന്തമാവുക. എപ്പോഴും വിധിക്കില്ല, അള്ളാഹുവിനെ ഓർക്കുക. അപ്പൊ മനസ്സിന് വല്ലാത്ത ടെൻഷൻ, വിഷമം, പ്രയാസം, ഇതിനൊക്കെ ആൾക്കാരിപ്പോ ഒരു മണിക്കൂറിന് ഇത്ര പൈസ, 1000 ഉറുപ്പിക ഫീസ് കൊടുത്തിട്ട് പല ആൾക്കാരുടെ പോയി മുന്നിൽ കുത്തിരിക്കുക. എന്നിട്ടെല്ലാം ഇങ്ങനെ മറ്റേ ചർച്ചിൽ കുമ്പസരിക്കുന്നത് പോലെ കുമ്പസരിച്ച് മറ്റൊരു ചോദ്യം ചോദിച്ച് അങ്ങനെ ചില രീതികൾ കാണാം. എന്നാൽ ഏത് പ്രശ്നവും പോകും എന്തുണ്ടെങ്കിൽ ഈമാൻ ഉണ്ടാകണം. ഈമാനോടൊപ്പം വെറും ഈമാനല്ല, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം. എന്നിട്ട് വീണ്ടും അള്ളാഹ് ആവർത്തിക്കാൻ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ ശാന്തമാവുക അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണെന്ന് അറിഞ്ഞുകൊള്ളുക. മനസ്സ് ശാന്തമാകാൻ കയറ് കെട്ടി തൂങ്ങിയിട്ട് കാര്യമില്ല, വിഷം കുടിച്ചിട്ട് കാര്യമില്ല, നാട് വിട്ടുപോയിട്ട് കാര്യമില്ല. മനസ്സ് ശാന്തമാകാനുള്ള വഴി അള്ളാഹുവിനെ ഓർക്കുക. അലാബിദിക്കില്ല, അറിയുക അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ ശാന്തമാവുക. അപ്പൊ ഹൃദയം ശാന്തമാകണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. എന്നതിന് ശേഷം വീണ്ടും ആവർത്തിക്കുന്നു, വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് തൂബാലഹും, അവർക്ക് തൂബയുണ്ട്. തൂബ നമ്മൾ മലയാളത്തിൽ മംഗളം എന്നൊക്കെ പറയും. അത് സ്വർഗത്തിലുള്ള ഒരു പ്രത്യേക അവസ്ഥ അല്ലെങ്കിൽ സ്ഥലം ആണൊക്കെ പല അഭിപ്രായങ്ങളും കാണാം. വഹുസ്നു മആബ്, നല്ല മടക്കസ്ഥാനവുമുണ്ട്. അപ്പൊ ആദ്യത്തെ ആയത്ത് തുടങ്ങിയതും രണ്ടാമത്തെ ആയത്ത് തുടങ്ങുന്നതും അല്ലദീന ആമനു എന്നിവിടെ. പിന്നെ 2 സ്ഥലത്ത് അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ ഹൃദയം ശാന്തമാവും. ഒറ്റ ആയത്തിലാണ് 2 വട്ടം ഇത് ആവർത്തിച്ചത്. തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ല, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറഞ്ഞ അർത്ഥം. തത്മഇന്നു ഖുലൂബുഹും ആദ്യം പറഞ്ഞു, പിന്നെ ബിദിക്രില്ല പറഞ്ഞു. വീണ്ടും ദിക്റുല്ലാഹ് എന്നുള്ള ആദ്യം പറഞ്ഞു, എന്നിട്ട് തത്മഇന്നുൽ ഖുലൂബ്. രണ്ടും രണ്ടർത്ഥമുണ്ട്. തത്മഇന്നു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ശാന്തമാകും, ബിദിക്രില്ല, അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട്. അതിനേക്കാൾ ഒരു പ്രത്യേകമായ അർത്ഥം കിട്ടും, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത്. പരിമിതപ്പെടുത്തി പറയാം. ഇതിൽ നിന്ന് ഒരാൾക്ക് തന്നെ അയാൾക്ക് ശാന്തി ഉണ്ടാകുന്നത്, ബേജാറുണ്ടാകുന്നത്, പേടി ഉണ്ടാകുന്നത്, ടെൻഷൻ ഉണ്ടാകുന്നത് ഒക്കെ മനസ്സെന്നാണ്. അപ്പൊ ആ മനസ്സ് ശാന്തമാകാനുള്ള വഴി ഇപ്പറഞ്ഞ രീതിയിൽ ഇബ്നുൽ ഖയ്യിം വിശദീകരിച്ചതുപോലെ അള്ളാഹുവിൽ വിശ്വസിച്ച്, റബ്ബിൽ വിശ്വസിച്ച്, അവൻ പറയുന്നതനുസരിച്ച് ജീവിച്ച്, അവനെ ഓർത്ത് ജീവിക്കുക. ഇതാണ് മുത്മഇന്നായ നഫ്സ്, ശാന്തമായ മനസ്സ്. ഇങ്ങനെ ജീവിച്ച മനസ്സിനോടാണ് മരണസമയത്ത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നീ ശാന്തമായി ജീവിച്ച മനസ്സേ, ശാന്തമായ മനസ്സേ. കാരണം ഒരു ബേജാറുമില്ല. കാരണം എന്താ? എല്ലാം സൗകര്യപ്പെടുത്തിയ, എല്ലാം രേഖപ്പെടുത്തിയ, എല്ലാം കണക്കാക്കിയ, എല്ലാം നിശ്ചയിച്ച ഏകനായ ആരാധ്യനായ അള്ളാഹുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവന് എപ്പോഴും സമാധാനമുണ്ട്. പ്രശ്നമുണ്ടാകുമ്പോൾ സമാധാനിക്കാനായി അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ
ആശ്വാസങ്ങൾ വരുന്നു, തോന്നലുകൾ മനസ്സുകളിൽ ഉണ്ടാക്കുന്നു. അങ്ങനെ ശാന്തമാകുന്ന മനസ്സേ, ഇതാ നീ മരിക്കുകയാണ്, നീ എങ്ങോട്ടാ പോകുന്നത്? എന്റെ അടിമകളുടെ കൂടെ എന്റെ സ്വർഗത്തിൽ നീ പ്രവേശിച്ചോ. ദുനിയാവിൽ എന്നിൽ വിശ്വസിച്ച് ശാന്തനായി ബേജാറില്ലാതെ വെപ്രാണമില്ലാതെ ടെൻഷനില്ലാതെ ജീവിച്ചതുകൊണ്ട് മരണത്തിലും മരണശേഷം ബർസഖിലും അതിനുശേഷം പരലോകത്തും നീ അങ്ങനെ തന്നെ ജീവിച്ചോ. ഇവിടെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ ജീവിച്ചതുകൊണ്ട് ബാക്കിയുള്ളതും അള്ളാഹു സമാധാനമുള്ള ജീവിതമാണ്. ശരിക്കും നല്ല ജീവിതം മരണം മുതൽ അങ്ങോട്ടും നിനക്കുണ്ട് എന്ന സന്തോഷ വാർത്ത ഈ ആത്മാവിനോട് നഫ്സിനോട് പറയപ്പെടും. പിന്നെന്താ? റാളിയത്തൻ മർദിയ. നഫ്സിന് ഈ മരിക്കുന്ന ആൾക്ക് ആൾ സംതൃപ്തനാണ്. ആ ആളെക്കുറിച്ച് അല്ലെങ്കിൽ ആ ആത്മാവിനെ കുറിച്ച് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? തൃപ്തിപ്പെട്ടിട്ടുണ്ട്. തൃപ്തിപ്പെട്ടവനും തൃപ്തി ലഭിച്ചവനും. അപ്പൊ മരിക്കുന്ന അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ആൾക്ക് അള്ളാഹുവിനെ കുറിച്ച് തൃപ്തിയുണ്ട്. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു എന്നതുകൊണ്ട് ഇവനെക്കുറിച്ച് അള്ളാഹുവിനും തൃപ്തിയാണ്. അതാണ് തൃപ്തിപ്പെടുന്നവനും തൃപ്തിപ്പെടപ്പെട്ടവനും. എന്നാൽ ഈ തൃപ്തി ആരുന്നാ കിട്ടുന്നത്? അള്ളാഹുവിൽ നിന്ന് ഇങ്ങോട്ട് തൃപ്തി. അതെന്തുകൊണ്ടാ? കാരണം ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് അള്ളാഹിനെ തൃപ്തിപ്പെട്ടു. അപ്പൊ അള്ളാഹിനെ തൃപ്തിപ്പെട്ട് ജീവിച്ചതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ചുകൊണ്ട് എന്റെ അടിമകളുടെ കൂടെ എന്റെ സ്വർഗത്തിലേക്ക് നീ പോയിക്കോ എന്നാണ്. അപ്പൊ ജീവിതം ഈ നിലയ്ക്ക് ശാന്തമായ മനസ്സോടുകൂടി ജീവിച്ചാൽ മരണം മുതൽ അങ്ങോട്ടും അങ്ങറ്റമില്ലാത്ത പരലോക ജീവിതത്തിലും ശാന്തിയുണ്ടാകും എന്നതാണ്. രണ്ടാമത്തെ മനസ്സ് അന്നഫ്സുൽ ലവ്വാമ. അതിനെക്കുറിച്ച് പിന്നെ വിശദീകരണം നേരത്തെ ശൈഖ് ഉത്തൈമീന്റെ വാചകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതന്നെ രണ്ട് നിലയ്ക്ക്, ഇത് രണ്ടിന് മുത്തുമൈനക്കും അമ്മാറത്തും ബിസ്സൂനും ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന, ചിലപ്പോൾ നന്മയെ കുറ്റപ്പെടുത്തുന്നു, ചിലപ്പോൾ തിന്മയെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ ഒരു കുറ്റപ്പെടുത്തുന്ന മനസ്സ്, ഇത് നമുക്കൊക്കെ അറിയാം, നമ്മളെ ഓരോ ജീവിതത്തിലുണ്ടാവും. അങ്ങനെ ഒരു ആക്ഷേപിക്കുന്ന മനസ്സ്, ചിലപ്പോൾ നല്ല കാര്യമൊക്കെ ചെയ്ത് എന്നാലും അത് അത്ര വേണ്ടിയിരുന്നില്ല, അങ്ങനെ വേണ്ടിയിരുന്നില്ല. ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തു വിചാരിക്കുക, അത്ര കൊടുക്കേണ്ടിയിരുന്നില്ല, അതിൽ കുറച്ച് കുറക്കാമായിരുന്നു. അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തു, അതിൽ അല്ലെങ്കിൽ ഒരാളെ ദ്രോഹിച്ചു, കുറച്ചുകൂടി കൊടുക്കേണ്ടിയിരുന്നു അവൻ, എത്ര കുറച്ചത്. ഇതൊക്കെ മനസ്സിനെ കുറ്റപ്പെടുത്തലാണ്. ഇതൊക്കെ നമ്മൾ സ്ഥിരം അനുഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ശൈഖ് ഉത്തൈമീൻ പറഞ്ഞത്, നിനക്ക് നിന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഈ മൂന്ന് നഫ്സിനെയും അനുഭവിച്ചറിയാം. ഇനി മൂന്നാമത്തേത്, ഇതാണ് ഇപ്പൊ നമ്മളെ ചർച്ചയിലെ മുഖ്യ വിഷയം, അമ്മാറത്തും ബിസ്സു. തിന്മ ചെയ്യാൻ വേണ്ടി ധാരാളമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ്. ഇത് ഏത് പശ്ചാത്തലത്തിലാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി ഖുർആൻ അള്ളാഹു ഉദ്ധരിച്ചത് എന്നുകൂടി നേരത്തെ നമ്മൾ വിശദീകരിച്ചു, ഞാൻ ആവർത്തിക്കേണ്ടതില്ല. ആ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വ്യഭിചാരത്തിലേക്ക് തിന്മ ചെയ്യാൻ വേണ്ടി ഭരണാധികാരിയുടെ ഭാര്യ എന്ന് മാത്രമല്ല ആ ഭാര്യയുടെ ചില കൂട്ടുകാരികൾ കൂടി വിളിച്ചു വരുത്തി അവരുകൂടി വ്യഭിചാരത്തിന് യൂസുഫിനെ പ്രേരിപ്പിച്ച കാര്യങ്ങളൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഒരാൾ മാത്രമല്ല, കുറെ പെണ്ണുങ്ങൾ. അപ്പോഴാ പറയുന്നത് ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി. അപ്പൊ ഇവിടെ ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അള്ളാഹു ഏതൊരു നഫ്സിന് കരുണ കാണിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്തുവോ അത്തരം നഫ്സുകളല്ലാത്ത എല്ലാ നഫ്സുകളും എന്തായിരിക്കും? തിന്മ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അള്ളാഹു പ്രത്യേകമായ നിയമത്ത് ഫള് ഔദാര്യം കൊടുക്കുന്ന ചില ആളുകളുണ്ടാവും, അവരുടെ ഹൃദയത്തെ അള്ളാഹു സംരക്ഷിക്കും. മറ്റവർക്കോ അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണമല്ല, അത് അള്ളാഹിന്റെ ദ്രോഹമല്ല, ഇത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. മറ്റത് നേരത്തെ പറഞ്ഞതുപോലെ നിനക്ക് ഇന്ന മനസ്സുണ്ട്, ഈ മനസ്സ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്നൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ സ്വതന്ത്രമായി വിട്ടു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാകതയും. അപ്പോ ഒരാൾക്ക് തെരഞ്ഞെടുക്കാം, ഞാൻ ഈ മുത്തുമൈനെ തെരഞ്ഞെടുക്കണമോ അതല്ല അമ്മാറത്തും ബിസ്സുവിനെ തെരഞ്ഞെടുക്കണമോ അല്ല ലവ്വാമയെ തെരഞ്ഞെടുക്കണമോ. അപ്പൊ ഒരാളുടെ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഈ പ്രത്യേകമായ ഫള് അയാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്താ? അവന്റെ നഫ്സിന്റെ മനസ്സിന്റെ താല്പര്യങ്ങൾക്ക് പിന്നാലെയാണ് അവൻ പോകുന്നതെങ്കിൽ അവൻ അധപ്പതിച്ചു. അതല്ല, നഫ്സ് മുത്തുമൈനെയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അവന് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എത്താൻ സാധിക്കും. ഇനി ഈ ആയത്തിൽ അള്ളാഹു ഉപയോഗിച്ച വാക്ക് അറബി ഭാഷ അനുസരിച്ച് നമുക്കറിയാം, കൽപ്പിക്കുന്നത് എന്നതിന് ആമിറത്ത് എന്ന് പറഞ്ഞാൽ മതി. ഇന്ന നഫ്സ ആമിറത്തുൻ ബിസ്സൂഇ, തീർച്ചയായും മനസ്സ് തിന്മയെ പ്രേരിപ്പിക്കുന്നതാണ്, തിന്മക്ക് കൽപ്പിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ഇന്ന ബലപ്പെടുത്തണം, ഉറപ്പിച്ചു പറയണം, തീർച്ചയായും. പിന്നെ ഇന്ന നഫ്സല്ല അമ്മാറത്തുൻ, അവിടെ ല എന്നുണ്ട്, അത് വീണ്ടും തൗക്കീദിന് വേണ്ടിയാണ്, ഉറപ്പിച്ചു പറയാനാണ്. നിശ്ചയമായും പിന്നല്ല തന്നെ. ഇനി അമ്മാറ എന്നുള്ളത് ധാരാളമായി കൽപ്പിക്കുന്നതെന്നാണ്. അപ്പൊ ഈ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കണം. തീർച്ചയായും നഫ്സ് ധാരാളമായി തിന്മക്ക് കൽപ്പിക്കുന്നത് തന്നെയാകുന്നു. അപ്പൊ രണ്ട്
തൗക്കീദ് ബലപ്പെടുത്തലും പിന്നെ ഒരു കസ്റത്തിന്റെ കൂടുതൽ ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്ന ആമിറത്ത് എന്ന് പറയുന്നത് അമ്മാറ എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വാചകം ഇവിടെ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ, കുറച്ചൊന്നല്ല, ധാരാളമായി തിന്മക്ക് വേണ്ടി കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്ത് പറഞ്ഞ ഈ മനസ്സിന്റെ നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്നതിന്റെ സ്വഭാവം, അതിന്റെ പതിവ്, അതിന്റെ പ്രകൃതം, അത് തിന്മ ചെയ്യാൻ വേണ്ടി നിരന്തരമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. കാരണം മനസ്സിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഒരവസ്ഥയിലാണ്. ഒന്ന് നന്മയിലേക്ക് പോകാൻ, മറ്റൊന്ന് തിന്മയിലേക്ക് പോകാൻ. അപ്പോ ഇരുട്ടുമുണ്ട്, വെളിച്ചവുമുണ്ട്. ഇരുട്ടിനെ തെരഞ്ഞെടുത്താൽ പിശാചിന്റെ പിന്നാലെ പോകാം, അവനിൽ വിവേകം ബാക്കിയാവുകയില്ല, മറിച്ച് അവനിൽ വിവരക്കേടും അന്ധകാരവുമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിലേക്ക് അടുക്കാതെ അവന്റെ ദേഹേച്ഛയുടെ പിന്നാലെ പോകും. സൂറത്തുൽ ഖസസിലെ 50-ാമത്തെ ആയത്തിൽ ഫഇല്ലം യസ്തജീബൂ ലക അല്ലാഹു പറയാണ്, അവർ നിനക്ക് മറുപടി നൽകുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വന്ന പ്രവാചകന് ഈ പ്രബോധിത സമൂഹം ആരെയാണോ ക്ഷണിക്കുന്നത് ആ ആളുകൾ നീ പറയുന്ന ദഅവത്തിന് അള്ളാഹുവിലേക്കുള്ള വിളിക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും, ഖൈറിലേക്കുള്ള ക്ഷണത്തിന് ഉത്തരം ചെയ്യാത്തവരെ കുറിച്ച് നീ എന്ത് മനസ്സിലാക്കണം? അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവർ പിൻപറ്റുന്നത് അവരുടെ മനസ്സിന്റെ താൽപര്യങ്ങളെ മാത്രമാകുന്നു എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. ഇത് ഖൈറിലേക്ക് ക്ഷണിക്കാൻ വന്ന നബിയോട് അള്ളാഹ് പറഞ്ഞു കൊടുക്കാൻ, നീ ക്ഷണിക്കുന്നത് ഖൈറിലേക്കാണ്. പക്ഷെ ക്ഷണിക്കപ്പെടുന്ന ആളുകൾ ഖൈർ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവർക്ക് എന്താ കുഴപ്പം? അവർ നിന്റെ ഈ നഫ്സു മുത്മയിന്നത്തിന്റെ വശത്തേക്ക് അവർ വരുന്നില്ല, ഖൈറിന്റെ ഭാഗത്തേക്ക് അവർ വരുന്നില്ല, മറിച്ച് അവരുടെ നഫ്സിലുള്ള തിന്മയെ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന നഫ്സിന്റെ താൽപര്യങ്ങളെയാണ്, അതാണ് ഹവ, ദേഹേച്ഛ, ആ ഇച്ഛയാണ് അവർ പിൻപറ്റുന്നത് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തില്ലേ? അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾ ഇങ്ങോട്ടാ വരേണ്ടത് എന്ന് അള്ളാഹു കൽപ്പിക്കുന്നു, പറയുന്നു. അതിനാണ് പ്രവാചകന്മാരയച്ചത്, അതിനാണ് വേദഗ്രന്ഥം ഇറക്കിയത്, എല്ലാം വിശദീകരിച്ചു കൊടുത്തത്. പക്ഷെ അങ്ങോട്ട് വരാതെ ഒരാൾ തിരിഞ്ഞു പോകുന്നുവെങ്കിൽ അവന്റെ ഈ അമ്മാറത്തും ബിസ്സു, തിന്മ കൽപ്പിക്കുന്ന നഫ്സിനെ, അതിന്റെ താൽപര്യങ്ങളെ അവൻ പിൻപറ്റുന്നു. എന്നിട്ട് അള്ളാഹ് ചോദിക്കാൻ, വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹ്, ഈ പറയുന്ന അമ്മാറത്തും ബിസ്സു, തിന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന നഫ്സിന്റെ മനസ്സിന്റെ താൽപര്യങ്ങളെ പിൻപറ്റുന്നവനേക്കാൾ പിഴച്ച വല്ലവനും ഭൂലോകത്തുണ്ടോ? ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഹുദ കൂടാതെ. അപ്പൊ ആ ഹുദയെ അള്ളാഹു മാർഗദർശനം നൽകുന്നു. ആ മാർഗദർശനത്തിന്റെ പിന്നാലെ പോകാതെ ഇപ്പറയുന്ന ദുഷ്ടമനസ്സിന്റെ പിന്നാലെ പോകുന്നവനേക്കാൾ പിഴച്ചവൻ പിന്നാലെ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ ഒക്കെ മനസ്സിലുള്ള, എല്ലാ മനുഷ്യരുടെയും മനസ്സിലുള്ള തിന്മയിലേക്കുള്ള താൽപര്യത്തെ അല്ലെങ്കിൽ തിന്മ കൽപ്പിക്കുന്ന മനസ്സിന്റെ പിന്നാലെയാണ് ഒരുത്തൻ പോകുന്നതെങ്കിൽ അവനേക്കാൾ പിഴച്ച ഒരുത്തൻ ലോകത്തുണ്ടാവുകയില്ല. അപ്പൊ പിഴച്ച ആളുകളുണ്ടോ? അവർ അള്ളാഹു അവരുടെ മനസ്സിൽ നൽകിയിട്ടുള്ള രണ്ട് പ്രകൃതങ്ങളിൽ ഒന്നിനെ അവർ തെരഞ്ഞെടുത്തു. അള്ളാന്റെ കുഴപ്പമല്ല. ഇതാ നേരത്തെ പറഞ്ഞത്, മനുഷ്യൻ ഭൂമിയിൽ പരീക്ഷിക്കപ്പെടുന്നത് ഈ മേഖലയിലാണ്. എല്ലാവർക്കുമുള്ള പരീക്ഷണമില്ല. ഈ മനസ്സിന്റെ ഏത് വശത്തെ തെരഞ്ഞെടുക്കണം? ഇനി അപ്പൊ ഇവിടെ ഈ മനസ്സ് തന്നെ ലവ്വാമ, തിന്മ ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ കുറിച്ച് വേറെ ഖുർആനിൽ വന്നിട്ടുള്ള രണ്ടായത്തുകളിൽ വന്നിട്ടുള്ള ഒരേ കാര്യങ്ങളുണ്ട്. സൂറത്തുൽ ഹശർ, ജൂതന്മാരുമായി ഉണ്ടായ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ സൂറത്തുൽ ഹശറിന്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ വിശദീകരിക്കുന്നത്. അതിൽ മുഹാജിറുകളും അൻസാറുകളുമായ ആളുകളെ കുറിച്ച് ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. മുഹാജിറുകളെ സ്വീകരിച്ച് സഹായിച്ച് സ്വന്തം ഉള്ള വസ്തുക്കൾ സ്വയം ആവശ്യമുണ്ടായിട്ട് പോലും അത് മുഹാജിറുകൾക്ക് വീതിച്ചു കൊടുത്ത ആളുകളാണ് അൻസാരികൾ. ആ കാര്യം പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു പറയാണ്, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വിജയം കിട്ടുക ആർക്കാണ്? നേരത്തെ പറഞ്ഞ രണ്ട് മനസ്സുണ്ട്. രണ്ടാമത്തെ മനസ്സ് ആക്ഷേപകരമായ മനസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മനസ്സിന്റെ മറ്റൊരു സ്വഭാവം എന്താണ്? ശുഹ്, പിശുക്ക്, ലുബ്ദ്. മലയാളത്തിൽ ഇപ്പം ബുഖ്ല് എന്നാലും ശുക്ക് എന്നാലും പിശുക്ക്, ലുബ്ദ് എന്നേ പറയുള്ളൂ. എന്നാൽ അറബിയിൽ ബുഖ്ല് എന്ന് പറയുന്നതും ശുഹ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇവിടെ അള്ളാഹ് പറയാണ്, ഇവിടെ മുഹാജിറുകളെ അൻസാറുകൾ അകമഴിഞ്ഞ് സഹായിച്ചു എന്നാൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ള ആളുകൾ രണ്ടിൽ ഒരു ഭാര്യയെ തലാക്ക് ചൊല്ലി മുഹാജിറുകൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക വരെ ചെയ്തു. ഇതിനെ എടുത്തോന്നല്ല, അത് ചരിത്രം പരിശോധിച്ചാലോ, രണ്ട് പെണ്ണുള്ള ഒരുത്തന്നെ ഒന്നേ വേണ്ട വിചാരിക്കും, അല്ലെ ഒന്നും ഇഷ്ടണ്ട, എന്നാ ഇതിനാണ് എനിക്ക് തരാം എന്നല്ല. എനിക്ക് രണ്ട് ഭാര്യയുണ്ട്, ഈ രണ്ട് ഭാര്യമാരിൽ നിനക്കാരെയാണ് വേണ്ടത്, അവളെ ഞാൻ നിനക്ക് തലാക്ക് ചൊല്ലി എന്ത് കഴിഞ്ഞ കല്യാണം കഴിച്ചതാണ്. അത് പറയണമെങ്കിൽ എന്തൊരു മനസ്സ് വേണം. ഇവന് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ രോഗിയായതോ സുഖമില്ലാത്തതോ അല്ലെ സൗന്ദര്യമില്ലാത്തതോ
സ്വത്തില്ലാത്തതോ തറവാടിത്തല്ലാത്തതൊന്നുമല്ല. എന്റെ ഭാര്യമാരിൽ നിനക്കിഷ്ടപ്പെട്ട നിനക്ക് കല്യാണം കഴിച്ചത്. സ്വത്തിൽ മരിച്ചാൽ മക്കൾക്കും ബന്ധുക്കൾക്കും അനന്തര സ്വത്തിൽ അവകാശമുള്ളതുപോലെ ഇവർക്കും അനന്തരം കൊടുക്കേണ്ടി വരുമോ അല്ലെങ്കിൽ കൊടുക്കേണ്ടതുണ്ടോ എന്നുപോലും ആഗ്രഹിക്കുന്ന തലത്തിൽ അവർ അൻസാറുകൾ മുഹാജിറുകളെ സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങനെ അകമഴിഞ്ഞ് സഹായിച്ചിടത്താണ് ഖുർആൻ പറയുന്നത് വമൻ യൂഖ ശുഹ നഫ്സിഹി, തന്റെ മനസ്സിന്റെ ശുഹിലെ തൊട്ട് ആർക്ക് വികായത്ത് പ്രൊട്ടക്ഷൻ നൽകപ്പെട്ടുവോ. അപ്പൊ മനസ്സിലുള്ള ഈ ശുഹ് എന്ന് പറയുന്ന, അത് പിന്നെ വിശദീകരിക്കാം, ശുഹ് എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് ആർക്ക് സംരക്ഷണം നൽകപ്പെട്ടുവോ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അപ്പോൾ അക്കൂട്ടർ അവർ തന്നെയാകുന്നു വിജയികൾ. അങ്ങനെ പറഞ്ഞാൽ അവരെ വിജയികളായുള്ളൂ, വേറെ ആർക്കും വിജയം വരിക്കാൻ സാധിക്കില്ല എന്നാണ് അറബി ഭാഷാ പ്രയോഗം അനുസരിച്ച്. ഫഉലൈക മുഫ്ലിഹൂൻ അല്ല, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അക്കൂട്ടർ അവർ തന്നെയാകുന്നു വിജയികൾ എന്ന് പറഞ്ഞാൽ വേറെ വിജയികളില്ല. അപ്പൊ വിജയം വരിക്കണമെങ്കിൽ മനുഷ്യന്റെ മനസ്സിലുള്ള ശുഹ് എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് മനസ്സിന് സംരക്ഷണം കിട്ടണം. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സൈദി, സൗദി അറേബ്യയിൽ ജീവിച്ച് മരിച്ചുപോയ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ, ഷെയ്ഖ് ഉത്തൈമീൻ, ഇവരൊക്കെ ഗുരുനാഥനാണ്. ഈ സൈദി ഇവിടെ പല സ്ഥലത്ത് തഫ്സീർ കാണാം, അറബിയിൽ തഫ്സീർ. ആ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, എന്താണ് ശുഹ് എന്ന് പറഞ്ഞാൽ വെറും പിശുക്കല്ല. അങ്ങോട്ട് കൊടുക്കാൻ ബാധ്യതപ്പെട്ട കാര്യങ്ങൾ കൊടുക്കാതിരിക്കാൻ ആഗ്രഹിക്കുകയും, അതായത് മറ്റുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കേണ്ട സാമ്പത്തികമായ സഹായങ്ങളും, സാമ്പത്തികം മാത്രമല്ല അല്ലാതല്ല, ഒരുത്തനൊന്ന് കൈ പിടിച്ചു കൊടുക്കുക, ഒന്ന് വാഹനത്തിൽ കയറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇറക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ചുമടെടുത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ആശുപത്രി കൊണ്ടുപോയാക്കുക, തിരിച്ചു കൊണ്ടുവരിക, ഇതൊക്കെ സഹായമാണല്ലോ. അങ്ങനെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ താല്പര്യക്കുറവ്, അതായത് അങ്ങോട്ട് കൊടുക്കേണ്ടതിൽ താല്പര്യമില്ലായ്മ. എന്നാൽ വൽ ഹിർസു അലൽ ഹഖില്ലദീ ലഹു, ഇങ്ങോട്ട് കിട്ടേണ്ട കാര്യത്തിൽ അത്യാർത്തി. ഇങ്ങോട്ടുള്ളതൊക്കെ കിട്ടണം, അത് അരപ്പൈസ കുറഞ്ഞാൽ പിടിച്ചു വാങ്ങും, ചീത്ത പറയും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങോട്ട് കിട്ടാനുള്ളതിൽ അത്യാർത്തി പുലർത്തുകയും അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യങ്ങളിൽ താല്പര്യക്കുറവുണ്ടാവുകയും ചെയ്യുക. ഇതാണ് ശുഹ്. മറ്റേ പറഞ്ഞ സാധാരണ ഫിസ്കല്ല. നമ്മൾ പറയില്ല അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തെന്നൊക്കെ പറഞ്ഞ ആൾക്കാരല്ലേ, അതെന്താ, അത് ഓന്റെ കാര്യത്തിൽ ചെലവഴിക്കേണ്ടൊക്കെ. എന്നാൽ അതിനേക്കാൾ അപ്പുറത്താണ് ഇത്. രണ്ട് രോഗമാണ്. ഒന്ന് അങ്ങോട്ട് കൊടുക്കാൻ താല്പര്യമില്ല, ഇങ്ങോട്ട് കിട്ടേണ്ടതൊക്കെ അതിൽ കണിശത പാലിക്കുകയും ആർത്തിയും കാണിക്കുന്നു. അത് എങ്ങനെ കിട്ടണോ അതിനൊക്കെ വഴി നോക്കും. ഇതിനാണ് ശുഹ് എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വിജയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ക്ലിപ്തപ്പെടുത്തി പറഞ്ഞത് നഫ്സ് ഇപ്പറയുന്ന ശുഹിൽ നിന്ന് രക്ഷപ്പെടുക എന്നതിൽ മാത്രമാണ്. ഇതില്ലെങ്കിൽ രക്ഷല്ല. ഇനി ശുഹ് എന്നതിനെ ഒന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നു. മനസ്സിന് തടയപ്പെട്ടതെന്തോ അത് കിട്ടാൻ വേണ്ടി കൊതിക്കുക, ആ താല്പര്യങ്ങളിൽ എന്തൊക്കെയുണ്ടോ അതിനോട് ആർത്തി കാണിക്കുക. തനിക്ക് ഉയർച്ച ഉണ്ടാകണം, അല്ലെങ്കിൽ സമ്പത്ത്, അല്ലെങ്കിൽ സ്ഥാനം, അല്ലെങ്കിൽ വീട്, അല്ലെങ്കിൽ ഭക്ഷണം, അല്ലെങ്കിൽ പാനീയം, അല്ലെങ്കിൽ വസ്ത്രം, ഇതൊക്കെ അദ്ദേഹം എണ്ണി പറയുന്നു. ഇതിൽ നിന്നൊക്കെ തനിക്ക് കിട്ടേണ്ടത് മാത്രമല്ല, കിട്ടേണ്ടതിനപ്പുറത്ത് ഇനി വിലക്കപ്പെട്ട കാര്യങ്ങൾ കൂടി. മനസ്സിന്റെ എല്ലാ താല്പര്യങ്ങൾക്കും പിന്നാലെ പോകാൻ പാടില്ലല്ലോ, അതാണ് ദേഹേച്ഛയെ പറയുന്നത്. അപ്പോ അങ്ങനെയുള്ളതൊക്കെ വിലക്കപ്പെട്ടത് കൂടി കിട്ടാൻ വേണ്ടി ഉള്ള മനസ്സിന്റെ അത്യാർത്തി, അതും ഈ ശുഖാണ്. നേരത്തെ പറഞ്ഞ മറ്റൊരു വിശദീകരണമാണ്. ഇങ്ങനെയുള്ള ആർത്തി ഏതൊരാൾക്ക് ഇല്ലാതിരിക്കുന്നുവോ, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള വികായത്ത് പ്രൊട്ടക്ഷൻ ആർക്ക് നൽകപ്പെടുന്നുവോ, അതാണ് യൂഖ, ആർക്ക് വികായത്ത് നൽകപ്പെടുന്നുവോ അവർ മാത്രമാകുന്നു വിജയിച്ചവർ. ഇനിയിപ്പോ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മനസ്സിൽ ഈ പറയുന്ന ശുഹ് എന്ന ബോധം, അങ്ങോട്ട് കൊടുക്കാനുള്ളതിൽ താല്പര്യക്കുറവും ഇങ്ങോട്ട് കിട്ടാനുള്ളതിൽ അത്യാർത്തിയും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ടോ, എങ്കിൽ നമുക്ക് പരിപൂർണമായ വിജയം നേടാൻ സാധിക്കുകയില്ല. അത് ഗുരുതരമായാലോ തീരെ വിജയം നേടാൻ സാധിക്കുകയില്ല. എന്നാൽ അദ്ദേഹം വീണ്ടും പറയണം, ആരാണോ മനസ്സിനെ ഈ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കുകയും മനസ്സിനെ കീഴ്പ്പെടുത്തുകയും അള്ളാഹു അനുവദിക്കുകയും അതുപോലെ തന്നെ ഹലാലാക്കുകയും അനുവാദം നൽകുകയും ചെയ്തിട്ടുള്ളതിൽ മാത്രം നഫ്സിനെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നുവോ അത് തന്നെയാണ് വിജയം. അതിനപ്പുറത്ത് വിജയം കിട്ടൂല. ഈ പറഞ്ഞതൊക്കെ ഷെയ്ഖ് സഅദി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇതേ കാര്യം ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയും, സൂറത്തുൻ നിസാ 128 ആയത്ത്. അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയാം. ഭർത്താവിൽ നിന്ന് അനുസരണക്കേട് അല്ലെങ്കിൽ തിരിഞ്ഞുകളയൽ,
അങ്ങനെയുള്ള എന്തെങ്കിലും ഭാര്യ ഭയപ്പെടുകയാണെങ്കിൽ, എന്നാൽ ഭർത്താവിന്റെ കൂടെ ശരിയായി പോകാൻ കഴിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സുഖം ഉണ്ടാകുമല്ലോ. ഇവിടെ ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ രണ്ടുപേർക്കും പരസ്പരം സുൽഹ് ആകുന്നതിൽ കുറ്റമില്ല. അപ്പൊ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ പടി എന്താ? ഒന്നാമത്തെ പടി തെറ്റി പോലല്ല, രണ്ടാമത്തെ പടി തലാഖല്ല. എന്താ ഫസ്റ്റ് സ്റ്റെപ്പ്? സുൽഹ് ഉണ്ടാക്കാൻ പറ്റും നോക്കുക. അപ്പൊ ആ സുൽഹ് ഉണ്ടാക്കുന്നതിൽ അവർക്ക് കുഴപ്പമില്ല. കണക്കുണ്ട്, തിരിഞ്ഞുകളയിലുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും സുൽഹ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് പറയാണ് വസ്സുൽഹു ഖൈറുൻ. സുൽഹ് എന്ന് പറയുന്നത് ഖൈറായ ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ വാക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഉഹ്ളിറത്തിൽ അൻഫുസു അശ്ശുഹ. അപ്പൊ പ്രശ്നമുണ്ടായാൽ സമാധാനം, പരസ്പരം വിയോജിപ്പുണ്ടായാൽ അവിടെ സുൽഹ്, സന്ധി ഉണ്ടാക്കുക, അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ വഉഹ്ളിറത്തിൽ അൻഫുസു അശ്ശുഹ, മനുഷ്യന്റെ മനസ്സുകളിൽ നേരത്തെ പറഞ്ഞ ആ ശുഹ് എന്ന് പറയുന്ന ചീത്ത ചിന്ത അത് ഹാജരാക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ എല്ലാവരും മനസ്സിലും എന്തുണ്ട്? നേരത്തെ പറഞ്ഞ അമ്മാറത്തുൻ നഫ്സിന്റെ പുറമെ ഈ പറയുന്ന ശുഹ്, അങ്ങോട്ട് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുകയും ഇങ്ങോട്ട് കിട്ടേണ്ടതൊക്കെ വലിച്ചു കൊണ്ടുവരാനുള്ള ആർത്തിയും മനുഷ്യന്റെ മനസ്സിലുണ്ട്. ഇവിടെ സുൽഹുമായി ബന്ധപ്പെട്ട്, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഖുർആൻ ഇത് പറയുന്നത്. വിട്ടുകൊടുക്കാത്ത, അല്ലെങ്കിൽ സുൽഹിന് എന്ന ഖൈറിനെ തെരഞ്ഞെടുക്കാത്ത, പ്രശ്നത്തെ രൂക്ഷമാക്കുന്ന അങ്ങനെയുള്ള ഒരു തരം ശുഹ് മനസ്സുകളിൽ ഹാജരാക്കപ്പെട്ടിരിക്കുന്നു. ആരാ ഹാജരാക്കി? അള്ളന്നെ. അതെന്തിനാ? മനുഷ്യനെ പരീക്ഷിക്കാൻ. അല്ലെ പിന്നെ എല്ലാവരും നന്നാവില്ല. എന്നാ പിന്നെ സ്വർഗത്തും നരകത്തും ആവശ്യമില്ല, മനുഷ്യന് ബുദ്ധി കൊടുത്തതിലൊരു ആവശ്യമില്ല. മൃഗത്തെ പോലെ അങ്ങനെ ഒറ്റ റൂട്ട് പോവുക അല്ല. മനുഷ്യനെ ദുനിയാവിൽ അള്ളാഹു സൃഷ്ടിച്ചത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്ന ആളുകൾക്കാണ് നാളെ സ്വർഗം, പരാജയപ്പെടുന്നവർക്കാണ് നരകം. ഇതൊക്കെ അള്ളാഹു മനുഷ്യരോട് തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മൂന്നാമതൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, കുല്ലുന്നാസ്, എല്ലാ മനുഷ്യന്മാരും യഗ്ദു, രാവിലെ പുറപ്പെടും. യഗ്ദു എന്ന് പറഞ്ഞാൽ രാവിലെ പോകാനാ പറയാം. അവിടെ രാവിലെ ആയാലും വൈകുന്നേരം, ഏത് സമയത്തിന്റെ പരിഗണന ഇല്ലാതെ എപ്പോൾ പുറപ്പെടുന്നതിനും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അടിസ്ഥാനപരമായ വാക്കതാണ്. സാധാരണ എല്ലാവരും പുറപ്പെടുക രാവിലെയാണ്. കുല്ലുന്നാസി യഗ്ദു, എല്ലാവരും രാവിലെ പുറപ്പെടുന്നു. ഫബാഇഉൻ നഫ്സഹു, എന്നാൽ എല്ലാവരും അവനവന്റെ ജോലി, കാര്യങ്ങൾ, കൃഷി, കച്ചവടം എന്താണോ എന്തെങ്കിലും ഏർപ്പാട് ചെയ്താലേ ഒന്നുമില്ലാത്ത വെറുതെ അങ്ങാടിയിലേക്ക് എന്താണെങ്കിലും ശരി രാവിലെ പുറപ്പെടുന്നു എല്ലാവരും. എന്നിട്ട് രണ്ട് തരക്കാരാണ്. ഫബാഇഉൻ നഫ്സഹു, അവൻ വീട് വിട്ട് എങ്ങോട്ടാണോ പോയത്, പോയിട്ട് അവന്റെ നഫ്സിനെ, അവന്റെ മനസ്സിനെ കച്ചവടം ചെയ്യുന്നവൻ, മനസ്സിനെ വിൽക്കുക. എന്നിട്ടോ വിൽക്കുന്ന കൂട്ടത്തിൽ രണ്ട് തരക്കാരുണ്ട്. ഫമുഅ്തിഖുഹ, സ്വന്തം നഫ്സിനെ വിറ്റ് നഫ്സിനെ മോചിപ്പിക്കുന്ന ആളുകൾ. മറ്റൊരു കൂട്ടർ ഔ മൂബിഖുഹ, അല്ലെങ്കിൽ വിറ്റ് തന്റെ നഫ്സിനെ വിറ്റ് ആ നഫ്സിനെ നശിപ്പിക്കുന്നവർ. മൂബിഖാൽ മൂബിഖാത്ത്, സബുൽ മൂബിഖാത്തില്ല, ആ മൂബിഖാത്ത് നശിപ്പിക്കുന്ന ആളുകൾ. അപ്പൊ സ്വന്തം നഫ്സിനെ കൊണ്ടുപോയി വിറ്റ് നഫ്സിനെ മോചിപ്പിക്കുന്നവരും മറ്റൊരു കൂട്ടർ അതിനെ നശിപ്പിക്കുന്നവരും രണ്ട് തരം ആളുകളാണ് മനുഷ്യന്മാർ മൊത്തത്തിൽ. കുല്ലുന്നാസി യഗ്ദു, എല്ലാ മനുഷ്യരും രാവിലെ പോകുന്നു. എന്നിട്ട് ഈ രണ്ട് തരക്കാരും. അപ്പൊ ഈ ഹദീസിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇവിടെയും എന്തുണ്ട്? നേരത്തെ പറഞ്ഞ അമ്മാറത്തും ബിസുണ്ട്, പിന്നെ ശുഹ്റുണ്ട്. അതിനു പുറമെ മനുഷ്യനെ ഒന്നടങ്കം നശിപ്പിച്ചു കളയുന്ന തരത്തിലുള്ള വികാരങ്ങളും ചിന്തകളും മനുഷ്യനിൽ ഉണ്ട്. അപ്പൊ സ്വന്തത്തെ നശിപ്പിക്കാൻ തന്നെ അവന്റെ നഫ്സ് കാരണക്കാരനാകുന്നു. പിന്നെ ആദ്യം പറഞ്ഞ നഫ്സുൽ മുത്മയിന്ന, ശാന്തമാകുന്ന മനസ്സ്, അതാണ് ആദ്യം പറഞ്ഞത്. സ്വന്തം നഫ്സ് സ്വന്തത്തെ രക്ഷപ്പെടുത്തുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്? മുഅ്തിഖുഹ, മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം എന്താ? അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ശാന്തമായി ജീവിച്ച് സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ചില മനുഷ്യന്മാർ. അത് ആദ്യം പറഞ്ഞ മുത്മയിന്നയുടെ ഭാഗമാണ്. രണ്ടാമത് പറഞ്ഞത് എളുപ്പം ചർച്ച ചെയ്ത് കൊടുക്കണം. മൂന്നാമത്തെ അമ്മാറത്തും ബിസു, അവൻ രാവിലെ വീട് വിട്ടു പോകുന്നു, അല്ലെങ്കിൽ എവിടെന്നാണോ അവനവൻ പുറപ്പെടുന്നു. എന്നിട്ട് അവന്റെ നഫ്സിനെ അവൻ വിറ്റ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഒന്നെ വിറ്റിട്ടോ നരകത്തിലേക്ക് പോവുകയാണ്. അതാണ് അവനെ തന്നെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അവൻ ഈ പറഞ്ഞ അള്ളാഹുവിന്റെ ഖൈറിലേക്ക് പോകുന്നില്ല. മനസ്സിൽ തോന്നിപ്പിക്കുന്ന തിന്മയിലേക്കും തെറ്റായ പ്രവർത്തനങ്ങളിലേക്കും ശിർക്കടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോയി അവൻ നിന്ദ്യനായി ജീവിച്ച് അവൻ അള്ളാഹുവിന്റെ കോപത്തിനും ശിക്ഷക്കും അവൻ തന്നെ വിധേയനാക്കി അവൻ തന്നെ നശിപ്പിക്കുന്നു. ഇപ്പറഞ്ഞതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മനുഷ്യൻ രണ്ട് തരത്തിലാണ് എന്ന് മനസ്സിലാക്കാം. ഒരു കൂട്ടർ നഫ്സിനെ കീഴ്പ്പെടുത്തി, അതായത് അമ്മാറത്തും ബിസു, നഫ്സിലുള്ള അമ്മാറത്തും ബിസുവിനെ, തിന്മയെ പ്രേരിപ്പിക്കുന്ന വശത്തെ പരാജയപ്പെടുത്തി നഫ്സും മുത്മയിന്ന, ശാന്തമായ മനസ്സിനെ നേടിയെടുക്കാൻ കഴിയുന്ന ആളുകൾ. മറ്റൊരു കൂട്ടർ അമ്മാറത്തും ബിസുവിനെ തെരഞ്ഞെടുക്കുകയും മുത്മയിന്നനെ പരാജയപ്പെടുത്തുകയും കൊണ്ട് ജീവിക്കുന്നവർ.
ആദ്യത്തെ ആളുകൾ അള്ളാഹു പ്രവാചകനും ഖുർആാനും പഠിപ്പിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് അവർ ഖബറിലും ഖബറിന്റെ ശേഷം പരലോകത്തും ശാന്തമായ അവസ്ഥയിലേക്ക് പോകുന്നു. നഫ്സിന് കീഴ്പ്പെട്ടവർ, അതായത് മനസ്സിന് താല്പര്യമെന്തോ അതിനനുസരിച്ച് പോയ ആളുകൾ അവരെ തന്നെ നശിപ്പിച്ചു. അപ്പൊ അവര് അള്ളാഹുവിന്റെ മാർഗത്തിന് എതിരായ, മനസ്സ് തന്നെ തോന്നിപ്പിക്കുന്ന ഹൈറിനെതിരായ വഴിയിലൂടെ സഞ്ചരിച്ച് സ്വന്തത്തെ വിറ്റ് നരകത്തിന് കൊടുത്ത് അങ്ങനെ നഷ്ടകാരികളായി തീരുന്നു. അപ്പോ വിജയിപ്പിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മുടെ ഈ മനസ്സിനെ നമ്മൾ എങ്ങനെ തെരഞ്ഞെടുക്കുന്നുവോ അതിനനുസരിച്ചാണ്. ഇത് നേരത്തെ ഷെയ്ഖ് ഉസൈമീന്റെ തഫ്സീർ നമ്മൾ ആദ്യം വായിച്ചത് നാസിയാത്തിലായത്. അള്ളാഹ് പറയാണ്, ഫഅമ്മാമൻ തഗ വആതറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ. ആരാണോ പരിധി വിട്ടുകടന്നത്, അള്ളാഹു നിശ്ചയിച്ച വേലിക്കെട്ടുകളുണ്ട്, വരമ്പുകളുണ്ട്, അതിരുകളുണ്ട്, ആ അതിർത്തികൾ വിട്ടുകടന്ന് പോകുന്നവനാരോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ, ഹുദൂദുകൾ അതിനപ്പുറത്തേക്ക് ചാടിക്കടക്കുന്നവരാര്. ആഖറൽ ഹയാത്തദ് ദുനിയ, പോകരുതെന്ന് പറഞ്ഞിടത്തേക്ക് പോയി ഈ ജീവിതത്തെ, ഈ ദുനിയാവിലെ ജീവിതത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്തവനാരോ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ, തീർച്ചയായും അവന്റെ സങ്കേതം, അവന്റെ മഅ്വ എന്ന് പറഞ്ഞാൽ ഷെൽട്ടർ എന്നാണ്, അവന്റെ ഷെൽട്ടർ, അവന്റെ അഭയസ്ഥാനം, സങ്കേതം അത് നരകം തന്നെയാകുന്നു. അപ്പൊ അള്ളാഹു കൊണ്ടുപോയി ചാടിക്കല്ല. എന്താ പറയുന്നത്? ആരാണോ അതിര് വിട്ടുകടന്ന് ദുനിയാവിലെ ജീവിതത്തെ തെരഞ്ഞെടുത്തവൻ എന്ന് പറഞ്ഞാൽ എന്തിനെ തെരഞ്ഞെടുത്തു? നേരത്തെ പറഞ്ഞ അമ്മാറത്തും ബിസ്സൂഇനെ തെരഞ്ഞെടുത്തവൻ, അവന്റെ സങ്കേതം നരകമാണ്. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, എന്നാൽ ആരാണോ തന്റെ റബ്ബിന്റെ മഖാമിനെ തെരഞ്ഞെടുത്തവൻ. മഖാം എന്ന് പറയുമ്പോൾ ജാറാന്ന് വിചാരിക്കേണ്ട, സാധാരണ മലയാളിക്ക് മഖാം എന്നല്ല ജാറാന്നേ മനസ്സിലാവുള്ളൂ. സി എം മഖാം എന്നൊക്കെ പറഞ്ഞാൽ മഖാം എന്ന് എന്താ അർത്ഥം? മഖാം എന്ന് പറഞ്ഞാൽ സ്ഥാനം, പദവി, നിലകൊള്ളുന്ന ഇടം, നിൽക്കുന്ന സ്ഥലം എന്നൊക്കെ അർത്ഥം. തന്റെ റബ്ബിന്റെ മഖാമിനെ, അള്ളാഹുവിന്റെ സ്ഥാനത്തെ, പദവിയെ ആര് പേടിക്കുന്നുവോ, അള്ളാഹുവിന്റെ സന്ദനാൽ അള്ളാഹുവിന്റെ കേൾവി, കാഴ്ച, അറിവ്, ഇത് നമ്മളെടുത്തുണ്ട്. അതിന്റെ വലയത്തിന്റെ ഉള്ളിലാണ് ഈ ലോകം മുഴുവൻ. അള്ളാഹുവിന്റെ കേൾവി, അള്ളാഹുവിന്റെ കാഴ്ച, അള്ളാഹുവിന്റെ അറിവ്, അതിന്റെ പുറത്ത് കടക്കാൻ ലോകത്തൊരു സാധനത്തിനും കഴിയില്ല. അപ്പൊ എന്താ? അത് അള്ളാഹിന്റെ മഖാമാണ്. അള്ളാഹുവിന്റെ കേൾവി എന്ന സ്ഥാനം, കാഴ്ച എന്ന സ്ഥാനം, അള്ളാഹ് കാണാതെ, കേൾക്കാതെ, അറിയാതെ ഒരു പൊടി അനക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പൊ ആ പദവിയെ, സ്ഥാനത്തെ ആര് പേടിക്കുന്നുവോ, എന്ത് ചെയ്യുമ്പോഴും അള്ളാഹു കാണും, എന്ത് പ്രവർത്തിച്ചാലും അള്ളാഹു അറിയും, എന്ത് പ്രവർത്തിച്ചാലും അള്ളാഹു കേൾക്കും എന്ന കാര്യബോധത്തോടുകൂടി ഒരുത്തൻ ജീവിക്കുകയും വനഹൻ നഫ്സ അനിൽ ഹവ, നേരത്തെ പറഞ്ഞ ആ നഫ്സിൽ നിന്ന്, മനസ്സിൽ നിന്ന്, മനസ്സിന്റെ താൽപര്യത്തെ, മനസ്സ് നമ്മോട് തോന്നിപ്പിക്കുന്ന തിന്മയിലേക്കുള്ള താൽപര്യങ്ങളെ നഹ, തടയാനും ആർക്ക് സാധിക്കുന്നുവോ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവന്റെ സങ്കേതം അത് ജന്നത്താകുന്നു, സ്വർഗമാകുന്നു. അപ്പൊ എന്താ? മനുഷ്യന് വിട്ടുകൊടുത്തു രണ്ട് വഴി. എന്റെ മനസ്സിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഇരുട്ടിന്റെ വഴിയാണ്, മറ്റത് വെളിച്ചത്തിന്റെ വഴിയാണ്. വെളിച്ചത്തിന്റെ വഴി സ്വീകരിക്കുന്നുവോ നിനക്ക് സ്വർഗത്തിലേക്ക് എത്താം, ഇരുട്ടിന്റെ വഴിക്ക് പോകുന്നുവോ നിനക്ക് നരകത്തിലേക്ക് എത്താം. ഈ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നുണ്ടോ? അതിനാണ് ആദ്യം പറയുന്ന നഫ്സു മുത്മഇന്നയെ, അതിന്റെ പിന്നാലെ പോവുകയും അത് സ്വീകരിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ, അമ്മാറത്തും ബിസ്സൂഇനെ പരാജയപ്പെടുത്തി സംസ്കരിച്ച് ശുദ്ധീകരിച്ചെടുത്താൽ നമുക്ക് ശരിയായ അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കും. രണ്ട് തരം പ്രേരണ നമ്മുടെ ഹൃദയത്തിലുണ്ട്, രണ്ട് പ്രേരണ. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ വനഫ്സിൻ വമാ സവ്വാഹ. അല്ലാഹു ഖുർആനിൽ സത്യം ചെയ്ത് പറയാണ്, വനഫ്സിൻ വമാ സവ്വാഹ. നഫ്സാണ് സത്യം, മനസ്സാണ് സത്യം. വമാ സവ്വാഹ, ആ നഫ്സിനെ ശരിപ്പെടുത്തിയ എന്ന് പറഞ്ഞാൽ അതിനെ എന്തൊക്കെ വേണമോ ആ നിലക്ക് അതിനെ ശരിപ്പെടുത്തി പാകപ്പെടുത്തി സൃഷ്ടിച്ചതേതോ, ആ ശക്തി ഏതോ അവനാണ് സത്യം. എന്നിട്ട് എന്ത് പറയുന്നത്? വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. നഫ്സ് എല്ലാ മനുഷ്യർക്കും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. നഫ്സിനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, അതിനെ പാകപ്പെടുത്തിയത് അള്ളാഹുവാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ആ നഫ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തിരിക്കുന്നു ഫുജൂറഹ. ഫുജൂർ, തമ്മാടിത്തം, തോന്നിവാസം ചെയ്യുക എന്നതിനെ. അപ്പൊ തിന്മണ്ട്, അതിലേക്ക് വേണം പോകാം, അത് അള്ളാഹു മനസ്സിൽ തോന്നിപ്പിച്ചതാണ്. വതഖ്വാഹ, എന്നാൽ മനസ്സിന്റെ തഖ്വ, സൂക്ഷ്മത, തിന്മയെ സൂക്ഷിക്കുക, ശൈത്താനെ പിടിക്കുക, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ മാർഗത്തിൽ ജീവിക്കുക എന്ന തഖ്വ ഒരു ഭാഗത്തുണ്ട്. മറ്റൊരു ഭാഗത്ത് തമ്മാടിത്തത്തിലേക്ക് പോകാൻ രണ്ടിന്റെയും ഇൽഹാ, രണ്ടിന്റെയും പ്രേരണ അള്ളാഹു നഫ്സിന് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളെ ആരാണ് അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നന്നായി നിങ്ങളിൽ പ്രവർത്തിക്കുന്നവരാര് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത് എന്നല്ല പറഞ്ഞത്. അപ്പൊ മനുഷ്യനെ ഈ പറയുന്ന 3 തരം സാധനങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു നഫ്സുമായി ഈ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചിട്ടുള്ളത്. ഈ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും, സാധിക്കാത്തവരുമുണ്ട്. അപ്പോ നിങ്ങൾ എന്ത് തെരഞ്ഞെടുക്കുന്നു? അതിലേക്ക് പോകുക.
പോകും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇവിടെ ചെയ്യേണ്ടത് എന്താ? സിർത്താവിനെ അംഗീകരിച്ച് അള്ളാഹു ഹൃദയത്തിൽ തോന്നിപ്പിച്ചിട്ടുള്ള ആ തഖ്വയുടെ വശത്തെ നഫ്സും മുത്മഇന്നയെ തെരഞ്ഞെടുത്ത് മറ്റതിനെ പരാജയപ്പെടുത്തി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കത്തിൽ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, മനുഷ്യൻ രണ്ടവസ്ഥകളിലേക്ക് എറിയപ്പെട്ടവനാണ്. ഒന്ന് നന്മയുടെ വശം, അതായത് അള്ളാഹുവിന്റെ ഭാഗം, അത് വേണമെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. ഇപ്പുറത്ത് വേർന്നുണ്ട് അള്ളാഹു തന്നെ ബോധ്യപ്പെടുത്തിയ ശൈത്താൻ, തിന്മ, അമാറത്തും ബിസ്സൂ, നേരത്തെ പറഞ്ഞ ഷുഹ്, അതുപോലെ തന്നെ സ്വന്തം നഫ്സിനെ നശിപ്പിക്കുന്ന അവസ്ഥ, ഇതൊക്കെ മറുഭാഗത്ത്. ഇത് രണ്ടിനും ഇടയിലാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ ശത്രുവിനെ പരാജയപ്പെടുത്താൻ എന്ത് ചെയ്യണം? ഈ അമ്മാറത്തും ബിസ്സുവിനെ പരാജയപ്പെടുത്തണം. എന്നിട്ട് നമുക്ക് തഖ്വയുടെ വശത്തിലേക്ക് പോകാൻ സാധിക്കണം. ഇതില്ലെങ്കിൽ എന്താവും? പരാജിതരാവും. അപ്പോൾ അവിടെ ചോദ്യം ഉണ്ടാവും. ഒരു പണ്ഡിതൻ വിശദീകരിച്ചത് രസകരമായ അവതരണമാണ്. അതായത് മനുഷ്യരങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്. ശൈത്താൻ അപ്പുറത്ത്, വേണമെങ്കിൽ അങ്ങോട്ട് വാ, ഇപ്പുറത്ത് അള്ളാന്റെ വഴി. ശൈത്താൻ വിളിക്കുന്നു, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. അപ്പൊ അങ്ങനെ പോയാൽ ഇവിടെ ഈ ശൈത്താനിലേക്ക് പോയവൻ എങ്ങനെയാണ് കുറ്റക്കാരനാവുക? ഏതുപോലെ ആടിന്റെ അടുത്ത് ഇടയനുണ്ട്, ഇടയന്റെ ആടിന്റെ അപ്പുറത്ത് ചെന്നായുണ്ട്. അപ്പൊ ഈ ആടിനെ ചെന്നായ പിടിച്ചു എങ്കിൽ ചെന്നായല്ലേ കുറ്റക്കാരൻ? ആട് എങ്ങനെയാണ് കുറ്റക്കാരനാവുക? കാരണം ആടിനെ നന്നായി പിടിച്ചാണ്. അപ്പൊ അതുപോലെ നമ്മെ ശൈത്താൻ പിടിച്ചു കൊണ്ടുപോയാൽ ശൈത്താനല്ലേ കുറ്റക്കാരൻ? അല്ലെങ്കിൽ അങ്ങനെ ശൈത്താൻ അപ്പുറത്ത് നിർത്തി അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇട്ടുകൊടുത്ത അള്ളാഹു അല്ലേ കുറ്റക്കാരൻ? നമ്മളെങ്ങനെ കുറ്റക്കാരനാവുക എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് മറുപടിയായി അദ്ദേഹം വിശദീകരിക്കുന്നത്, ഇവിടെ നമ്മളെ ആടായി കണക്കാക്കുക. ചെന്നായ ഇബ്ലീസാണ്, ഇപ്പുറത്ത് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു ഉണ്ട്. പക്ഷേ ഒരു ഇടയനാണെങ്കിൽ പോലും ഇടയൻ വേലികെട്ടി അല്ലെങ്കിൽ പോകാതിരിക്കാനുള്ള കയറോ മറ്റോ അത് ബന്ധിച്ചു, എന്നിട്ട് അവിടെ വിട്ടു. ഇപ്പുറത്ത് മേയുന്നവൻ നിൽക്കുന്നു, അപ്പുറത്ത് ചെന്നായക്കൂട്ടങ്ങളുണ്ട്. എന്നാൽ ഈ ഇടയൻ ഒരുക്കിയ വേലികളും സംരക്ഷണങ്ങളും ഒക്കെ നൂണ്ടുകടന്ന് മറികടന്ന് ചെന്നായുടെ അടുക്കിലേക്ക് അങ്ങോട്ട് ആടുപോയാൽ ഈ ഇടയന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇടയൻ ഏർപ്പെടുത്തിയ സംവിധാനങ്ങൾ മറികടന്നതുകൊണ്ടാണ് ആട് ചെന്നായുടെ അടുക്കിലേക്ക് എത്തിയത്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ഈ ആടിന്റെ സ്ഥാനത്താക്കുക. അപ്പുറത്ത് ശൈത്താനാകുന്ന ചെന്നായുണ്ട്. പക്ഷേ മനുഷ്യനോട് അല്ലാഹു പറഞ്ഞു, ഇതാ നിനക്ക് ഇപ്പുറത്ത് നല്ല സുരക്ഷിതമായ വഴിയുണ്ട്. അപ്പുറത്ത് എപ്പോഴും നിന്നെ പിടിക്കാൻ എല്ലാ വഴിയിലും തയ്യാറായി ഒരുങ്ങി നിൽക്കുന്ന ഒരു ശൈത്താനുണ്ട്. ആ ശൈത്താനൻ പിന്നാലെ നീ പോയാൽ നീ നശിച്ചു പോകും എന്ന് ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും ഒരുപാട് സംഭവങ്ങളിലൂടെയും ആദം നബിയുടെ കഥ മുതൽ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ വിശദീകരിച്ചതിന് പുറമെ മനുഷ്യന്റെ മനസ്സിൽ തന്നെ നന്മയുടെ വശവും തിന്മയുടെ വശവും രണ്ടുമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി ആ ഒരു ഇൽഹാമോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു എങ്ങനെയാണ് കുറ്റക്കാരനാവുക? ചെന്നായാകുന്ന ശൈത്താന്റെ അടുക്കലേക്ക് പോയ മനുഷ്യനല്ലേ കുറ്റക്കാരൻ? അള്ളാഹു താക്കീത് ചെയ്യാതെ ഇങ്ങനെ രണ്ടവസ്ഥ ഉണ്ട്, അങ്ങോട്ട് പോയാൽ അങ്ങനെ പോകും, ഇങ്ങോട്ട് വന്നാൽ ഇങ്ങനെയാകാം എന്നൊന്നും പറഞ്ഞു കൊടുക്കാതെ ശൈത്താന്റെ മുന്നിലേക്ക് അള്ളാഹു മനുഷ്യനെ വലിച്ചിരുന്നതാണെങ്കിൽ അള്ളാഹു കുറ്റക്കാരനാണ് എന്ന് പറയാമായിരുന്നു. ഒരു പണ്ഡിതൻ ഇതിന്റെ ആശയം പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ അള്ളാഹു ഒരിക്കലും കുറ്റക്കാരനല്ല, മറിച്ച് അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കാൻ ഇന്നതുണ്ട് ഇന്നതുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അതിനെ പരാജയപ്പെടുത്താനുള്ള കഴിവും അള്ളാഹു മനുഷ്യന് കൊടുത്തു, ഇത് തെരഞ്ഞെടുക്കാനുള്ള കഴിവും കൊടുത്തു. എന്നിട്ട് ഈ ഇച്ഛയെ അമ്മാറത്തും ബിസ്സുവിനെ പരാജയപ്പെടുത്താതെ അതിന്റെ പിന്നാലെ മുത്മയിനെ തെരഞ്ഞെടുക്കാതെ അങ്ങോട്ട് പോകുന്നുവെങ്കിൽ ആരാ കുറ്റക്കാരൻ? അള്ളാഹു പറഞ്ഞത് കേൾക്കാതെ പോയവനാണ്. സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ ആയത്തിലാണ് പരലോകത്ത് എല്ലാ വിചാരണയും കഴിഞ്ഞ് നിൽക്കുമ്പോ ശൈത്താൻ പറയും, ലമ്മാ ഖുദിയൽ അംറു, സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഒക്കെ തീരുമാനമായി വിധിയൊക്കെ കഴിയുമ്പോൾ ശൈത്താൻ പറയും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്. അത്രത്തോളം അള്ളാഹു പറഞ്ഞു. അപ്പൊ പരലോകമില്ല എന്ന് പറഞ്ഞപ്പോൾ കാര്യമില്ല, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ശൈത്താൻ പറയാണ്, അള്ളാഹു നിങ്ങളോട് ഹക്കിന്റെ സത്യത്തിന്റെ വാഗ്ദാനം നൽകി. അള്ളാഹു പറഞ്ഞത് ശരിയായിരുന്നു. ശൈത്താൻ പരലോകത്ത് പറയാ, ഓ വഅദ്തുക്കും, എന്നാൽ ഞാൻ നിങ്ങൾക്ക് കുറെ ഓഫർ നൽകി, ഫഅഖ്ലഫ്തുക്കും, ഞാൻ ചെയ്ത ഓഫർക്ക് ഞാൻ ലംഘിച്ചിരിക്കുന്നു. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ. ഇത് ശരിക്കും മനസ്സിലാക്കണം. ശൈത്താന് നമ്മളെ പിഴപ്പിക്കാനുള്ള അധികാരമില്ല, ആധിപത്യമില്ല. ശൈത്താൻ വലിയ ആളാണ്, കുറെ ഇബ്ലീസ് ഉണ്ട്, കുറെ മക്കളുണ്ട്, അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കൊക്കെ ശരിയാ. ആ ഇബ്ലീസിനെ കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ആ ശൈത്താൻ വളരെ നിസ്സാരനാണ്, എന്നെ തോൽപ്പിക്കാൻ അവന് കഴിയില്ല. എന്നിട്ട് ആ ആയത്ത് പറയാണ്, വമാ കാന ലിയ അലൈക്കും മിൻ സുൽത്താൻ. ശൈത്താനാ പറയുന്നത്, എനിക്കു നിങ്ങൾക്കുമേൽ ഒരു ആധിപത്യവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പഴപ്പിക്കാൻ എനിക്ക് കഴിയില്ല, ഞാനല്ല പഴപ്പിച്ചത്, കാരണം പഴപ്പിക്കാനുള്ള കഴിവ് എനിക്കില്ല. അങ്ങോട്ട് പോ എന്നൊക്കെ ഞാൻ പറയും. അങ്ങ് കൊണ്ടുപോകാൻ ഞാൻ കൊണ്ട് കഴിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്നു
ഞാൻ വിളിച്ചിടത്തേക്ക് നിങ്ങൾ വന്നു, അതിന്റെ കുറ്റല്ല, അത് നിങ്ങളെ കുഴപ്പമാണ്. വമാക്കാന ലിയ അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങൾക്കുമേൽ ഒരു സുൽത്താൻ എന്ന് പറഞ്ഞാൽ തെളിവ് എന്നർത്ഥമുണ്ട്, അധികാരം എന്നർത്ഥമുണ്ട്, അധികാരമുള്ളവൻ എന്നർത്ഥമുണ്ട്, എല്ലാ അർത്ഥമുണ്ട്. ഇവിടെ മിൻ സുൽത്താൻ, നിങ്ങൾക്കുമേൽ എനിക്കൊരു അധികാരവും ആധിപത്യവും ഉണ്ടായിരുന്നില്ല. ഇല്ല അൻദഅവ്തുക്കും, ശൈത്താൻ പറയാൻ ഞാൻ നിങ്ങളെ വിളിച്ചു, ഫസ്തജം തുള്ളി, ഞാൻ വിളിച്ചപ്പോൾ നിങ്ങളുടെ പിന്നാലെ പോന്ന് കള്ളൊടിക്കാൻ വാ, ചീട്ട് കളിക്കാൻ വാ, പള്ളിക്ക് ജമാഅത്തിന് പോണ്ട, അങ്ങോട്ട് പോര്, കച്ചവടത്തെ കൃത്യം കാണിച്ചോ, ഞാൻ വിളിച്ചിട്ട് പള്ളിക്ക് പോണ്ട, അമ്പലത്തിൽ പോയിക്കോ, അല്ലെ ജാറത്ത് പോയിക്കോ, ഞാൻ വിളിച്ചിടത്തൊക്കെ നിങ്ങൾ പോന്നു. അതുകൊണ്ട് ഫലാ തലൂമൂനി, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട. വലൂമു അംഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ കുറ്റപ്പെടുത്തിക്കൊള്ളുക. നിങ്ങളെ മനസ്സിൽ എന്റെ അടുക്കിലേക്ക് വരാനുള്ള പ്രേരണ അള്ളാഹു നേരത്തെ ഇട്ടിട്ടുണ്ട്, അത് തന്നിട്ടുണ്ട് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ എന്റെ പിന്നാലെ പോരരുതായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്റെ ഒപ്പം പോന്നു, ഞാനല്ല കുറ്റക്കാരൻ, നിങ്ങളാണ് കുറ്റക്കാരൻ. വലൂമു അംഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ അപ്പറഞ്ഞ നിങ്ങളുടെ അമ്മാറത്തും ബിസു, ആ നഫ്സിനെ നിങ്ങൾ ആക്ഷേപിക്കുക. വമാ അന ബിമുസ്രിഖിക്കും, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒച്ച വെച്ച് സഹായം തേടാൻ എനിക്ക് സാധ്യമല്ല. വമാ അൻതും ബിമുസ്രിഖിയ, നിങ്ങൾക്ക് എന്നെയും, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, എനിക്ക് എന്നെയും സഹായിക്കാൻ കഴിയില്ല. നമ്മൾ രണ്ടുകൂട്ടം കണക്കാം. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, നിങ്ങൾ എന്തൊക്കെ എന്നിൽ പങ്കു ചേർത്തിരുന്നുവോ മുമ്പ് ഭൂമിയിൽ വെച്ച്, അതൊക്കെ ഞാൻ ഇവിടെ നിഷേധിക്കുന്നു. ഇന്നി കഫർതു, ഞാൻ എന്താ നിഷേധിക്കുന്നു? ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, മുമ്പ് നിങ്ങൾ എന്നിൽ എന്തൊക്കെ പങ്കു ചേർത്തുവോ. ശൈത്താനാണല്ലോ ഒന്നാമത്തെ താഹൂത്ത്, ശൈത്താനാണ് എല്ലാ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അതൊക്കെ ഞാനിത് അവിടെ നിഷേധിക്കുന്നു. ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം, അക്രമം പ്രവർത്തിച്ചവർക്കൊക്കെ തീർച്ചയായും കഠിനമായ ശിക്ഷയുണ്ട്. ഇതെന്തിനാണ് ഞാനിവിടെ ഓതിയത്? ഇതടക്കം അള്ളാഹ് പറഞ്ഞു തന്നു. പരലോകത്ത് പോലും ശൈത്താൻ അടക്ക് പറയും, ഞാൻ നിങ്ങളെ പറ്റിച്ചിട്ടില്ല, നിങ്ങൾ എന്താ പിന്നാലെ പോകുന്നതാണ്. അപ്പൊ ഇതെന്താ? ഇതാണ് ശരി. അള്ളാഹു ആരെയും വലിച്ചിഴച്ച് തിന്മയിലേക്ക് കൊണ്ടുപോയതല്ല, രണ്ട് അവസ്ഥ കൊടുത്തു എന്നിട്ട് അള്ളാഹു മനുഷ്യരെ ബോധ്യപ്പെടുത്തി. അപ്പോ നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഒരേ ആയത്തിൽ രണ്ടു വട്ടം ആവർത്തിച്ചത്. ദിക്രില്ല, അള്ളാഹുവിനെ സൃഷ്ടാവായ പരിപാലകനായ സംരക്ഷകനായ ഏക ആരാധ്യനായ അള്ളാഹുവിനെ ഓർത്ത് ജീവിച്ചാൽ ഈ ശൈത്താനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. ശൈത്താന് നിങ്ങളെ തോൽപ്പിക്കാനുള്ള അധികാരമില്ല, ശക്തിയില്ല. പക്ഷെ വിളിക്കാൻ പറ്റും, പ്രേരിപ്പിക്കാൻ പറ്റും, പറഞ്ഞുതരാൻ പറ്റും. ഇനി ഖുർആനിൽ പറഞ്ഞ ചില കാര്യങ്ങൾ പരിശോധിച്ചു നോക്കുക. ഇത് ഈ നഫ്സുമായി ബന്ധപ്പെട്ട് ആയത്തിന് അർത്ഥം മാത്രം പറഞ്ഞു പോകാം. സൂറത്തുൻ നിസായിലെ 79-ാമത്തെ ആയത്ത്, മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ്, നിനക്ക് വല്ല നന്മയും ബാധിച്ചാൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന എല്ലാ നന്മയും അള്ളാഹുവിൽ നിന്നാണ്. വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ, നിനക്ക് വല്ല തിന്മയും ബാധിച്ചാൽ ഫമിൻ നഫ്സിക്, അത് നിന്റെ നഫ്സിൽ നിന്നാണ്. നന്മ അള്ളാഹുവിൽ നിന്നാണ്, സയ്യിഅത്ത് നിന്റെ നഫ്സിൽ നിന്നാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് അള്ളാഹുവിലേക്ക് ഷർറിനെ ചേർത്ത് പറയാൻ പാടില്ല എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. കാരണം എന്താ? ആത്യന്തികമായ തിന്മയായ അല്ലെങ്കിൽ ഷർറായ ഒരു കാര്യവും അള്ളാഹു മനുഷ്യന് നൽകുകയില്ല. നമുക്ക് ഷർറായി തോന്നാം, പക്ഷെ ആ ഷർറായി തോന്നുന്ന കാര്യത്തിൽ അള്ളാഹു വേറെന്തെങ്കിലും ഹിക്മത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടാകാം, അത് നമുക്ക് ഖൈറായി മാറും. ഷർറായി തോന്നാം, പക്ഷെ അതിന്റെ ഫലം എന്തായിരിക്കും? സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖൈറാവും, അനുഭവപ്പെടുന്നത് തിന്മയായിട്ടാവും. ഉദാഹരണത്തിന് മഴ പെയ്താൽ വെയിലർച്ചാലും എന്താ സ്ഥിതി? ഒരു കൂട്ടർക്കത് നല്ലതായി തോന്നും. ചിലപ്പോ തേങ്ങ പടപ്പൊക്കെ കാപ്പി കുരുമുളകൊക്കെ ഉണക്കാണ്ടാണെങ്കിൽ നല്ല വെയിലിറക്കിയപ്പോ ഓന് ഭയങ്കര സന്തോഷിക്കും. നേരെ മറിച്ച അപ്പോ വാർപ്പ് അടച്ചിരുത്തുണ്ടെങ്കിലോ പിറ്റേന്ന് അന്ന് മഴ ചെയ്യണ്ട, പിറ്റേന്ന് മഴ ചെയ്യണം, അന്ന് വെയിൽ വേണ്ട, കാരണം നനക്കണ്ട, വെള്ളം കിട്ടിയിരുത്തണ്ട. അപ്പൊ എന്താ? ഈ മഴ പെയ്യുന്നത് ഈ വാർത്തവനെ സംബന്ധിച്ചിടത്തോളം ഖൈറാൻ. മുളകുണക്കാട്ടോന് ഓന് ഷർറായി തോന്നുന്നു. അപ്പൊ ഇവിടെ മഴ വെയില് ഇത് ഷർറാണോ? അല്ല. അപ്പൊ ഷർറ് എന്നത് അള്ളാഹുവിൽ നിന്ന് ഷർറായ ഒരു കാര്യം ഉണ്ടാവില്ല, പക്ഷെ ഷർറായി അനുഭവപ്പെടാം, അതോരത്തിന്റെ അവസ്ഥക്കനുസരിച്ച്. അപ്പോ ഷർറ് എന്നതിനെ അള്ളാഹുലേക്ക് ചേർത്ത് പറയാൻ പാടില്ല എന്ന് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് എന്തൊരു നന്മ കിട്ടുന്നുവോ അത് അള്ളാഹു, കാരണം നന്മ തരുന്നതും വേറെ ആരുമില്ല. ഇനി ചെയ്യാത്തായ തിന്മയായ ചീത്തയായ വല്ല കാര്യവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നെങ്കിൽ ഫമിൻ നഫ്സിക്, അത് നിന്നിൽ നിന്നാണ്. എന്നാൽ നമുക്ക് വല്ല ഉപദ്രവം ഉണ്ടാകുന്നുവെങ്കിൽ അതിലൊരു കാരണം നമ്മളുടെ മനസ്സ് ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഫലമായി ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്നതാണ്. ഭരണത്തണക്കാരൻ തന്നെ. അപ്പൊ അതിന്റെ അർത്ഥം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നല്ല, ബുദ്ധിമുട്ടുകൾ വരാം. ആ ബുദ്ധിമുട്ട് എന്താ? ഒന്ന് ഈ പറഞ്ഞു നിൽക്കാനാം, അല്ലെങ്കിൽ അള്ളാഹു അവിടെയും നമ്മളെ പരീക്ഷണത്തിന് വേണ്ടി, ഈ പരീക്ഷണം സഹിക്കാനും ക്ഷമിക്കാനും അവൻ തയ്യാറുണ്ടോ? അല്ല, ക്ഷമകേട് കാണിച്ച് അള്ളാഹ് അല്ല എന്ന് പറയാനോ അല്ലെങ്കിൽ അള്ളാഹു പങ്കുചേർക്കുന്നതിലേക്കാണോ പോകുന്നത്? ആ ഒരു പരീക്ഷണമാണ്. അതൊന്നുമല്ല, ഒരു തെറ്റും ചെയ്യാത്ത ഒരാളായിരിക്കാം.
അങ്ങനെ ആളുടെ ഒരു തെറ്റും ചെയ്യാത്തവൻ എങ്കിൽ അവന് രോഗം വരാം, പ്രയാസം വരാം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരാം, മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകാം, കുടുംബപരമായ പ്രശ്നങ്ങളുണ്ടാകാം. ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു മുള്ളു കുത്തിയാൽ പോലും, മുള്ളിന്റെ വേദന പോലും ഒരു സത്യവിശ്വാസിക്ക് ഏൽക്കുന്നത് അവന് ഹൈറാണ്. കാരണം എന്താ, അത്ര പാപം അള്ളാഹു മായ്ച്ചു കളയും. അല്ലെങ്കിൽ അവന്റെ ദർജ അള്ളാഹു ഏറ്റി കൊടുക്കും. അതുകൊണ്ട് പരലോകത്തോട് ഉപകാരപ്പെടും. അപ്പൊ ഒരു പനി പിടിച്ചാൽ പോലും സത്യവിശ്വാസിക്ക് എങ്ങനെയാൽ ഗുണമാണ്. ഒന്നുകിൽ പാപം മായ്ക്കുന്നു, അല്ലെങ്കിൽ ആ പരീക്ഷണത്തിൽ ക്ഷമിച്ചതുകൊണ്ട് അവൻ വിജയിക്കുന്നു, അതിന് പ്രതിഫലം കിട്ടുന്നു, കൂലി കിട്ടുന്നു. അങ്ങനെ പാപരഹിതനായി സ്വർഗത്തിലേക്ക് പോകാൻ അവന് സാധിക്കുന്നു. അപ്പോ അവന് ഹൈറാണോ ഷർറാണോ രോഗം? പനി പിടിച്ചാൽ കുറെ കാലം സൂക്കടായി കിടന്നു, കുറെ പട്ടിണി കിടന്നു, പൈസ ഇല്ലാതെ കുറെ കാലം ജീവിച്ചു, എന്നും കുടുംബത്തിൽ രോഗം, അല്ലെങ്കിൽ പൈസ ഇല്ല. ഇത് ഹൈറാൻ. സത്യവിശ്വാസി ഹൈറാൻ. കാരണം അവൻ ക്ഷമിക്കുന്നു, സഹിക്കുന്നു, അപ്പൊ അതിന് കൂലി കിട്ടുന്നു. അത് മുഖേന പാപങ്ങൾ മായ്ക്കപ്പെടുന്നു. അങ്ങനെ പാപമില്ലാത്ത ഒരുത്തനായിട്ട് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടി സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. അപ്പൊ അങ്ങനെ പരീക്ഷണം ഉണ്ടാകാം. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ചെയ്ത നഫ്സിന്റെ പ്രവർത്തന ഫലമായി. ഇനി ഇതേ ആശയത്തിൽ സൂറത്ത് ആല ഇംറാൻ 160 അവലമ്മ അസാബത്തുക്കും മുസീബത്തും ഖദ് അസബ്തും മിസ്ലിഹ, നിങ്ങൾക്ക് മുസീബത്ത് ബാധിച്ചപ്പോൾ, ഇപ്പം ബാധിച്ചത് മാത്രമല്ല അതുപോലുള്ളവ, അതിന്റെ രണ്ടരട്ടി നിങ്ങൾക്ക് നേരത്തെയും ബാധിച്ചിട്ടുണ്ട്. ഖുൽതും അന്നാ ഹാദാ, അപ്പൊ നിങ്ങൾ ചോദിച്ചു എങ്ങനെയാണിത്? ഖുൽ, ഇതെങ്ങനെയാണ് ഈ മുസീബത്തൊക്കെ ഉണ്ടാകുന്നത്? അപ്പൊ അള്ളാന്റെ മറുപടി നബിയെ പറഞ്ഞു കൊടുക്ക്, ഹുവ മിൻ ഇൻദി അൻഫുസിക്കും, ഈ ഉണ്ടായ മുസീബത്ത് നിങ്ങളുടെ നഫ്സുകളിൽ നിന്ന് തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾ ചെയ്ത തിന്മയുടെ ഫലമായി നിങ്ങൾ അനുഭവിക്കുന്നതാണ്. വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത്ത് ഐദീക്കും, സൂറത്ത് ശൂറ. നിങ്ങൾക്ക് ഏതൊരാപത്ത് ബാധിക്കുന്നുവോ അത് ഫബിമാ കസബത്ത് ഐദീക്കും, നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതുകൊണ്ടാണ്. കൈകൾ പ്രവർത്തിക്കുന്നതിനാൽ, കൈകൾ സമ്പാദിക്കാൻ കൈ പ്രവർത്തിക്കുന്നതിനാൽ മനുഷ്യന്റെ ഈ പറയുന്ന ചീത്ത മനസ്സിന്റെ പ്രേരണ ഫലമായി അവൻ ചെയ്തു കൂട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്കുണ്ടാകുന്ന വിപത്തുകൾ. എന്നാൽ വയഅഫു അൻ കതീർ, ഒരുപാട് കാര്യം അല്ല മാപ്പാക്കാതെ ഇവിടെ ചെയ്ത തിന്മക്കനുസരിച്ച് ഇവിടെ തന്നെ അല്ല ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഭൂലോകത്ത് ഒരു മനുഷ്യനുണ്ടാവില്ല. തിന്മക്ക് ഇവിടെ തന്നെ ശിക്ഷ കൊടുത്താൽ, ശിക്ഷ കൊടുക്കാതെ അള്ളാഹുവിടെ ജീവിക്കാൻ അനുവദിക്കുന്നത് അത് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന മാപ്പാകുന്നു. ഇനി സൂറത്തുൽ അംഫാൽ, ദാലിക ബിഅന്നല്ലാഹ ലം യകുൻ മുഗയ്യിറൻ നിഅമതൻ അൻഅമഹ അലാ ഖൗമിൻ, ഒരു ജനതക്ക് അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്തുകളിൽപ്പെട്ട ഒരു നിഅമത്തിനെയും അള്ളാഹു സുബ്ഹാനഹു തആല സ്വയം അതിനെ മാറ്റുകയില്ല. അള്ള ചെയ്തു തന്നൊരു നിയമത്ത് അള്ളാഹു സ്വയം എടുത്തു കളയൂല, ഇല്ലാതാക്കൂല. ഏതുവരെ? ഹത്താ യുഗയ്യിറു, മനുഷ്യൻ മാറ്റുന്നതുവരെ, മാ ബി അൻഫുസിഹിം, അവരുടെ നഫ്സിൽ എന്താണോ ഉള്ളത് അതിനെ അവർ മാറ്റുന്നതുവരെ. നമ്മുടെ മനസ്സിലുള്ള കാര്യമെന്തോ അതിനെ അവർ മാറ്റുന്നതുവരെ മനുഷ്യർക്കേറ്റ നിയമത്തുകളെ അള്ളാഹു മാറ്റുകയില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന തിന്മയുടെ ഫലമായി അള്ളാഹു ചെയ്ത നിയമത്തുകൾ ഇല്ലാതായി പോകാം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ, ഒരു ജനതയിൽ ഉള്ള ഒരു കാര്യത്തെ അള്ളാഹു മാറ്റുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അവരുടെ നഫ്സുകളിൽ എന്താണോ ഉള്ളത് അതിനെ അവർ മാറ്റുന്നതുവരെ അവരിലുള്ള കാര്യത്തെ അള്ളാഹു മാറ്റുകയില്ല. ഇങ്ങനെയുള്ള കുറെ ആയത്തുകൾ കാണാം. ഇതൊക്കെ എന്താണ്? ഈ പറഞ്ഞ ആശയത്തെ സൂചിപ്പിക്കുന്നതാണ്. അതായത് അള്ളാഹു അവൻ തന്ന നിയമത്തിനെ മാറ്റുകയില്ല, ഒരാൾ അവന്റെ മനസ്സിലുള്ള കാര്യത്തെ മാറ്റുന്നതുവരെ. അപ്പൊ എന്താണ്? അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടതിന് പകരം മനുഷ്യൻ എന്ത് ചെയ്യുന്നു? നന്ദികേട് കാണിക്കുമ്പോൾ ഈ പറയുന്ന വിപത്തുകൾ ഉണ്ടാകുന്നു. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന കാരണങ്ങൾ തെരഞ്ഞെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതിന് പകരം അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാകുന്ന വഴികളെ അവൻ തെരഞ്ഞെടുക്കുന്നു. അപ്പൊ അതിന് തത്തുല്യമായ ജസാഅൻ വിഫാഖ, തുല്യമായ ശിക്ഷ അള്ളാഹു ദുനിയാവിൽ തന്നെ കൊടുക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് മുസീബത്തുണ്ടാകുന്നതെങ്കിൽ, നമ്മുടെ നഫ്സിന്റെ ദുഷ്ടപ്രവർത്തനം ഫലമായിട്ടാണെങ്കിൽ അള്ളാഹു നമ്മോട് അക്രമം ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഖുർആനിൽ കാണാം, അള്ളാഹു ആരല്ല, ലൈസ ബിദല്ലാമിൻ ലിൽ അബീദ്, അള്ളാഹു വമാ റബ്ബുക ബിദല്ലാമിൻ ലിൽ അബീദ്, അള്ളാഹു തന്റെ അടിമകളോട് ഒരക്രമവും അനീതിയും പ്രവർത്തിക്കുന്നവനല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മഅസിയത്ത്, തിന്മയെ മാറ്റി അള്ളാഹുവിനുള്ള അനുസരണമാക്കി മാറ്റണം. അള്ളാഹുവിനുള്ള കുഫ്റാൻ, നന്ദികേടിനെ മാറ്റി അള്ളാഹുവിനുള്ള ശുക്രാക്കി മാറ്റണം. എങ്കിൽ നമുക്ക് ഇവിടെ നന്മയുണ്ടാകും, സുഖമുണ്ടാകും, ആശ്വാസമുണ്ടാകും, എല്ലാം ഉണ്ടാകും. പിന്നെ സൂറത്തുൻ നൂറിലെ 21-ാമത്തെ ആയത്ത്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ ഔദാര്യവും ഇല്ലായിരുന്നുവെങ്കിൽ മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളിൽ ഒരാളും തന്നെ ഒരിക്കലും സക്കാ, വിശുദ്ധി നേടുമായിരുന്നില്ല. അതുപോലെ തന്നെ ഖുർആനിൽ മറ്റേ സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, വലാകിൻ ഹബ്ബബല്ലാഹു ഇലൈക്കും ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. എന്താണ്? അല്ലാഹു നിങ്ങളിലേക്ക് വിശ്വാസത്തെ പ്രിയപ്പെട്ടതാക്കുകയും, കണ്ടോ, നേരത്തെ പറഞ്ഞ മുത്മയിനാണ്, മനുഷ്യന്റെ മനസ്സിലേക്ക് ഈമാനിനെ ഇഷ്ടപ്പെടുത്തി, വസയ്യനഹു ഫീ ഖുലൂബിക്കും, എന്നിട്ട് ആ ഈമാനിനെ നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു അലങ്കരിച്ചു തരികയും ചെയ്തിരിക്കുന്നു.
ഇനി അതിന്റെ മറുവശം എന്താ? വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. കുഫ്ർ സത്യനിഷേധം, നേരത്തെ പറഞ്ഞ ഈമാന്റെ എതിര്. വൽ ഫുസൂഖ് ഈമാൻ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന അള്ളാഹുവിനോടുള്ള അനുസരണക്കേട്, അതാണ് ഫുസൂഖ്. തമ്മാടിത്തനാൽ ഫാസിഖ് എന്ന കൽപ്പനക്കെതിരെ പ്രവർത്തിച്ചവനാണ്. വൽ ഇസ്യാൻ അനുസരണക്കേട് കാണിക്കുക. ഇതിനെ അള്ളാഹു വെറുപ്പുള്ളതാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഈമാനിനെ അലങ്കരിച്ച് ഇഷ്ടപ്പെടുത്തി കുഫറിനെയും ഫുസൂഖിനെയും ഇസ്യാനിനെയും വെറുപ്പുള്ളതാക്കി മാറ്റുകയും ചെയ്തു. ഉലൈക ഹുമുർ റാഷിദൂൻ. ഈ ഒരു ബോധം ആർക്ക് കിട്ടുന്നുവോ അവരാണ് വിവേകം പ്രാപിച്ച ആളുകൾ. അപ്പൊ എന്താണ്? മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹു ഞാൻ തോന്നിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പിന്നാലെ പോയാൽ അവർ മാത്രമേ വിവേകമുള്ളവരായി മാറുകയുള്ളൂ. നഫ്സ് മുത്മയിന്ന, അതിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഒരാൾ അതിലേക്ക് കൊണ്ടുപോകുന്നു, എന്നാൽ ഒരാൾ അള്ളാഹു അതിലേക്ക് കൊണ്ടുപോകുന്നില്ല. രണ്ടും കാണിച്ചു കൊടുത്തു, അതിലേയും പോവാം ഇതിലേയും പോവാം. അത് അള്ളാഹ് അക്രമം ചെയ്യുന്ന പറയാൻ പറ്റുമോ? ഇല്ല, അത് ഔദാര്യമാണ്, വെറുതെ തരണമാണ്. അങ്ങനെ ചില ആളുകൾക്ക് അള്ളാഹു വെറുതെ കൊടുക്കുന്നു. എന്നാൽ രണ്ടവസ്ഥയും നൽകി അവനോട് രണ്ടിനെക്കുറിച്ച് നിർദ്ദേശം കൊടുത്തു. എന്നിട്ട് അവൻ തിന്മയെ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ അള്ളാഹു കുറ്റക്കാരനല്ല, കുറ്റക്കാരൻ അവനാണ്, മനുഷ്യനാണ്. ഇനി ഒരുത്തനെ അള്ളാഹു ഈ പറഞ്ഞ നഫ്സ് മുത്മയിന്നിലേക്ക് കൊണ്ടുപോയില്ല, കാണിച്ചു കൊടുത്തു. പക്ഷെ അവൻ പഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിനെ ഓർത്ത് അവൻ അതിനെ തെരഞ്ഞെടുത്തു. എന്നാൽ അള്ളാഹിന്റെ ഭാഗത്ത് വീണ്ടും ഉണ്ടാവും, വീണ്ടും സഹായം ഉണ്ടാവും. അതുകൊണ്ടാണ് അള്ളാഹു പിന്നെ ഹിദായത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്നും അതുപോലെ തന്നെ നേരത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ടെടുത്ത് ലിയസ്ദാദു ഈമാനൻ, അവരുടെ ഈമാനിലേക്ക് വീണ്ടും ഈമാനിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്നൊക്കെ അള്ളാഹു പ്രതിപാദിച്ചതാണ്. ആ മാർഗം നമ്മൾ തെരഞ്ഞെടുത്താൽ ബാക്കി അള്ളാഹിന്റെ ഭാഗത്തുള്ള സഹായം ഉണ്ടാകും. എന്നിട്ട് ഈ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഫദ്ലൻ മിനല്ലാഹി വ നിഅമതൻ. ഈമാനോടുള്ള ഇഷ്ടവും തിന്മയോടുള്ള വെറുപ്പും അള്ളാഹു നിങ്ങളുടെ മനസ്സിലുണ്ടാക്കി തന്നത് നിങ്ങളുടെ അവകാശമല്ല. നമ്മുടെ മനസ്സിൽ നന്മയെ ഇഷ്ടപ്പെടുത്തിയെങ്കിൽ തിന്മയോട് വെറുപ്പുണ്ടാക്കിയെങ്കിൽ അത് നമ്മുടെ സ്വന്തം വകയായി കിട്ടിയതല്ല. ഫദ്ലൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഔദാര്യവും വ നിഅമതൻ, അനുഗ്രഹവുമാകുന്നു. ഇതൊക്കെ എന്തിനാ വായിക്കുന്ന വെച്ചാൽ അള്ളാഹ് നമ്മളെ പഴപ്പിച്ചു, അള്ളാഹാണ് കുറ്റക്കാരൻ എന്ന് വിചാരിക്കരുത്. മറിച്ച് ഈ ഒരു തോന്നൽ അള്ളാഹു ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ, തിന്മയോടുള്ള വെറുപ്പ് മനസ്സിൽ അള്ളാഹു ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ നിഅമത്തും ഔദാര്യവുമാണ്. എന്നാൽ എല്ലാവർക്കും അള്ളാഹു അങ്ങനെ തോന്നിപ്പിച്ചെടുക്കോ? തോന്നിപ്പിക്കല്ല, അതിലേക്ക് കൊണ്ടുപോകോ? അള്ളാഹു അലീമുൻ ഹക്കീം, അള്ളാഹു അറിവുള്ളവനും യുക്തിമാനുമാകുന്നു എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഈ ഒരു പ്രത്യേകത നൽകേണ്ടത് എന്ന് അള്ളാഹ്ക്കറിയാം. ആർക്ക് കൊടുത്താലാണ് അത് ശരിയായി ഉപയോഗപ്പെടുത്തുക എന്നും അള്ളാഹ്ക്കറിയാം. അതാണ് അലീമാണ് ഹക്കീമാണ് എന്ന് പറഞ്ഞത്. കൊടുത്താൽ അതിന് സ്വീകരിക്കാത്ത അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഒരാൾക്ക് അള്ളാഹു അത് കൊടുക്കൂല. കാരണം അവൻ എന്താകും എന്ന് അള്ളാഹു മുൻകൂട്ടി അറിയാം. അതാണ് ഹക്കീം, യുക്തിമാൻ എന്ന് പറയുന്നത്. നൽകേണ്ടവർക്ക് നൽകുകയും നൽകേണ്ടാത്തവർക്ക് നൽകാതിരിക്കുകയും അത് അള്ളാഹ്ക്കറിയാം. ആ നിലക്ക് അള്ളാഹു ഹക്കീമാണ്. ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കേണ്ടതില്ല എന്ന് അള്ളാഹ്ക്ക് അറിവുണ്ട്. അതുകൊണ്ട് അള്ളാഹു അലീമാണ്. ഈ രണ്ട് വിശേഷണങ്ങളും പേരുകളും കൂടി ചേർത്തുകൊണ്ടാണ് ഈ ആയത്ത് അള്ളാഹു അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, എന്റെ അടിമകളെ, അള്ളാഹ് പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ അടിമകളെ, തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞാൻ കൃത്യമായി നിങ്ങൾക്ക് വേണ്ടി ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യൂല എന്ന് അള്ളാഹ് ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. സുമ്മ ഉവഫീകും ഇയ്യാഹ, പിന്നെ അതിനെ നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമായി നൽകും. എന്നാൽ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി അർഹമായി നൽകും. ഫമൻ വജദ ഖൈറൻ, ആരെങ്കിലും ഖൈർ കണ്ടുവെങ്കിൽ, നല്ലത് കണ്ടെത്തുമെങ്കിൽ, ഫൽയഹ്മദില്ലാഹ, അവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. കാരണം ഈ ഖൈർ ദുനിയാവിൽ തോന്നിപ്പിച്ച് അതിന്റെ ഫലം പരലോകത്ത് തന്നത് കിട്ടിയത് എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഫള് കൊണ്ടും നിയമത്ത് കൊണ്ടുമാണ്. അപ്പൊ അള്ളാഹിനെ സ്തുതിച്ചോളൂ, അള്ളാഹിനെ അങ്ങനെ ആക്കിയല്ലോ. ഇനി വമൻ വജദ ഖൈറദാലിക, ഖൈറല്ലാത്ത ഒരു കാര്യം നിങ്ങൾ കാണുന്നുവെങ്കിൽ, നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ, ഇത് നിങ്ങളുടെ പ്രവർത്തനത്തിലോ പ്രവർത്തനത്തിന്റെ ഫലമായോ, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, മനുഷ്യൻ അവന്റെ നഫ്സിനെ അല്ലാതെ മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. അള്ളാഹുവിനെ എങ്ങനെ ആക്കിയല്ലോ എന്ന് കുറ്റപ്പെടുത്തുന്ന നീ അങ്ങനെ ആയി, നീ നിന്നെ കുറ്റപ്പെടുത്തുക. മറ്റത് കിട്ടിയനോ? കിട്ടിയത് നിന്റെ ഗുണം കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് ഫൽയഹ്മദില്ലാ, നന്മ ചെയ്യാനുള്ള പ്രേരണ, അതിലേക്കുള്ള താല്പര്യം, ഇഷ്ടം, തിന്മയോടുള്ള വെറുപ്പ്, അത് അള്ളാഹു എന്റെ മനസ്സിൽ ഉണ്ടാക്കി തന്ന അള്ളാഹുവിന്റെ ഫളലും നിയമത്തുമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. ഈ ചിന്ത നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ആലോചിക്കണം, നമ്മൾക്ക് തൗഹീദ് പഠിക്കാനും മനസ്സിലാക്കാനും മുസ്ലിങ്ങളായി ജീവിക്കാനും നല്ലവരായി ആകാനുമൊക്കെയുള്ള അവസരവും അറിവും സാഹചര്യവുമൊക്കെ അള്ളാഹു ഒരുക്കി തന്നുവെങ്കിൽ ഇത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള വലിയൊരു നിയമത്താണ്, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഇത് മനസ്സിലാക്കി എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് അള്ളാഹുവിലേക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാകുന്നു എന്ന ബോധം നമുക്കുണ്ടാകണം. അപ്പൊ നമുക്കുണ്ടാകേണ്ട ചിന്ത ഇതാണ്, ഈ തൗഫീഖ്
നന്മയിലേക്ക് അല്ലെങ്കിൽ നഫ്സ് മുത്മയിനയിലേക്ക് ചേരാനുള്ള തൗഫീഖ് എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഔദാര്യമാകുന്നു. അതിനെ സ്വീകരിച്ചുകൊണ്ട് പിൻപറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ആ ഒരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതാണ് നേരത്തെ പറഞ്ഞ നഫ്സിനെ നല്ല നിലക്ക് ശ്രദ്ധിച്ചവൻ അവൻ വിജയം വരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടി ഈ പറയുന്ന കാര്യങ്ങൾ അള്ളാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷെ പറഞ്ഞതൊക്കെ എല്ലാവരും കേൾക്കുവോ, കേട്ടിട്ടുണ്ടാവുമോ? അതുകൊണ്ട് നമ്മൾ പാപികളായ ആളുകൾക്ക് പരലോകത്ത് രക്ഷപ്പെടുവോ? അവരല്ലല്ലോ കുറ്റക്കാരൻ, അള്ളാഹു അല്ലേ കുറ്റക്കാരൻ എന്നൊന്നും പറയാൻ യാതൊരു നിർവാഹവുമില്ല. അതിനാണ് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചത്. സൂറത്തുൽ നിസായിലെ 165 ആയത്തിൽ കാണാം, റുസുലൻ മുബശ്ശിരീന വമുൻദിരീന ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ. പ്രവാചകന്മാരെ അള്ളാഹു അയച്ചു, സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായി. അതിനാണല്ലോ നബി വരെ വന്നത്. ഇനി പറഞ്ഞ വാചകം മനസ്സിലാക്കണം. ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റുസുൽ. ഈ മുന്നറിയിപ്പും താക്കീതും നൽകുന്ന പ്രവാചകന്മാരെ അയച്ചതിന് ശേഷം അള്ളാഹുവിനെതിരിൽ മനുഷ്യർക്ക് ഒരു ന്യായവും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അള്ളാഹു പ്രവാചകന്മാരെ എന്തിനയച്ചത്? ഈ പറഞ്ഞ നഫ്സ് മുത്മയിനയുണ്ട്, അമ്മാറത്തും ബിസ്സു ഉണ്ട്, ലവ്വാമത്തുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ അതിലെ പോയാൽ ഇത് കിട്ടും, ഇതിലെ പോയാൽ അത് കിട്ടും എന്ന് സന്തോഷവാർത്തയും താക്കീത് നൽകാൻ വേണ്ടി പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാരെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ നാളെ പരലോകത്തെത്തുമ്പോ അള്ളാഹുവെ നീ എന്നോടിതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഞാനിതൊന്നും അറിയില്ലായിരുന്നുവല്ലോ, അതുകൊണ്ട് എന്നെ ശിക്ഷിക്കാൻ നിനക്ക് വകുപ്പില്ല എന്ന് നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിനോട് അലല്ലാഹി ഹുജ്ജ, അള്ളാഹുവിനോട് അങ്ങോട്ട് ന്യായം പറയാതിരിക്കാനാണ് അള്ളാഹുവിന്റെ ഭാഗം അള്ളാഹു ക്ലിയറാക്കിയത്. എന്താ? പ്രവാചകന്മാരയച്ചു. അപ്പൊ പ്രവാചകന്മാർ മുഹമ്മദ് നബി എന്ന് കേട്ടാൽ ആ നബി അങ്ങനെ ആരാണ്? അയാൾ എന്താ പറഞ്ഞത്? അയാൾ പഠിപ്പിച്ച ദീൻ ഏതാണ്? അയാളുടെ ഗ്രന്ഥം ഖുർആനിൽ എന്താണുള്ളത് എന്ന് അന്വേഷിച്ചു പഠിക്കേണ്ടത് മനുഷ്യരുടെ ബാധ്യതയാകുന്നു. അപ്പൊ പ്രവാചകന്മാരെ അയച്ചു, അള്ളാഹുവിന്റെ ഭാഗം ക്ലിയറായി. എന്താ? ഹുജ്ജത്ത് അള്ളാഹു എത്തിച്ചു കഴിഞ്ഞു. അത് തേടിപ്പിടിക്കേണ്ടത് മനുഷ്യന്റെ ബാധ്യതയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അക്കാര്യം പറഞ്ഞത് കാണാം. ഇനി ഖുർആൻ സൂറത്ത് സുമർ 53 മുതൽ 59 വരെയുള്ള ആയത്തുകൾ, ഞാൻ നമ്പർ മാത്രമേ പറയുള്ളൂ, ആയത്ത് തോന്നുന്നില്ല, സമയമല്ല. അതിന്റെ അർത്ഥം പറയാം. എന്റെ അടിമകളെ, തിന്മ ചെയ്ത ആളുകളോട് അള്ള പറയാണ്. ഇവിടെ പറയുന്നത് തിന്മാനല്ല, അസ്റഫു അല അൻഫുസിഹിം, അവർ സ്വന്തങ്ങളോട് അല്ലെങ്കിൽ അവരുടെ നഫ്സുകളോട് പരിധി വിട്ട് പ്രവർത്തിച്ച അള്ളാഹുവിന്റെ അടിമകളോട് നബിയെ നീ പറയണം. ഇവിടുത്തെ പ്രയോഗം എന്താ? അസ്റഫു അല അൻഫുസിഹിം, അവരുടെ നഫ്സുകളോട് ഇസ്രാഫ് നടത്തിയ ആളുകൾ. ഇത് നമ്മൾ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ വല്ല നിങ്ങൾ ഈ അമ്മാറത്തും ബിസ്സുവിന്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാക്കേണ്ടതില്ല. പോയോ? നിങ്ങൾക്ക് കുറ്റബോധമുണ്ടോ? അടുത്ത ലവ്വാമ നിങ്ങളോട് തെറ്റാണ് എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ പശ്ചാത്തലിച്ചു മടങ്ങൂ. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ പാപങ്ങളും പുറത്തു തരും. അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുകയും നിങ്ങൾ സഹായിക്കപ്പെടാത്ത ഒരു ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട് മുസ്ലിങ്ങളായി അവനിലേക്ക് ഖേദിച്ചു മടങ്ങിക്കൊള്ളുക. തെറ്റ് ചെയ്തിട്ടുണ്ടോ? നിരാശപ്പെടേണ്ട, വന്നോളി, അള്ളാഹ് സ്വീകരിക്കാൻ തയ്യാറാണ്. ഇനി അതിനെന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക. അതേതാ? ഖുർആൻ നിങ്ങൾ പിൻപറ്റണം. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്ത, പെട്ടെന്നൊരു ശിക്ഷ നിങ്ങൾക്ക് വന്നതിന് മുമ്പ് ദുനിയാവിൽ വാന്തും ലാ തശ്ഉറൂൻ, അറിയാതെ ഇപ്പൊ ഇവിടെ വയനാട്ടിലാണല്ലോ ചൂരൽമല മറ്റേ കഴിഞ്ഞെല്ലാം ഉരുൾപൊട്ടലുണ്ടായത്. ഓർക്കാപ്പുറത്ത് വിചാരിക്കാതെ അന്തും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാത്ത നിലക്ക് ഒരു പെട്ടെന്നൊരു ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുന്നതിന് മുമ്പ് അങ്ങനെ മരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. ഞങ്ങൾ മരിച്ചിട്ടല്ലേ, അതിന് മുമ്പ് സമയം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തില്ല? അപ്പൊ അങ്ങനെ ഒരു അവസരം വരുന്നതിന് മുമ്പ്, ഒരാപത്ത് നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ്, പെട്ടെന്നൊരു മരണം വരുന്നതിന് മുമ്പ് അള്ളാഹ് ഇറക്കി തന്ന ഖുർആൻ നിങ്ങൾ പിൻപറ്റിക്കോളൂ. എന്തിനാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയത്? എന്തിനാണ് പ്രവാചകൻ അയച്ചത്? ഇവിടെ വീണ്ടും പറയാം, നഫ്സ്, നമ്മൾ പറഞ്ഞ വിഷയം നഫ്സ് പറയുമെന്നതിനാൽ. അള്ളാഹു പ്രവാചകൻ ഇറക്കിയില്ല, ഖുർആൻ ഇറക്കിയില്ല എന്നൊരു പരലോകത്ത് ശിക്ഷിക്കാൻ വിചാരിച്ചോ? എന്താ അങ്ങനെ ചെയ്യാത്തത്? അപ്പം മനുഷ്യന്റെ മനസ്സ് പറയും, യാ ഹസ്രത്താ, എന്റെ സങ്കടമേ, അലാമാ ഫർറത്തു ഫീ ജംബില്ലാ, അള്ളാഹുവിന്റെ വശത്തിൽ എന്നാൽ അള്ളാഹുവിൻ കൽപ്പിച്ച മാർഗത്തിൽ ഞാൻ വീഴ്ച വരുത്തിയതിലുള്ള എന്റെ സങ്കടമേ, നഷ്ടമേ, വൈൻ കുന്തു ലമിനസ് സാഖിരീൻ, തീർച്ചയായും ഞാൻ നഷ്ടകാരികളിൽ പെട്ടുപോയല്ലോ തന്നെയാകുന്നു എന്ന് പറയുമെന്നതിനാലാണ് അള്ളാഹു പ്രവാചകനെയും ഖുർആനും ഇറക്കി തന്നത്. അടുത്തത്, ഔ തഖൂല ലൗ അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ, ഓ ഇങ്ങനൊരു വഴിയുണ്ട്, സ്വർഗത്തിലേക്ക് പോകാൻ പറ്റിയൊരു വഴിയുണ്ട് എന്ന് അള്ളാഹു എനിക്കൊന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ ഞാൻ മുത്തഖികളിൽ പെടുമായിരുന്നല്ലോ, തീർച്ചയായും ഉറപ്പായി ഞാൻ അതിൽ പെടുമായിരുന്നു എന്ന് മനുഷ്യൻ പറയാതിരിക്കാനും. എന്തുകൊണ്ട്? സ്വർഗത്തിൽ പോണ വഴിയുണ്ട്, മുത്തഖീങ്ങളെ വഴിയുണ്ട്
വരരുത് എന്ന് ദുനിയാവിൽ അള്ളാഹു ഇനി എന്തുകൊണ്ട് പറഞ്ഞില്ല? പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടാകുമല്ലോ എന്ന് ഒരു മനുഷ്യനും പരലോകത്ത് വെച്ച് പറയാതിരിക്കാൻ ഇവിടെ ഏതെങ്കിലും മാപ്പിളാരോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ തൗഹീദുള്ളവരെന്നല്ല, മനുഷ്യന്റെ നഫ്സ് പറയാതിരിക്കാൻ അള്ളാഹുവിന്റെ ഭാഗം അള്ളാഹു ക്ലിയറാക്കി ഖുർആൻ ഇറക്കി, അത് പഠിപ്പിക്കാൻ പ്രവാചകനയച്ചു. അപ്പൊ ഹുജ്ജത്ത് സ്ഥാപിതമായി. മൂന്നാമത്തത്, ശിക്ഷ പരലോകത്ത് കാണുമ്പോൾ മനുഷ്യൻ പറയുമെന്നതിനാലും എനിക്കെങ്ങാനും ഒരു തിരിച്ചുപോക്കുണ്ടായിരുന്നുവെങ്കിൽ, രണ്ടാമതൊരു മടക്കം, ഈ മരണത്തിന് ശേഷം ദുനിയാവിലേക്ക് തന്നെ ജീവിതത്തിലേക്ക് തന്നെ മടക്കമുണ്ടായിരുന്നുവെങ്കിൽ, വഅകൂന മിനൽ മുഹ്സിനീൻ, ഞാൻ ഇങ്ങനൊന്നല്ല, പണ്ടത്തെ പോലൊന്നല്ല, ഞാൻ ഏറ്റവും നല്ല മുഹ്സിനുകളിൽപ്പെട്ടവനാകുമായിരുന്നു ഒരു തിരിച്ചുപോക്കുണ്ടായിരുന്നെങ്കിൽ. ഇങ്ങനെ ഒരു പരലോകമുള്ളത് നേരത്തെ അറിഞ്ഞില്ലല്ലോ, എന്തുകൊണ്ട് ഇനി നേരത്തെ പറഞ്ഞില്ല? ഇപ്പൊ ഈ മൂന്ന് ന്യായങ്ങൾ മനുഷ്യൻ പറയാതിരിക്കാനാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയതും പ്രവാചകൻ ഇറക്കിയതും. അതാണ് ഹുജ്ജത്ത്. അള്ളാഹു ഹുജ്ജത്ത് സ്ഥാപിച്ചു കഴിഞ്ഞു. മനസ്സിലാക്കുന്നവൻ മനസ്സിലാക്കുക, നിഷേധിക്കുന്നവൻ നിഷേധിക്കുക. രണ്ടും നേരത്തെ പറഞ്ഞ നഫ്സു മുത്മയിന്ന, നഫ്സുൽ ലവ്വാമ, നഫ്സുൽ അമ്മാറത്തും ബിസ്സു, അതിലേക്ക് അള്ളാഹു വിട്ടുകൊടുത്തു. എന്നിട്ട് അതിന്റെ മറുപടി എന്താണ്? ശരി, ഖദ് ജാഅത്ക ആയാതി, എന്റെ ആയത്തുകൾ നിങ്ങൾക്ക് വന്നെത്തിയിരുന്നു. ഫകദ്ദബ്ത ബിഹാ, ആ ആയത്തുകളെ നീ കളവാക്കി. വസ്തക്ബർത, അത് സ്വീകരിക്കാൻ നീ അഹങ്കരിച്ചു, കിബർ കാണിച്ചു. വകുന്ത മിനൽ കാഫിരീൻ, അങ്ങനെ നീ കാഫിരീങ്ങളിൽ പെട്ടു. ഞാനല്ല കുറ്റക്കാരൻ, എന്റെ കാര്യം ഞാൻ ക്ലിയറാക്കിയിരുന്നു. അള്ളാഹു പറയാണ്, ഖുർആൻ ഇറക്കി, പ്രവാചകനയച്ചു, ഖുർആൻ ആയത്തോതി തന്നു. അത് നിനക്കും സഹാബികൾക്കും മാത്രമല്ല, വമൻ ബലഗ, ഖുർആൻ ആർക്കൊക്കെ എത്തിയോ അവർക്കുമുള്ളതാക്കിയതാണ്. അപ്പൊ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥവും മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനും ഇസ്ലാം എന്ന മതവും ആരൊക്കെ കേൾക്കുന്നുവോ, ആ വിവരം ആർക്കൊക്കെ കിട്ടിയോ അവന് ഹുജ്ജത്തെത്തിക്കഴിഞ്ഞു, രക്ഷല്ല. അപ്പൊ അള്ളാഹ്ക്കറിയാം ഈ ജാതി മനുഷ്യന്മാരൊക്കെ പരലോകത്ത് വരും. നീയാണ് കുറ്റക്കാരൻ, ഞങ്ങളല്ല കുറ്റക്കാരൻ. എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? നമ്മൾ പറയല്ലോ, ഒരു സ്ഥലത്ത് ചെന്നു സാധനം തീർന്നു ചോദിക്കുക, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു എത്ര മണിക്ക് വരണം, ഇപ്പൊ ടോക്കൺ തീർന്നു ചോദിക്കുക, ടോക്കൺ എത്ര മണി രണ്ടാവളും നേരത്തെ, ഇത് സാധാരണ പരമാർത്ഥാണ്. അങ്ങനെ ഒരു തരുമ്പ് ന്യായവും പറയാൻ പരലോകത്തില്ല. അപ്പോ ഇക്കാര്യം പറഞ്ഞിട്ട് അള്ളാഹുവെ നീ അങ്ങനെ ഒരു നഫ്സിക്ക് തന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറഞ്ഞാൽ ന്യായമല്ല. കാരണം മറ്റേ ഭാഗം അള്ള പറഞ്ഞിട്ടുണ്ട്, അള്ളപ്പുറത്തുണ്ട്, സ്വർഗപ്പുറത്തുണ്ട്, അപ്പുറത്ത് ചീത്താനും നരകമുണ്ട്, അതിലേക്ക് പോണൊരു മനസ്സിലാക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നൊരു മനസ്സുണ്ട്, എങ്ങോട്ടാ പോകേണ്ടത് തീരുമാനിച്ചോ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞു, നബി പറഞ്ഞു, വൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക ഔ അലൈക. ഇതൊക്കെ റമദാനിലേക്കെല്ലാം അതിന് നോക്കാം. ഖുർആൻ ഒന്നുകിൽ നിനക്ക് അനുകൂലമായ തെളിവാണ്, അല്ലെങ്കിൽ നിനക്കെതിരായ തെളിവാണ്. എന്താ നമുക്ക് അനുകൂലമായ തെളിവാകുന്നത്? ഖുർആൻ എന്നത് നീ പഠിച്ചോ, മനസ്സിലാക്കിയോ, വിശ്വസിച്ചോ, അതനുസരിച്ച് പ്രവർത്തിച്ചോ എങ്കിൽ നാളെ നിനക്ക് അനുകൂലമായ തെളിവ് പരലോകത്ത് ഖുർആൻ പറയും. അല്ല, ഖുർആൻ കേട്ടു, ഖുർആൻ എന്ന ഗ്രന്ഥം കേട്ടു, അങ്ങനെ ഖുർആനുണ്ട്, ഇത് മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ടതാണ് എന്ന് കേട്ടിട്ട് അത് അന്വേഷിക്കുകയോ പഠിക്കുകയോ പഠിക്കാൻ അവസരമുണ്ടായിട്ട് ഉപയോഗപ്പെടുത്തുകയോ ചെയ്യാത്തവന് എതിരിൽ നാളെ ഖുർആൻ പറയും. അതാണ് ഹുജ്ജത്തുൽ ലക ഔ അലൈക, ഒന്നുകിൽ നിനക്ക് അനുകൂലം അല്ലെങ്കിൽ നിനക്കെതിരിൽ. രണ്ട് നിരക്കുള്ള ഹുജ്ജത്ത് ഖുർആനാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവിടെ രക്ഷ എന്നതിനാണ് നമ്മൾ പറഞ്ഞു. ഇനി മറ്റോടെ തോൽപ്പിക്കണം. ഇതിനെ അമ്മാറത്തും ബിസുവിനെ തോൽപ്പിക്കണം. തോൽപ്പിക്കാനുള്ള വഴി എന്താ? അമ്മാറത്തും ബിസുവിനോടും ശൈത്താനോടും അല്ലെങ്കിൽ സ്വന്തം നഫ്സിനോട്, ഈ പറയുന്ന തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന നഫ്സിനോട് യുദ്ധം ചെയ്യുക എന്നതാണ്. ആ യുദ്ധമാണ് വിജയിക്കാനുള്ള വഴി. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറയാണ്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ മാർഗത്തിൽ ആര് ജിഹാദ് നടത്തുന്നുവോ തീർച്ചയായും നമ്മുടെ വഴികളിലേക്ക് അവരെ നാം ചേർക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ നാം കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആര് ജിഹാദ് ചെയ്യുന്നുവോ അവരെ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ വഴിയിലേക്ക് ചേർക്കും. അപ്പൊ നമ്മൾ ചെയ്യാൻ തയ്യാറുണ്ടോ, പിന്നെ അള്ളാന്റെ സഹായം ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ വഴി തെരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇവിടെ ഹിദായത്ത് കിട്ടാനുള്ള വഴി അള്ളാഹു ഹിദായത്തിനെ ബന്ധിപ്പിച്ചത് എന്തുമായിട്ടാണ്? ജിഹാദുമായിട്ടാണ്. വല്ലദീന ജാഹദൂ ഫീനാ, നമ്മുടെ മാർഗത്തിൽ ആര് ജിഹാദ് നടത്തുന്നുവോ അവർക്ക് തീർച്ചയായും നമ്മുടെ വഴികളിലേക്ക് അവരെ നാം ചേർക്കും. ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹിന്റെ പക്കൽ നിന്ന് കിട്ടണമെങ്കിൽ ഒന്നാമത്തെ ഉപാധി നമ്മൾ അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ തയ്യാറാവണം. ജിഹാദ് ഏറ്റവും വലിയ ജിഹാദ് ഏതാ? സ്വന്തത്തോടുള്ള ജിഹാദാണ്, ഫർളായ ജിഹാദ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അഫ്റലുൽ ജിഹാദി ജിഹാദുൻ നഫ്സി വ ജിഹാദുൽ ഹവ. നമ്മുടെ സ്വന്തം മനസ്സിനോടും മനസ്സിന്റെ ഇച്ഛയോടുമുള്ള സമരമാണ് സമരത്തിലെ ഏറ്റവും ഏറ്റവും ഫർളായ ജിഹാദ്. കാരണം സ്വന്തത്തോട്, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നമ്മളിൽ അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള നഫ്സിന്റെ ആ പൈശാചിക വശത്തോടും അതിന്റെ താല്പര്യങ്ങളോടും നടത്തുന്ന യുദ്ധമാണ് ഏറ്റവും നിർബന്ധമായ യുദ്ധം.
അതിന്റെ ഭാഗമാണ് ശൈത്താനിനോടുള്ള യുദ്ധം, അതിന്റെ ഭാഗമാണ് ഈ ദുനിയാവിനോടുള്ള യുദ്ധം. ഇത് കഴിഞ്ഞിട്ടാണ് ജിഹാദുൽ ഖൈർ. ഇതൊക്കെ നമ്മളോട് നടത്തേണ്ട യുദ്ധമാണ്. നമ്മുടെ നഫ്സിനോട്, നഫ്സിലെ കുടിയിരിക്കുന്ന ശൈത്താനോട്, അതിന്റെ വകയായി ഉണ്ടാകുന്ന ദുനിയാവിനുള്ള പ്രേമം, ഈ 3 കാര്യത്തോട് യുദ്ധം നടത്തുക എന്നതാണ് ഒന്നാമത്തെ ജിഹാദ്. അതാണ് ജിഹാദുൽ നഫ്സ്, സ്വന്തം നഫ്സിനോടുള്ള യുദ്ധം. നമ്മൾ ആരെങ്കിലും ആ യുദ്ധം നടത്തുന്നുണ്ടോ? ഇത് ശൈഖ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ ഇൽമുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളിലും ഈ ആയത്തിന്റെ വിശദീകരണത്തിലും അങ്ങനെ പല സ്ഥലത്തും ഈ കാര്യങ്ങൾ വിശദീകരിച്ചത് കാണാം. അപ്പൊ ഒന്നാമത്തെ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനോട് യുദ്ധം ചെയ്യലാണ്. അത് നമ്മുടെ നഫ്സാൻ, അമ്മാറത്തും ബിസ്സുആൻ എന്നൊരു പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. ഉള്ളിലുള്ള ശത്രുവിനെ തോൽപ്പിക്കാത്തവന് പുറത്തുള്ള ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ നഫ്സിനോട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ടില്ലെങ്കിൽ പുറത്തുള്ള ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഉള്ളിലുള്ള ശത്രുവിനെ തോൽപ്പിച്ചാൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാവും. ഇതുണ്ടെങ്കിലേ പുറത്തുള്ള ശത്രുവിനെതിരിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഏറ്റവും വലിയ ശത്രുവാരാ? മുസ്ലിങ്ങളെ കൊല്ലാൻ വരുന്നവനല്ല, മറിച്ച് നമ്മെ പിഴപ്പിക്കാൻ നടക്കുന്ന ശൈത്താനും അത് കുടിയിരിക്കുന്ന തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന, തിന്മ കൽപ്പിക്കുന്ന നഫ്സും അതിന്റെ താല്പര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഈ കാര്യം പറഞ്ഞത്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. സൂറത്തുൽ അൻകബൂത്തിലെ 69-ാമത്തെ ആയത്താണ്. ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഫത്തമ എന്ന് പറഞ്ഞാൽ മുലകുടി നിർത്തുക എന്നാണ്. മുലയൂട്ടുന്ന കുട്ടി 2 വയസ്സാൽ പാല് നിർത്തുക, അതിനാണ് ഫാത്തിമ, മുലകുടി നിർത്തിയ സ്ത്രീ എന്നൊക്കെ പറയുന്നത്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഫിതാമുൻ നഫ്സി അനി ശഹവാത്ത്, മനസ്സിന്റെ താല്പര്യങ്ങളിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ എന്തൊക്കെ തോന്നലുകൾ ഉണ്ടാകുന്നുവോ, ഹവകൾ ഉണ്ടാകുന്നുവോ, ആ ഹവയിൽ നിന്ന് നഫ്സിനെ ഫിതാമ നടത്തുക എന്ന് പറഞ്ഞാൽ മുലകുടി നിർത്തുക എന്നല്ല, ആ നഫ്സിനെ പിടിച്ചു നിർത്തുക. ഇച്ഛന്റെ പിന്നാലെ പോകാൻ സമ്മതിക്കരുത്, കടിഞ്ഞാടണം. മനസ്സിന്റെ ഇച്ഛകളിൽ നിന്നും താല്പര്യങ്ങളിൽ നിന്നും ഹൃദയത്തെ ഊരിയെടുക്കുക. അതിലേക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കല്ല, അതിനങ്ങോട്ട് ഊരണം. ഹൃദയം നഫ്സ് ഇങ്ങോട്ട് ഷഹവാത്ത് അങ്ങോട്ട് പോകട്ടെ. അതാണ് ഭാഷാപരമായ അർത്ഥം തന്നെ അതാണ്. എന്നാൽ മതപരമായ അർത്ഥം എന്ന് പറയുന്നത്, ഒന്നാമത്തെ അർത്ഥം തിന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ശർഅന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുന്ന നഫ്സിനോടുള്ള യുദ്ധമാണ്. അപ്പൊ അതിന്റെ ചുരുക്കാണ് സ്വന്തത്തോടുള്ള സമരം, മറ്റുള്ളവരുടെ സമരം. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മോടുള്ള സമരമാകും. ഈ സമരത്തിൽ വിജയിക്കാൻ സാധിച്ചാൽ നേരത്തെ പറഞ്ഞ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ആ പരീക്ഷണത്തെ കൂട്ടത്തിൽ, സ്വന്തത്തോടുള്ള സമരത്തിന്റെ കൂട്ടത്തിൽ ഒന്നാമതുണ്ടായിരുന്ന സമരം ഏതാ? ശിർക്കിനോടുള്ള സമരമാണ്, തൗഹീദിന് വേണ്ടിയുള്ള സമരം. കാരണം ശിർക്കിനെ തോൽപ്പിക്കാൻ കഴിയാത്തവന് ഒരിക്കലും രക്ഷ ഉണ്ടാവില്ല. ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏതാ? നമസ്കാരം, അതുപോലെ തന്നെ നോമ്പ്, സക്കാത്ത് പോലുള്ള കാര്യങ്ങളിൽ. അതില് പണ്ഡിതന്മാര് ഫർളസ്കാരം, ജമാഅത്ത് നിസ്കാരം പ്രത്യേക എണ്ണി പറഞ്ഞു കാണാം. അവിടെ ശൈത്താനെ പറയണം അങ്ങോട്ടുണ്ടാവും, ഇപ്പം പോണ്ട, കുറച്ചുകൂടെ കിടന്നോ, കുറച്ചുകൂടി ഇരുന്നോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോവാ, അല്ലെങ്കിൽ വർത്താൻ പറഞ്ഞിട്ട് പോവാ, അല്ലെങ്കിൽ പീടിയെ കൂട്ടിയിട്ട് പോവാ, കച്ചവടക്കാരൻ പോയിട്ട് പോവാ. ഇതൊക്കെ എന്താണ്? അങ്ങോട്ടുള്ള പിടുത്താൻ. ഈ പിടുത്തത്തിനെതിരിൽ സമരം ചെയ്യാൻ സാധിക്കണം. അപ്പോ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന കാര്യത്തിൽ നഫ്സിനോട് സമരം ചെയ്യുക, അതിനെ തോൽപ്പിച്ച് അനുസരിക്കാൻ പോവുക. അപ്പൊ സ്വന്തത്തോടുള്ള സമരത്തെ തന്നെ 2ആയി പണ്ഡിതന്മാർ വിശദീകരിച്ചു. ജിഹാദ് 2 തരം, സ്വന്തത്തോട് എതിരെ മറ്റുള്ളവരോട്. ഇനി സ്വന്തത്തോടുള്ള ജിഹാദിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തടസ്സം നിൽക്കുമ്പോ നഫ്സിനോട് എതിർക്കുക, അതിനെ തോൽപ്പിക്കുക. അപ്പൊ പള്ളി പോരാൻ പറ്റൂ, അപ്പൊ നോമ്പ് വെക്കാൻ പറ്റൂ, അപ്പൊ നിസ്കരിക്കാൻ പറ്റൂ, അപ്പൊ സക്കാത്ത് കൊടുക്കാൻ പറ്റൂ, അങ്ങനെ എല്ലാ നന്മയും ചെയ്യാൻ പറ്റും. രണ്ടാമത്തതോ, ഇതൊക്കെ ഷെയ്ഖ് ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് ഉസൈമീൻ വിശദീകരിച്ചിട്ടുണ്ട്, വേറെ പല പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. രണ്ടാമത്തേത് തിന്മ, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടി നഫ്സിനോട് നടത്തുന്ന സമരം. അപ്പൊ ഒന്ന് കൽപ്പന പാലിക്കാനുള്ള സമരം, രണ്ടാമത്തേത് തിന്മയിലേക്ക് പിടിച്ചു വലിക്കുമ്പോ അതിനെ എതിർക്കാനുള്ള സമരം. ഈ 2 തരത്തിലുള്ള സമരം. അത് രണ്ടും പൂർത്തിയായി, രണ്ടുണ്ടായി പൂർത്തിയായി. നന്മ വന്നു, കൽപ്പന പാലിക്കുക എന്നുള്ള കാര്യം ഉണ്ടായി. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? തിന്മ, കൽപ്പന ലംഘിക്കുക, തിന്മ പ്രവർത്തിക്കുക. അപ്പൊ അതിനെ പ്രതിരോധിക്കാനുള്ള സമരവും ഇതിനെ നേടിയെടുക്കാനുള്ള പോരാട്ടവും. ഈ 2 പോരാട്ടങ്ങളാണ് ജിഹാദുൻ നഫ്സ്, സ്വന്തത്തോടുള്ള ജിഹാദ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി കൂടിച്ചേർന്നാൽ മനുഷ്യൻ വിജയിക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഫ്ദലുൽ ജിഹാദ്, ജിഹാദിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അൻ യുജാഹിദ റജുലു നഫ്സഹു, ഒരു മനുഷ്യൻ അവന്റെ നഫ്സിനോടും വഹവ, മനസ്സിലുണ്ടാകുന്ന ഇച്ഛകളോടും താല്പര്യങ്ങളോടും, സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാത്ത് മിനൻ നിസായി എന്ന് പറഞ്ഞ ഖുർആൻ വേറെയും പല കാര്യങ്ങളും, സ്വർണ്ണ കൂമ്പാരങ്ങൾ, അതുപോലെ തന്നെ കുതിരകൾ, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ആണെന്താ പറഞ്ഞത്? സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാത്ത്, ഇച്ഛകളെ, താല്പര്യങ്ങളോട് പ്രേമമുണ്ടാവുക എന്ന് പറയുന്നത് മനുഷ്യന് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. കള്ളുടിക്കാൻ അതിന് പ്രേരണ ഉണ്ടാവും, വ്യഭിചരിക്കാൻ പ്രേരണ ഉണ്ടാവും, അത് നന്നായി തോന്നിപ്പിക്കപ്പെടും. ഒരു സിനിമ കണ്ടാൽ തിരക്കില്ല, അല്ലെങ്കിൽ അശ്ലീല സിനിമകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടാൽ തിരക്കില്ല, അല്ലെങ്കിൽ പെണ്ണിനെ നോക്കിയ തിരക്കില്ല, ഒരു മ്യൂസിക്കല്ല പാട്ട് കേട്ട തിരക്കില്ല,
കുറച്ച് നുണ പറഞ്ഞാൽ തിരക്കില്ല. അതൊക്കെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യമാണ്. അത് മനസ്സിന് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ആരാ അലങ്കരിച്ചെന്ന്? അള്ളാഹ് അലങ്കരിച്ചെന്നു. അപ്പൊ ആ നഫ്സിനോടുള്ള യുദ്ധം, അതാണ് അഫ്ദലുൽ ജിഹാദ്. ജിഹാദിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇസ്രായേലിനെതിരെയുള്ള യുദ്ധമല്ല, അമേരിക്കയ്ക്കെതിരെയുള്ള യുദ്ധമല്ല, ISIS-നെതിരെ യുദ്ധമല്ല. അയ്യുജാഹിദ റജുലു നഫ്സഹു, ഒരുത്തൻ അവന്റെ നഫ്സിനോടും മനസ്സിനോട് നടത്തുന്ന ജിഹാദാണ്. വഹവാഹു, അവന്റെ ഇച്ഛയോടും. ഇത് ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സഹീഹയിലും അതുപോലെ തന്നെ അൽ ജാമിഉ സഗീറിന്റെ തഹ്ഖീഖിലും ഇത് സഹീഹാണ്, ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു ഹദീസ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തു, ഷെയ്ഖ് അൽബാനി അത് സഹീഹാണ്. അൽ മുജാഹിദ്, ശരിയായ മുജാഹിദ് എന്ന് പറഞ്ഞാൽ മൻ ജാഹദ നഫ്സഹു. മുജാഹിദിന്റെ കമ്മിറ്റിക്ക് അനുകൂലമായി കമ്മിറ്റി ഭരണമൊക്കെ അംഗീകരിച്ച് സ്വീകരിക്കുന്ന പറഞ്ഞാൽ ആ മുജാഹിദ് അല്ല ഇവിടെ പറയുന്നത്. അൽ മുജാഹിദു, മുജാഹിദ് എന്ന് പറഞ്ഞാൽ മൻ ജാഹദ നഫ്സഹു, സ്വന്തം നഫ്സിനോട് ആര് സമരം നടത്തിയോ അവനാണ് മുജാഹിദ്. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഈ പറയുന്ന വലിയ ജിഹാദ് നടത്തുന്നുണ്ടോ, ശൈത്താനെ നഫ്സിനെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ, അമ്മാറത്തും ബിസ്സുവിനെ? ഇല്ല എങ്കിൽ നമ്മൾ മുജാഹിദല്ല. മുജാഹിദ് എന്നാൽ ഓരോ മുസ്ലിമിനും മുഅ്മിനും ഉണ്ടാകേണ്ടുന്ന കാര്യമാണ്. നമ്മളെ മനസ്സിലേക്ക് ജിഹാദ് എന്ന് പറയുമ്പോൾ കുന്തം, വാള്, ബോംബ് ഇതൊക്കെ വരിക, അതല്ല. നമ്മുടെ നഫ്സിനോട് നടത്തുന്ന ജിഹാദ് ഉണ്ടാകണം. അത് നടത്തുന്നവനാണ് യഥാർത്ഥ മുജാഹിദ്. ആ മുജാഹിദാണ് യഥാർത്ഥ മനുഷ്യൻ. അവനാണ് നേരത്തെ പറഞ്ഞ പരീക്ഷണത്തിൽ വിജയിക്കാൻ സാധിക്കുക. അതിന്റെ ഭാഗമാണ് ഈ ജിഹാദിന്റെ ഭാഗമാണ് എന്ത്? ദീൻ പഠിക്കുക. ഇരിക്കുമ്പോൾ കുറച്ചു മുമ്പ് വേദന കൂടും ചിലപ്പോ, അപ്പൊ വിചാരിക്കേണ്ടി വരും ഇത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിക്കുന്ന എന്തിനാ? ഇതൊരു ജിഹാദാണ്. അതൊക്കെ ഒഴിവാക്കി ഇവിടെ വന്നിരിക്കുക എന്താ? അത് ജിഹാദാണ്. ഈ പറഞ്ഞ ജിഹാദുൻ നഫ്സാണ്. ആ ജിഹാദുൻ നഫ്സിൽ പണ്ഡിതന്മാരുണ്ട്. തഅല്ലുമുൽ ഹുദാ, ദീൻ പഠിക്കുക, ഹിദായത്ത് പഠിക്കുക. രണ്ടാമത്തെ ഇത് ശൈഖ് ഉതൈമീൻ തന്നെ, ആയുധമെടുത്ത് യുദ്ധത്തിന് പോകുന്നതിന് മുന്നേ ഉണ്ടാകേണ്ടുന്ന ജിഹാദ് ദീൻ പഠിക്കാനാണ്. ജിഹാദ് ദീൻ പഠിക്കലാണ് ഒന്നാമത്തെ ജിഹാദ് നിർത്തുന്നത്. കാരണം പഠിച്ചാല് എപ്പോഴാണ് യുദ്ധം ചെയ്ത് ആഴ യുദ്ധം എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തതോ, ആ ദീൻ പഠിക്കാനുള്ള ജിഹാദ് കഴിഞ്ഞാൽ ആ പഠിച്ച ഇൽമനുസരിച്ച് പ്രവർത്തിക്കാൻ നടത്തേണ്ടത് ജിഹാദ്. അപ്പൊ നേരത്തെ പറഞ്ഞ ശൈത്താനോട് ഈ പറഞ്ഞതിനോടൊക്കെ യുദ്ധം ചെയ്യണം. പിന്നെ ആ പഠിച്ച കാര്യങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ ദഅവത്ത് നടത്തുക, അതിനും ജിഹാദ് നടത്തേണ്ടി വരും. പഠിച്ചു കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടില്ല, ഞാൻ എന്റെ കാര്യം തന്നെ കുത്തിരുന്നാൽ അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. പഠിച്ചത് പ്രവർത്തിക്കുക, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതാണ് ദഅവത്ത്. അംറും ബിൽ മഅറൂഫ് വനഹ്യു അനിൽ മുൻകർ. അത് മൂന്നാമത്തെ ഘട്ടമാണ്. നാലാമത്തെ ഘട്ടം അങ്ങനെ പോകുമ്പോൾ പ്രയാസം ഉണ്ടാവും. ആളുകൾ ഒറ്റപ്പെടുത്തും, ബഹിഷ്കരിക്കും, വരാതക്കും, പണങ്ങും, വേറെ പല പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ സബുറാക്കുക, ക്ഷമിക്കുക. അപ്പോ ഇപ്പറയുന്ന ജിഹാദിന്റെ ഭാഗമായി ഈ 4 ഘട്ടങ്ങൾ കൂടി പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അതൊക്കെ കൂടുതൽ വിശദമായി പറയേണ്ടുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഖുർആനിൽ റബ്ബാനിയൂന എന്നൊരു പ്രയോഗം കാണാം. ഖുർആനിൽ റബ്ബാനിയൂൻ. ആരാ റബ്ബാനികൾ? റബ്ബാനി എന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞ 4 കാര്യങ്ങൾ നേടിയവരാണ്. ഇൽമ അനുസരിച്ച് അമലി, പ്രവർത്തി, അതനുസരിച്ചുള്ള ദഅവത്ത്, അതിലേക്കുള്ള ദഅവത്ത്, അതിന്റെ പേരിൽ പ്രയാസങ്ങൾ സഹിക്കുന്നവർ. ആ റബ്ബാനി എന്നുള്ള മലയാള ശബ്ദത്താണ്. അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നാണ്. ഇവിടെ 2 കാര്യങ്ങൾ അതിനേക്കാൾ കൂട്ടി പണ്ഡിതന്മാർ പറഞ്ഞെന്താ? അറിയലും പഠിക്കലും മാത്രമല്ല, അതിലേക്ക് ക്ഷണിക്കലും അതിന്റെ പേരിലുള്ള പ്രയാസം. ഇവർക്കാണ് റബ്ബാനിയൂൻ എന്ന് ഖുർആനിൽ പണ്ഡിതന്മാരായ ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അങ്ങനെയുള്ള റബ്ബാനികളാകാൻ എനിക്കും നിങ്ങൾക്കും ഒക്കെ പറ്റും. ഇങ്ങനെ റബ്ബാനികളായി മാറിയാൽ, ഈ ജിഹാദ് നടത്തിയാൽ, നഫ്സിനെ തോൽപ്പിച്ചാൽ, സ്വന്തത്തോട് ജിഹാദ് നടത്തിയാൽ കിട്ടുന്ന ഫലം എന്താ? അത് നേരത്തെ പറഞ്ഞ ഫലം. ഹിദായത്ത് കിട്ടും ഇല്ലേ? ഹിദായത്ത് കുറയും. പിന്നെ അതിൽ താഴോട്ട് പോയോ എങ്കിൽ ഹിദായത്ത് തീരെ ഇല്ലാതാവും. ഇത് ഖുർആൻ തന്നെ പറഞ്ഞതാണ് സുബുലന. അപ്പൊ വമ്പിച്ച ഓഫറാണ്. ഇപ്പറഞ്ഞ ജിഹാദ് നഫ്സിനോട് ജിഹാദ് നടത്തുന്നുവോ എങ്കിൽ ഹിദായത്ത് ഞാൻ നിങ്ങൾക്ക് തരും. അള്ളാഹ് അങ്ങോട്ടാക്കി അതിൽ ചേർത്ത് തരുന്നാണ് ഇബ്നുൽ ഖയ്യിം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിനെ ജിഹാദിനോട് ചേർത്ത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഹിദായത്ത് പൂർണ്ണമാകാനുള്ള വഴി എന്താണ്? അഅ്ലമുഹും ജിഹാദൻ. ആർക്കാണ് ഏറ്റവും പൂർണ്ണമായ ഹിദായത്ത് കിട്ടുക? ഏറ്റവും മഹത്തായ ജിഹാദ് നടത്തുന്നവൻ. ജിഹാദിൽ ഏറ്റവും മഹത്തായതും ഏറ്റവും നിർബന്ധമായതും എന്താ? ജിഹാദുൻ നഫ്സ്. ഇബ്നുൽ ഖയ്യിം ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. ഇനി ജിഹാദുൻ നഫ്സിലേക്ക് പോകാനുള്ള വഴി എന്താ? ഇവിടെ തബ്ലീഗ് ജമാഅത്തുകാർ, അതുപോലെ തന്നെ ചില സൂഫികള്, തെരീഖത്തിന്റെ ആളുകൾ, ഇവരൊക്കെ എന്താ വെച്ചാൽ തെരീഖത്തിന്റെ ആള് പറഞ്ഞു കൊടുക്കുന്ന ദിക്ർ ഹാ ഹൂ ഹീ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരെ കിതാബ് പറയുന്ന പോലെ അങ്ങനെ ചില പ്രത്യേക ദിക്റുകളും ചില പ്രത്യേക കാട്ടിക്കൂട്ടലുകളും ചില പ്രത്യേക വേഷങ്ങളും പല ഡാൻസുകളും, ദിക്ർ ഡാൻസ് ഒക്കെ നടത്തി ഇതാണ് മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള വഴി എന്ന് കൂട്ടർ പറയുന്നു. തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം തബ്ലീഗാന്റെ അത് സൂഫിയുടെ വഴിയാണ്, തരീഖത്തിന്റെ വഴി. തബ്ലീഗാന്റെ വഴി എന്താ? തബ്ലീഗാൻ പറയുന്നത് തൗഹീദൊന്നും ഇപ്പം പറയണ്ട, അങ്ങനെ പച്ചക്ക് പറയണ്ട, നമ്മൾ നിസ്കാരത്തിന്റെ മഹത്വം മറ്റേ മഹത്വം ഈ ഫളായിലൊക്കെ പറഞ്ഞെടുത്തിട്ട് അങ്ങനെ ആൾക്കാർ അങ്ങനെ മെല്ലെ മെല്ലെ ഇതിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്നത് അല്ല. ഇവിടെ ഏറ്റവും വലിയ ജിഹാദ് എന്താ? ആദ്യത്തെ ജിഹാദ് തൗഹീദിന്റെ മാർഗത്തിലാണ്, ആദ്യം പറഞ്ഞു. അതില്ലാതെ പിന്നെന്ത് തസ്കിയത്ത് ഉണ്ടാകാം? അപ്പോ ഇത് തുടങ്ങേണ്ടത് ഇസ്ലാം പഠിപ്പിച്ച, പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്ന സംസ്കരണത്തിന്റെ വഴി ഏതാണോ ആ വഴി സ്വീകരിക്കണം. ആ വഴി ഏതാ? ഇസ്ലാമിന്റെ വഴിയാണ്. ഇസ്ലാമിന്റെ വഴി എവിടെ വന്നത്? പ്രവാചകന്മാർ പഠിപ്പിച്ച വഴിയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ഫർ റുസുലു അതിബാഉൽ നഫ്സ്.
മനസ്സിനെ ചികിത്സിക്കുന്ന ഏറ്റവും വലിയ ഡോക്ടർമാർ അത് പ്രവാചകന്മാരാകുന്നു. അത് വെറുതെ പറഞ്ഞതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചതിനെ കുറിച്ച് പറഞ്ഞെടുത്ത് കാണാം. എന്താണ്? വയുസക്കീഹിം, അവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കുകയും അവർക്ക് പഠിപ്പിച്ചെടുക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുക. തസ്കിയത്ത് ആണ്, മനസ്സിനെ ശുദ്ധീകരിക്കുക. അപ്പൊ ഈ പണി മനസ്സിനെ ശുദ്ധീകരിക്കാനായിട്ട് വേറെ ട്രിക്കൊന്നുമില്ല. ഹാഹൂന്നില്ലാൽ സംസ്കൃത തസ്കിയത്ത് ഉണ്ടാവില്ല. വേറെ ഏതെങ്കിലും ശേഖന്റെ കൂടെ സൂഫി തരീഖത്തിന്റെ കൂടെ പോയാൽ തസ്കിയത്ത് ഉണ്ടാവില്ല. തസ്കിയത്തിന്റെ വഴി എന്താ? പ്രവാചകന്മാർ പിടിച്ചു വന്ന വഴിയാണ്. ആ പ്രവാചകന്മാരുടെ ഡ്യൂട്ടിയാണ് ജനങ്ങളെ സംസ്കരിക്കുക. സംസ്കരിക്കുന്ന വഴി എന്താ? ഖുർആൻ ഓതി കൊടുക്കുക, എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുക, വിശദീകരിച്ചു കൊടുക്കുക. അതിന്റെ വഴി. ഇത് വിട്ട് ആര് പോകുന്നുവോ അവർ മുറിവൈദ്യന്മാരാണ്. ഇതൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയാൽ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, രണ്ട് സുലൂക്കുണ്ട്. ഒന്ന് അപ്പറഞ്ഞ വഴിയാണ്, അത് ശരിയല്ല. ഇസ്ലാമിന്റെ വഴിയാണ് ശരിയായ സുലൂക്ക്. ആയതാ? ഈ പൂർവികന്മാർ സ്വീകരിച്ച വഴി. പിന്നെ അതിനെതിരായത് നേരത്തെ പറഞ്ഞ പോലെ മുറിവൈദ്യന്മാരുടെ വഴിയാകുന്നു. ഇതൊക്കെ ഈ ചികിത്സ നടത്തേണ്ടി വരും. കാരണം എന്താ? ഖുർആൻ കൊണ്ട്, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കൊണ്ട്, വയല് കൊണ്ട്, ഖുർആൻ ക്ലാസ് കൊണ്ട്, ഖുത്ബ കൊണ്ട്, വായന കൊണ്ട് ഒക്കെ ചികിത്സിക്കണം. അങ്ങനെ തസ്കിയത്ത് നടത്തണം. കാരണം എന്താ? അല്ലാഹ് പറഞ്ഞു, ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. അപ്പൊ മനുഷ്യന്റെ ദൗർബല്യം എന്ന് പറഞ്ഞാൽ എന്താ? ചില ആൾക്കാർ പറഞ്ഞു പെണ്ണുങ്ങളെ കാര്യത്തിൽ മനുഷ്യന് ക്ഷമിക്കാൻ കഴിയില്ല. താവൂസ് മുഖാത്തിൽ എന്നീ താബീങ്ങൾ പറഞ്ഞതാണ്. ഹസൻ ബസ്രി പറഞ്ഞു അത് വളരെ നിസ്സാരമായ ഇന്ദ്രിയത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ നിലക്ക് മനുഷ്യൻ ദുർബലനാണ്. അതുപോലെ തന്നെ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു മനുഷ്യന്റെ ഹവയെ കീഴ്പ്പെടുത്താൻ അവന് കഴിയില്ല, അവനതിൽ ദുർബലമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറയാണ് ഇതിൽ ഏറ്റവും ശരി എന്താണ്? ഈ പറഞ്ഞതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഈ നിലക്കൊക്കെ മനുഷ്യൻ ദുർബലനാണ്. അതുകൊണ്ട് തന്നെ ഈ ദൗർബല്യങ്ങളെയൊക്കെ മറികടക്കണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന ആത്മീയ ചികിത്സ. ആത്മീയ ചികിത്സ എന്നാൽ നൂലും മന്ത്രവും, അല്ലെങ്കിൽ നൂലും മന്ത്രം എന്നാൽ ശരിയായ മന്ത്രമുണ്ട്, റുക്കിയുണ്ട്. അതല്ലാത്ത തരത്തിലുള്ള പല ചൊട്ടുവിദ്യകളും തട്ടിപ്പുകളും പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ അടുത്ത് ഒരു വൈകല്യമുള്ള ഒരു പെണ്ണിനെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് വ്യഭിചരിച്ച് പോലീസ് പിടിച്ചു. എന്റെ നാടിനടുത്ത് അവിടെ കള്ളന്തോട് തങ്ങൾ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു പേര് എന്താണ് മഷൂർ തങ്ങൾ, പേപ്പറിൽ വന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ജാതി തരികിടക്കാരും തട്ടിപ്പുകാരും മനുഷ്യരെ ചൈത്താന്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ചിത്താന്മാരായ തങ്ങന്മാരെയും അല്ല. അതല്ല വഴി. പിന്നെന്താണ്? വമയ്യഅ്തസിം ബില്ലാഹ്, അള്ളാഹുവിനെ ആരെ മുറുകെ പിടിക്കുന്നുവോ ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവർ ചൊവ്വായ വഴിയിലേക്ക് അവർക്ക് വഴി കാണിക്കപ്പെടും. അപ്പൊ അള്ളാഹിനെ മുറുകെ പിടിച്ച് വിശ്വസിച്ചാൽ അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ടാവും, നമുക്ക് വഴി കാണിച്ചു തരും. അതാണ് ഹുദിയ. അവർക്ക് വീണ്ടും അള്ളാഹു സന്മാർഗം കാണിച്ചു തരും. അതിലേക്ക് ചൊവ്വായ വഴിയിലേക്ക് അള്ളാഹു കൊണ്ടുപോകും. അതിലേക്ക് അവർ വഴി കാണിക്കപ്പെടും. ഇനി സൂറത്ത് ഹജ്ജിലെ 78-ാമത്തെ ആയത്ത്, വഅ്തസിമു ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളുടെ മൗല. മറ്റേ മൗലാനയല്ല. മൗലാന എന്നർത്ഥം. മൗലാന എന്ന മൗലന്നെ രക്ഷകൻ. മൗലാന എന്ന് പറഞ്ഞാൽ നമ്മളെ മൗലാനാണ്, നമ്മുടെ രക്ഷകൻ. മറ്റേ ഉസ്താദല്ല. ഇവിടെ വഅ്തസിമു ബില്ലാഹ് ഹുവ മൗലാക്കും, നിങ്ങളുടെ യഥാർത്ഥ മൗല അതാരാണ്? അള്ളാഹുവാണ്. ഫനിഅമൽ മൗല, ആ യഥാർത്ഥ രക്ഷകനായ അള്ളാഹു എത്ര നല്ലവനാണ്, എത്ര നല്ല രക്ഷകനാണ്. ഫനിഅമൻ നസീർ, അള്ളാഹു എത്ര നല്ല സഹായിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷകനായ സഹായിയായ മൗലയായ അള്ളാഹുവിനെ മുറുകെ പിടിച്ചോളൂ, രക്ഷപ്പെടാം. ത്വരീഖത്തിന്റെ ഇമാമിനെ മുറുകെ പിടിക്കാനല്ല, സൂഫികളുടെ പിന്നാലെ പോകാനല്ല, ഖുബൂരികളുടെ പിന്നാലെ പോകാനല്ല, തരീഖത്തുകാരുടെ അല്ലെങ്കിൽ ഈ തബ്ലീഗുകാരുടെ വഴികളിലേക്ക് പോകാനല്ല, മറിച്ച് അള്ളാഹുവിന്റെ മാർഗം മുറുകെ പിടിക്കുക. അതാണ് നിങ്ങളുടെ രക്ഷയ്ക്ക് വഴി. ഇനി തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഹദീസുകൾ പറഞ്ഞത് കാണാം. നബി ഒരു ദീർഘമായ ഹദീസാണ്. 3 കാര്യങ്ങൾ ആർക്കുണ്ടോ അവർ വിശ്വാസത്തിന്റെ മധുരം ആസ്വദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അവിടെ ഈമാൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ ഈമാൻ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അന്നത്തെ മേലെ പടി മുതൽ വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കുക എന്ന താഴെ പടി വരെയുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈമാനാണ്. അതിന്റെയൊക്കെ മാധുര്യം കിട്ടണമെങ്കിൽ 1 അള്ളാഹിനെ മാത്രം ആരാധിക്കുക, 2 സക്കാത്ത് കൃത്യമായി കൊടുക്കുക, 3 നഫ്സിനെ ശുദ്ധീകരിക്കുക എന്ന് പറയും. അപ്പൊ സഹാബികൾ ഒരാൾ ചോദിച്ചു, എന്താ നബിയെ തസ്കിയത്തുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ? മനസ്സിനെ ശുദ്ധീകരിക്കുക, ആത്മവിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നബി പറഞ്ഞു അയ്യഅലമ അന്നല്ലാഹ അസ്സ വജല്ല മഅഹു ഹൈതു കാൻ. ചെറിയൊരു മറുപടിയാണ്, പക്ഷെ വലിയൊരു കാര്യമാണ്. മനുഷ്യൻ എവിടെയുണ്ടോ, എവിടെയായിരുന്നാലും അവനോടൊപ്പം അള്ളാഹു ഉണ്ട് എന്നവൻ മനസ്സിലാക്കലാണ് തസ്കിയത്ത്. അതിന് മറ്റാണ്ട് മുന്നേ പോയി കുത്തിരിക്കണ്ട, കുമ്പതിരിക്കണ്ട. എന്താണ്? എല്ലാം അള്ളാഹു, നാം എവിടെയുണ്ടോ അവിടെയൊക്കെ അള്ളാഹു ഉണ്ട് എന്ന് അറിയലാകുന്നു തസ്കിയത്ത്. ആ ബോധം. ഇവിടെ അള്ളാഹു നമ്മളവിടെ കാണാൻ ഇവിടെ അല്ലാണ്ടെന്ന
അള്ളാഹ് അവിടെ വെച്ചാൽ അള്ളാഹ് എല്ലാറ്റിലും ഉണ്ടെന്നോ ഭൂമിയിലാണെന്നോ നമ്മോടൊപ്പം ഉണ്ടെന്നല്ല. ഈ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മഅയ്യത്തുല്ലാഹിൽ ഖാസ, രണ്ടു നിലക്ക് വേണ്ടി പരിശീലിച്ചു, അതുകൂടെ പറയാൻ സമയമല്ല. അള്ളാഹുവിന്റെ കാഴ്ച, കേൾവി, അറിവ്, ഈ മൂന്ന് കാര്യമില്ലാത്ത ഒരു ഇടവും ഭൂലോകത്തില്ല. അതാണ് അള്ളാഹു കൂടെ ഉള്ളത്. അല്ലാണ്ട് അള്ളാഹു നമ്മളെ കൂടെ നടക്കുന്നില്ല. അള്ളാഹു ആകാശത്താണ്. മംഫിസ് സമാ, ഖുർആൻ പറഞ്ഞാൽ ആകാശത്തുള്ളവൻ. അപ്പൊ ഉപരിലോകത്തുള്ളവൻ അള്ളാഹു ഇവിടെ നടക്കില്ല. ഇതിലൊന്നും അല്ലല്ല. കല്ലിലും തുരുമ്പിലും അള്ളാഹു ഉണ്ട്. ദൈവത്തിന് അനുസരിച്ചുള്ള അദ്വൈതവാദം അത് ഇസ്ലാമിന്റേതല്ല. നമ്മൾ എവിടെയുണ്ടോ അവിടൊക്കെ അള്ളാഹു കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്ന ബോധം ഒരുത്തനുണ്ടെങ്കിൽ ഓൻ നഫ്സ് മുത്മയിന്നയുടെ പിന്നാലെ പോകും. നേരത്തെ പറഞ്ഞ നവ്വാമന്റെ കൂടെ പോകില്ല. ആ ബോധമാണ് തസ്കിയത്ത്. ഈ ഒരു ബോധം ഇത് കേട്ടാൽ തന്നെ ഉണ്ടാവും. ആ ബോധമുണ്ടോ അവന് തസ്കിയത്ത് ഉണ്ടാകും. ഇത് നബി പഠിപ്പിച്ച തസ്കിയത്താണ്. ആ തസ്കിയത്ത് ഖുർആനിലൂടെയും ഹദീസിലൂടെയും നേടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമായി നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. നഫ്സാണ് സത്യം. നഫ്സിനെ ശരിപ്പെടുത്തിയതേതോ അതാണ് സത്യം. ആ നഫ്സിന് ഫുജൂറും തഖ്വയും രണ്ടും അവൻ തോന്നിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഈ നഫ്സിനെ ആര് ശുദ്ധീകരിച്ചുവോ, തസ്കിയത്ത് നടത്തിയോ, അവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. ശുദ്ധീകരിക്കാനല്ല, അള്ളാഹുവിന്റെ അറിവും കേൾവിയും കാഴ്ചയും ഞാൻ പോകുന്നിടത്തൊക്കെ ഉണ്ട് എന്ന ബോധം ഏതൊരുത്തന്റെ മനസ്സിലുണ്ടോ അവൻ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓനെ മറ്റേ ദിക്ർ ഡാൻസ് നടത്തേണ്ട കാര്യമല്ല. ഹാ ഹൂ അല്ലാ, ഹാ അല്ലാ, ഇങ്ങനെ പല കോലത്തിൽ ചെല്ലേണ്ട കാര്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് അതിനെ ജീവിച്ചാൽ മതി. എന്നിട്ട് അതിന്റെ മറുവശം വമൻ ഖാബ ഫഖദ് ദസ്സാഹ. എന്നാൽ ഇച്ഛാഭംഗം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു. ആര്? മൻ ദസ്സാഹ, മനസ്സിനെ മലിനമാക്കിയവൻ എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ അർത്ഥം പറയാറുണ്ട്. ശരിക്കും ദസ്സ എന്ന് പറഞ്ഞാൽ മൂടി വെക്കുക, പൂഴ്ത്തി വെക്കുക, മറച്ചു വെക്കുക എന്നാണ്. അള്ളാഹു ഹൃദയത്തിൽ നൽകിയിട്ടുള്ള നന്മ ചെയ്യാനുള്ള ശാന്തമായ മനസ്സിന്റെ അവസ്ഥയെ ഏതൊരുത്തൻ പൂഴ്ത്തുകയും, എന്താ തഖ്വന്റെ ഭാഗത്തെ പൂഴ്ത്തി വെച്ചു, അമ്മാർ തബ്ബുസൂനെ തെരഞ്ഞെടുത്തു എങ്കിൽ അവൻ പരാജയപ്പെട്ടു. എന്നാൽ മനസ്സിനെ അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട്, കാഴ്ചയും കേൾവിയും അറിവും എന്ന ബോധത്തോടുകൂടി നടക്കുന്നുവോ അവൻ വിജയിച്ചിരിക്കുന്നു. എന്നാൽ ആ ബോധത്തെ ആര് പൂഴ്ത്തിക്കളഞ്ഞുവോ, മറച്ചുവെച്ചുവോ, അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോ ഇപ്പറയുന്ന തസ്കിയത്താണ് വിജയത്തിന്റെ മാർഗം. വളരെ ചെറിയതാണ്, ശ്രമിച്ചാൽ ആർക്കും നടപ്പിലാക്കാനാണ്. അള്ളാഹു അതിന് പറ്റിയ പാകത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന ബോധത്തോടുകൂടി ആ നിലക്ക് പോയാൽ നമുക്കതിന് എത്താൻ സാധിക്കും. ഇനി സൂറത്തു താഹ 75-76 ആയത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത് അള്ളാഹുവിന്റെ അടുക്കൽ ആര് ചെല്ലുന്നുവോ. അപ്പൊ ഇത് വിശ്വാസവും പ്രവൃത്തിയും ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നേരത്തെ പറഞ്ഞ നഫ്സ് മുത്മയിനെ തെരഞ്ഞെടുക്കണം. അങ്ങനെ ആര് ചെല്ലുന്നുവോ ഫൗലായിക ലഹുമുദ് ദറജാത്തുൽ ഉലാ, അത്യുന്നതങ്ങളായ പദവികൾ അവർക്ക് തന്നെയാകുന്നു. ഏതാ ഉന്നത പദവി? ഭൂമിക്കും ആകാശത്തിനുമിടയിൽ എത്ര ദൂരമുണ്ടോ ലക്ഷക്കണക്കിന് കിലോമീറ്ററാണ്. ഇവിടുന്ന് ചില സാധനങ്ങൾ വിട്ടിട്ട് എത്ര ദിവസം കഴിഞ്ഞ അവിടെ എത്തി, എത്ര ലക്ഷക്കണക്കിന് കിലോമീറ്റർ താണ്ടിയിട്ട് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചിട്ട് ഭൂമിക്കും ആകാശത്തിനുമിടയിൽ എത്ര ദൂരമുണ്ടോ അത്ര ദൂരമാണ് സ്വർഗത്തിൽ രണ്ട് തട്ട് തമ്മിലുള്ള ഉയരം. നമ്മളൊരു ബിൽഡിംഗ് 3 മീറ്റർ ഉണ്ടാവും, ചിലപ്പോൾ 4 മീറ്റർ ഉണ്ടാവും. സാധാരണ 3 മീറ്ററാണ് ഒരു നിലത്തുനിന്ന് മുകളിലേക്കുള്ള ഉയരം. എന്നാൽ ഭൂമി മുതൽ ആകാശം വരെയുള്ള അകലമാണ് ഒരു തട്ടുന്ന അടുത്ത തട്ടിലേക്ക്. അങ്ങനത്തെ 100 ദറജകൾ സ്വർഗത്തിലുള്ള 100 തട്ട്. ഏറ്റവും മുന്തിയവൻ ഏറ്റവും മുകളിൽ താമസിക്കുന്നവനാണ്. അങ്ങോട്ട് പോകുന്ന ഒരു സുഖം കൂടുന്നു, അവിടെയാണ് ഏറ്റവും മുന്തിയൊരു. അപ്പോ അങ്ങനെ ഉന്നത പദവികൾ അവർക്കുണ്ട്. അടിയിലൂടെ നമ്മൾ താഴ്ഭാഗത്തിലൂടെ നദി ഒഴുകുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ താഴ്ഭാഗത്തു കൂടി നദി ഒഴുകുന്ന പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഒരു അറ്റത്ത് 2 പോയിന്റെന്നല്ല. മനുഷ്യർ സ്വർഗവാസികൾ താമസിക്കുന്ന ഇടത്തിന്റെ അടിയിലൂടെ പുഴ ഒഴുകുന്നു. താമസിക്കുന്ന സ്വർഗവാസികൾ താമസിക്കുന്നതിന്റെ അടിയിലൂടെയാണ് സ്വർഗത്തിലെ നദി ഒഴുകുന്നത്. എന്തൊരു സുഖം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള സ്വർഗങ്ങൾ അവർക്കുണ്ട്, അതിൽ അവർ ശാശ്വതരാകുന്നു. വദാലിക ജസാഉ മൻ തസക്ക. നമ്മുടെ വിഷയം ഈ സ്വർഗം അള്ളാഹു കൊടുക്കുന്നു. ഒന്ന് ഹിദായത്ത് കിട്ടും, രണ്ടാമത്തത് ഈ സ്വർഗം ആർക്കാണ്? ഇത് തസക്ക, സംസ്കൃതനായവൻ, തസ്കിയത്ത് നേടിയവൻ, വിശുദ്ധി പ്രാപിച്ചവനുള്ള കൂലിയാണത്. അപ്പൊ ആ കൂലി സ്വർഗം, ഇപ്പറഞ്ഞ സ്വർഗം കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം? തസ്കിയത്ത് വേണം. തസ്കിയത്ത് എന്താ? മനസ്സിനോട് സമരം ചെയ്യുക. പിന്നെന്താ? അള്ളാഹു ഉണ്ട്, അവൻ കാണും കേൾക്കും എന്ന ബോധത്തോട് ജീവിക്കുക. അത് അഫ്ലഹ മൻ തസക്ക. ആര് ആത്മശുദ്ധി നേടിയോ അവൻ വിജയിച്ചിരിക്കുന്നു. വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. അതിന്റെ കൂടെ എന്തുകൂടി ചേർത്ത് പറഞ്ഞു? അള്ളാഹുവിന്റെ പേര് ഓർക്കുക. അള്ളാഹ് കൂടെ ഉണ്ടെന്ന് ഓർക്കാന്നാൽ അള്ളാഹു ഉണ്ട്. അള്ളാഹുവിന്റെ പേര് എപ്പോഴും ഓർത്താൽ അറബിന്റെ ശൈത്താൻ വരൂല. അതുകൊണ്ടല്ലോ
ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ശൈത്താൻ അലിഞ്ഞു പോകുന്നതാണ്. ശൈത്താൻ ഇങ്ങനെ പൊന്തി വരും. പക്ഷെ ബിസ്മില്ല എന്ന് കേൾക്കുമ്പോഴേക്ക് ശൈത്താൻ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് ഇങ്ങനെ ഉരുകിയ പോലെ ആയിപ്പോയി. ഇത് ഹരീതിലുള്ളതാ. അതുകൊണ്ടാണ് വസ്ത്രം അഴിക്കും ബിസ്മിയെല്ലാം പറഞ്ഞത്. കക്കൂസ് പോകുമ്പോ വസ്ത്രം പൊക്കും, അയറത്ത് കാണും, അവിടെ ബിസ്മിയെല്ലാം പറഞ്ഞത്. ഇങ്ങനെ പല സന്ദർഭം ബിസ്മിയെല്ലാം പറഞ്ഞിട്ട് എന്തിനാ? ശൈത്താൻ ഒന്നുമല്ല, നേരത്തെ പറഞ്ഞല്ലോ, ഒന്നുമല്ല. നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. അള്ളാഹുവിനെ ഓർത്തോ തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുകയും പറയുകയും എന്നിട്ട് നമസ്കരിക്കുക, പ്രാർത്ഥിക്കുക ചെയ്തവൻ അവനാണ് വിശുദ്ധി നേടിയവൻ, അവനാകുന്നു വിജയമുള്ളത്. മൂസാ നബിയെയും ഹാറൂനെയും അലൈഹിമുസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. എന്താ ചെന്ന് ചോദിച്ചു? ഹല്ലക ഇലാ അൻ തസക്ക. അല്ല ഫിർഔനെ, മൂസാ നബി ഇരിക്കാൻ, ഹല്ലക നിനക്ക് വല്ല ആവശ്യമുണ്ടോ? ഇലാ അൻ തസക്ക, നിനക്കിപ്പോ കുറച്ച് മോശമാണ്, നീ പറഞ്ഞ അമ്മാറത്ത് ബിസ്സൂന്റെ പിന്നാലെയാണ്, നിനക്ക് വിശുദ്ധി നേടാൻ വല്ല താല്പര്യവും നിനക്കുണ്ടോ എന്ന് ചോദിച്ചു നോക്കും. മൂസാ നബിയോട് പറയാൻ പോയിട്ടൊന്ന് ചോദിക്കി. എത്ര സൗകര്യ ചോദ്യം. ഹല്ലക ഇലാ അൻ തസക്ക വഅഹദിയക ഇലാ റബ്ബിക. അങ്ങനെ നിനക്ക് താല്പര്യമുണ്ടോ എങ്കിൽ വഅഹദിയക ഇലാ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കിലേക്ക് ഞാൻ വഴി കാണിച്ചു തരാം. ഫതഖ്ശ, അപ്പൊ നിന്റെ അമ്മാറത്തും ബിസ്സുവിനെ പരാജയപ്പെടുത്തി മുത്മഇന്നയെ വികസിപ്പിച്ച് നിനക്ക് അള്ളാഹുവിനെ പേടിയുള്ളവനായി ജീവിക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞെന്താ? തസ്കിയത്ത് നേടാൻ നിനക്ക് ആരോടാ ചോദിക്കുന്നത്? ഫിർഔനോട്. ഫിർഔനെ അങ്ങനെ ആക്കിയതാണോ? ഫിർഔനും കൊടുത്തിട്ടുണ്ട് രണ്ടും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്റെ മനസ്സിൽ ഞാൻ രണ്ട് സാധനമുണ്ട്, നിനക്ക് ഇത് തെരഞ്ഞെടുക്കാൻ നീ തയ്യാറുണ്ടോ? വരൂ, എങ്കിൽ അങ്ങോട്ട് പോകാം, ഹുദയിലേക്ക് പോകാം. ഒരുപാട് പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയിൽ പലതും എന്താണ്, ഓരോ നമ്മൾ വായിച്ച് അതിന്റെ വിശദീകരണത്തോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. ആ പ്രാർത്ഥനയിൽ ഓരോന്നും, അല്ലെങ്കിൽ കുറെ പ്രാർത്ഥനകൾ എന്താണ്, ഈ നഫ്സ്, അതിന്റെ മൗല, അതിന്റെ രക്ഷകൻ, അതിന്റെ അധികാരി അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹുവെ എന്റെ നഫ്സിനെ ശുദ്ധീകരിച്ചു തരണമേ. ആ ആശയത്തിലുള്ള ഒരുപാട് പ്രാർത്ഥന. തെറ്റ് ചെയ്തു പോയാൽ അള്ളാഹുവെ പൊറുക്കണം, കരുണ കാണിക്കണം. എന്താ, ഞാൻ എങ്ങോട്ട് പോയി അമ്മാറത്ത് റസൂലേക്ക് പോയി അതിൽ നിന്ന് എന്നെ എങ്ങോട്ട് കൊണ്ടുവരണം? ഈ നഫ്സ് മുത്മഇന്നയിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ ലവ്വാമന്റെ ഹൈറായ വശം അതിലേക്ക് കൊണ്ടുവരണം. ഈ അർത്ഥത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞതും മനുഷ്യൻ തെറ്റ് ചെയ്തതിനെ കുറിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ലലമ നഫ്സഹു, ആരാണ് തെറ്റ് ചെയ്തത്? ഞാൻ എന്റെ നഫ്സിനോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. അതേതാക്രമം? ഞാൻ ഈ മുത്മഇന്നയെ തെരഞ്ഞെടുത്തില്ല, അമ്മാറത്തും ബിസ്സൂന്റെ പിന്നാലെ പോയി. അത് എന്റെ നഫ്സിനോട് ഞാൻ ചെയ്ത ദ്രോഹമാണ്. അതുകൊണ്ട് ആ ദ്രോഹം, ഞാൻ എന്നോട് ചെയ്ത ദ്രോഹം, എന്റെ നഫ്സിനോട് ചെയ്ത ദ്രോഹം അള്ളാഹുവേ നീ പൂർത്തിയപ്പോ നമസ്കാരത്തിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധിക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചെന്നെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന നമസ്കാരത്തിൽ അവസാനം ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതിൽ ഈ കാര്യം കാണാം, ഇതാണ് ദുൽമൻ കഫീറൻ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ വിശദീകരിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കലാണ് ഇതിന്റെ മറ്റൊരു വഴി. ഏതിന്? ഈ ജിഹാദിന്റെ ഭാഗം വിജയിക്കാനും രക്ഷപ്പെടാനും. അതോടൊപ്പം നമ്മൾ മനസ്സിനെ ഒരു വിചാരണ നടത്തുക. നമ്മൾ ഒരു കാര്യം ചെയ്താൽ ഇത് ഞാൻ ചെയ്യേണ്ടതായിരുന്നുവോ, നല്ലതാണോ? ഇനി ഒരു കാര്യം ചെയ്യാതിരുന്നാൽ ഞാൻ ചെയ്യാതിരുന്നത് തെറ്റായി പോയോ, അത് ചെയ്യേണ്ട പ്രവർത്തനമായിരുന്നുവോ? ഇനി തിന്മ ചെയ്താൽ ഇത് അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാകുന്ന വശമാണല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങളും. ചില പണ്ഡിതന്മാര് ഹലാലായ കാര്യം ചെയ്താൽ പോലും ഈ ഹലാലായ കാര്യം ഞാൻ ചെയ്തത് ദുനിയാവിന്റെ ആർത്തി കൊണ്ടാണോ, അതല്ല എനിക്ക് പരലോകത്തേക്ക് ഗുണം കിട്ടാവുന്ന തരത്തിലാണോ എന്നുവരെ സ്വന്തത്തോട് ഒരു വിചാരണ നടത്തണം, ആത്മവിചാരണ നടത്തണം എന്നൊക്കെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അങ്ങനെ ആത്മവിചാരണ നടത്തുകയും ഈ മനസ്സിന്റെ ഈ ദുഷ്ടവശത്തോട് യുദ്ധം നടത്തുകയും ചെയ്ത് അള്ളാഹുവിനെ ഓർത്ത് ശരിയായ നഫ്സ് മുത്മയിന്റെ ആളുകളായി മാറാൻ നമ്മൾ ശ്രമിക്കുക, കൂടുതൽ പഠിക്കുക, ഇനിയും കേൾക്കുക. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും, അങ്ങനെ ഏറ്റവും വലിയ നിർബന്ധ ജിഹാദായ സ്വന്തത്തോടുള്ള ജിഹാദ് ചെയ്യുന്ന യഥാർത്ഥ മുജാഹിദുകളാകുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾക്കും ഇത് കേൾക്കുന്നവർക്കും ഇനി കേൾക്കുന്നവർക്കും ഞങ്ങളുടെ കുടുംബത്തിലെ ആളുകൾക്കും ബന്ധുക്കൾക്കുമൊക്കെ അള്ളാഹുവെ ഈ ഒരു ബോധവും മനസ്സും ഇൽമും പ്രവൃത്തിയും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം.